Guys, hello. Yes, it's been a long അല്ലേ നമ്മൾ കണ്ടിട്ട്. ഓക്കെ, നിങ്ങളുടെ പ്ലസ് ടുക്കാരുടെ എക്സാം ഇന്ന് നടക്കുകയാണ്. അപ്പോൾ പ്ലസ് ടുക്കാരുടെ ലൈവായിരുന്നു മോർണിംഗും നൈറ്റും ഒക്കെ. എന്നെ കണ്ടിട്ട് ഉറങ്ങാത്ത പോലെ ഇല്ലേ? ശരിക്കും ഉറങ്ങിയിട്ടില്ല. സത്യമായിട്ട് ആകെ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളത്. ഓക്കെ, റിൻഷാദ് കമന്റ് ബോക്സ് ഓൺ ആക്കടാ. എടാ കമന്റ് ബോക്സ് ഓൺ അല്ല. എവിടെ? ഓക്കെ റൈറ്റ്, ശരി. ഹായ്. ഓക്കെ, നിങ്ങൾ കേൾക്കുന്നുണ്ടാവല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ സാർ, ഇപ്പോഴാണ് 11:30 ആയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദ തിങ് വാസ്, നമ്മൾ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് നമ്മുടെ സ്റ്റുഡിയോ. അവിടെയായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്യൂ ടു സം ടെക്നിക്കൽ എറേഴ്സ് അവിടുത്തെ നമ്മുടെ എന്താ പറയുക, വൈഫൈ എത്ര ആയിട്ടും റെഡി ആവുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ നെറ്റ് മൊത്തം ഡൗൺ ആയി. സോ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് ഇവിടെ. നമ്മൾ മറ്റൊരു സ്റ്റുഡിയോയിലേക്ക് വന്നതാണ് ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ലൈക്ക് യു മേ തിങ്ക് വൈ വി മേക്ക് ഇറ്റ് ലേറ്റ്. ഞങ്ങൾ മാക്സിമം വി വർ ട്രൈങ് അവർ ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് ഈസിയർ. പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് നോക്കി അവിടെ നെറ്റ് റെഡി ആക്കാൻ വേണ്ടിയിട്ട്. അവിടെ നെറ്റ് റെഡി ആവാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ശരി. ഹായ് ഓൾ. സോ ലെറ്റ്സ് ബിഗിൻ ദ ഡിസ്കഷൻ. സോ മക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഈ ക്ലാസ്സിൽ ഈ ലൈവിൽ നമ്മൾ 2 ചാപ്റ്റേഴ്സ്. അഖിൽ സാറ് ഇനിയിപ്പോൾ ഉണ്ടാവില്ല, കാരണം അഖിൽ സാർ എടുക്കാൻ നിങ്ങൾക്ക് ഈവനിങ് വീണ്ടും ലൈവില്ലേ. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു സമയമായിട്ടുണ്ട്. അഖിൽ സാർ രാവിലെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഈ ഒരു ബഫറിങ് കാരണം നമുക്ക് തരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. സൗണ്ട് കുറച്ചുകൂടെ കൂട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആരോ. അപ്പോൾ റിൻഷാദ്, സൗണ്ടിൻ്റെ എന്തോ ഇഷ്യൂ കുട്ടികൾ പറയുന്നുണ്ട്. ഗെയിന് വേണമെങ്കിൽ ഒന്ന് കൂട്ടിക്കോ. സൗണ്ട് ഇല്ല സാർ, സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ഗെയിന് കൂട്ട്, സൗണ്ട് ഉണ്ട്. കൂട്ടിയോ ഗെയിന്? ഹലോ ഗെയിന് കൂട്ടിയോടാ? ഓക്കെ, സോ മക്കളെ നോക്ക്, നമ്മൾ ഈ വീഡിയോയിൽ 2 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 ചാപ്റ്ററുള്ളൂ കേട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് തമ്മിൽ തന്നതിൽ മാറിപ്പോയതാണ്. വി ഹാവ് ഓൺലി ലിവിംഗ് വേൾഡ്, അതുപോലെ ആനിമൽ കിങ്ഡം. ഈ 2 കുഞ്ഞു ചാപ്റ്ററുകൾ. ഒന്ന് കുഞ്ഞു ചാപ്റ്ററാണ്, ഒന്ന് കുറച്ച് വലിയ ചാപ്റ്റർ. എടാ കമന്റ് ബോക്സ് ഓൺ ആക്ക്. ഓക്കെ, കമന്റ് ബോക്സ് ഓൺ ആക്കി നോക്ക്. ശരി. സോ എന്നിട്ടും സൗണ്ട് ഇല്ല എന്ന് ആരൊക്കെ പറയുന്നുണ്ട്. അത് അവരുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും അല്ലേ? പ്രോബബ്ലി അത്യാവശ്യം നല്ല സൗണ്ടിൽ ഇവിടെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് ഇല്ല എന്ന് ആർക്കെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി എനിക്കറിയില്ല. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ കേട്ടോ. നമ്മൾ പ്ലേ ചെയ്ത സമയത്ത് ഇപ്പോൾ ഓക്കെ ആണല്ലേ? ശരി. അപ്പോൾ നേരത്തെ ഇഷ്യൂ ആയിരുന്നോ? ഓക്കെ, എനിവേ മക്കളെ, നമ്മളിന്ന് 2 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ എടാ സൗണ്ട്. സോ നമ്മൾ 2 ചാപ്റ്റേഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് ലിവിങ് വേൾഡ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന അടിപൊളി സിമ്പിൾ ചാപ്റ്റർ ആണ് ലിവിങ് വേൾഡ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വി വിൽ ഡിസ്കസ് ആനിമൽ കിങ്ഡം ഓൾസോ. ലിവിങ് വേൾഡും ആനിമൽ കിങ്ഡവും ആണ് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ആനിമൽ കിങ്ഡം നോക്കാം. ലിവിങ് വേൾഡ് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, നാളെ അല്ലേ ഫസ്റ്റ് ചാപ്റ്റർ? അല്ലല്ലോ, ഇന്നാണല്ലോ ഫസ്റ്റ് ചാപ്റ്റർ. അല്ല, രാത്രിയല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. പേടിക്കണ്ട. ഇപ്പൊ നമ്മൾ എനിവേ എടുക്കാൻ പോകുന്നത് ലിവിംഗ് വേൾഡും ആനിമൽ കിങ്ഡം ആണ് കേട്ടോ. ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ നൈറ്റ് എടുക്കും. ഓക്കെ, സോ ലുക്ക്, ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ആനിമൽ കിങ്ഡം. നോക്കടാ മക്കളെ, ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ആനിമൽ കിങ്ഡം. നമുക്ക് ആനിമൽ കിങ്ഡത്തെ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആനിമൽ കിങ്ഡത്തെ നമുക്ക് അങ്ങ് പഠിക്കാം. ഓക്കെ, ഒരു 1 hour, ഒരു 1.25 മണിക്കൂറിനുള്ള ആനിമൽ കിങ്ഡം ഞാൻ പഠിപ്പിച്ചു തരാം. നമുക്ക് ആനിമൽ കിങ്ഡത്തിൽ നമുക്ക് ബേസിക്കലി എന്താ പഠിക്കാനുള്ളത്? ആദ്യം പഠിക്കാനുള്ളത് ബേസിസ് ഓഫ് ആനിമൽ ക്ലാസിഫിക്കേഷൻ ആണ്. ആനിമൽ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസുകൾ എന്തൊക്കെയാണെന്നാണ് അല്ലേ? സോ വാട്ട് ആർ ദ ബേസിസ് ഓഫ് ആനിമൽ ക്ലാസിഫിക്കേഷൻ? എന്തൊക്കെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് മക്കളെ നമ്മൾ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? വാട്ട് ആർ ദ ബേസിസ് ഓഫ് ആനിമൽ ക്ലാസിഫിക്കേഷൻ? എന്തൊക്കെയാ? ഓർമ്മയുണ്ടോ? വേഗം പറ. വാട്ട് ആർ ദ ബേസിസ് ഓഫ് ആനിമൽ ക്ലാസിഫിക്കേഷൻ?
എന്തൊക്കെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് ആനിമലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? നമ്പർ 1 ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെ, ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ, ബോഡി ഓർഗനൈസേഷന്റെ ലെവലിനെ ബേസ് ചെയ്തുകൊണ്ട്. രണ്ടാമത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? സിമ്മെട്രിയെ ബേസ് ചെയ്തിട്ടല്ലേ, എങ്ങനെയാണ് ഇവരുടെ ബോഡിയുടെ സിമ്മെട്രി എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട്. പിന്നെ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാ കുട്ടികളെ? നമ്പർ ഓഫ് എംബ്രിയോണിക് ലേയേഴ്സ്, എംബ്രിയോയിൽ എത്ര ലെയറുകൾ ഉണ്ട് എന്ന കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട്. നാലാമത് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സീലോം അല്ലെ, സീലോം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട്. അല്ലെ, എൻ്റെ കൂടെ അങ്ങ് നിങ്ങൾ പറഞ്ഞ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ നന്നായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. നിങ്ങൾ പലതവണ കേട്ട കാര്യങ്ങളായിരിക്കും ഇത്. പ്രസൻസ് ഓഫ് എംബ്രിയോണിക് ലേയേഴ്സ് അല്ലെ, എംബ്രിയോണിക് ലേയറുകളുടെ പ്രസൻസിനെ ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അഞ്ചാമതായിട്ട് എന്തിനെ ബേസ് ചെയ്തിട്ട് കുട്ടികളെ? സെഗ്മെന്റേഷൻ അല്ലെ, ബോഡി സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെറ്റാമറിസം, ബേസ്ഡ് ഓൺ ബോഡി സെഗ്മെന്റേഷൻ ഓർ മെറ്റാമറിസം, ബോഡി സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെറ്റാമറിസത്തെ ബേസ് ചെയ്തുകൊണ്ട്. അവസാനത്തെ എന്താ കുട്ടികളെ? പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, നോട്ടോകോഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആനിമൽസിനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെ മക്കളെ, വ്യത്യസ്ത ഫൈലങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോന്നും നോക്കാം. 1 സെക്കൻഡ്. ഓക്കെ, ഫൈൻ. സോ ഗൈസ്, ലെവൽസ് ഓഫ് ബോഡി ഓർഗനൈസേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവികളെ എത്ര ഗ്രൂപ്പ് ആക്കാം? ലെവൽസ് ഓഫ് ബോഡി ഓർഗനൈസേഷൻ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെല്ലുലാർ ലെവലുള്ള ആളുകളുണ്ട്, അത് കഴിഞ്ഞാൽ ടിഷ്യൂ ലെവലുള്ള ആളുകളുണ്ട്, അത് കഴിഞ്ഞാൽ ഓർഗൻ ലെവലുള്ള ആളുകളുണ്ട്, ഓർഗൻ സിസ്റ്റം ലെവലുള്ള ആളുകളുണ്ട് അല്ലെ. സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ. സർ ഈ ചാപ്റ്റർ ഫുള്ളും ചെയ്യണം, പിന്നെ ഈ ചാപ്റ്റർ ഫുൾ ചെയ്യാണ്ടിരിക്കും. ഉറപ്പായിട്ടും ചെയ്യൂലേ, എന്താ ഡൗട്ട്? നിങ്ങൾ പേടിക്കണ്ട, ഈ ചാപ്റ്റർ ഞാൻ ക്ലിയർ ആക്കി തരും എന്തായാലും. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അടിപൊളിയാക്കി തരും, പേടിക്കണ്ട കേട്ടാ. ഓക്കെ, സോ വി ഹാവ് സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ അല്ലെ. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ജീവികൾ ആർക്കൊക്കെയാണ് മക്കളെ സെല്ലുലാർ ലെവൽ ഉള്ളത്? പോറിഫറക്ക് മാത്രം അല്ലെ, ഫൈലം പോറിഫറ അല്ലെങ്കിൽ സ്പോഞ്ചസിന് മാത്രമാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ളത്. ഈ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആർക്കൊക്കെയാണ് ഉള്ളത് പറയാൻ പറ്റുമോ? സീലിൻഡ്രേറ്റ, ടീനോഫോറ അല്ലെ, സീലിൻഡറേറ്റ ആൻഡ് ടീനോഫോറ, ഈ രണ്ടാളുകൾക്ക് മാത്രം. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ളത് ആർക്ക് മാത്രമാണ് മക്കളെ? പ്ലാറ്റി ഹെൽമിന്തസിന് മാത്രമല്ലേ അല്ലേ, പ്ലാറ്റി ഹെൽമിന്തസിന് മാത്രം, പ്ലാറ്റി ഹെൽമിന്തസ് മാത്രം. ഓർഗൻ സിസ്റ്റമോ ആഷ്കെൽമിന്തസ് മുതലുള്ള എല്ലാവർക്കും. ഇത് നിങ്ങൾക്ക് അറിയാലോ, ആഷ്കെൽമിന്തസ് മുതൽ കോർഡേറ്റ് വരെയുള്ള എല്ലാവർക്കും എന്താണ് കുട്ടികളെ? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഈ കാര്യം സെറ്റ് ആണല്ലോ, വെരി ഗുഡ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സിമ്മെട്രി. അടുത്ത് നമുക്ക് സിമ്മെട്രിയെ കുറിച്ച് നോക്കാം. നോക്കൂ, സിമ്മെട്രി ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവികൾക്ക് എത്ര ടൈപ്പ് സിമ്മെട്രി ഉണ്ടെന്ന് പറയാം? ജീവികൾക്ക് എത്ര ടൈപ്പ് സിമ്മെട്രി ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ആക്ച്വലി ജീവികൾക്ക് രണ്ട് ടൈപ്പ് സിമ്മെട്രി ആണല്ലേ. ദേ ഹാവ് റേഡിയൽ സിമ്മെട്രി ആൻഡ് ബൈലാറ്ററൽ സിമ്മെട്രി. രണ്ട് സിമ്മെട്രിയും ഇല്ലാത്ത ആളുകളെ നമ്മൾ പറയും അസിമെട്രിക്കൽ എന്ന് പറയും. സോ വാട്ട് ഈസ് ദിസ് റേഡിയൽ സിമ്മെട്രി? റേഡിയൽ സിമ്മെട്രി, റേഡിയൽ സിമ്മെട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീവിയെ നമ്മൾ എങ്ങനെ മുറിച്ചാലും നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റണം. സോ an organism can be divided into two equal halves through any plane passing through the central axis of body. നമ്മൾ ഏതൊരു വസ്തുവിനെയും അതിന്റെ ബോഡിയുടെ സെൻട്രൽ ആക്സിസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ബോഡി ഡിവൈഡ്സ് ദ ഓർഗാനിസം ഇൻ ടു ഐഡന്റിക്കൽ ഹാഫ്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റേഡിയൽ സിമ്മെട്രി. ഇതിപ്പോൾ ഒരു ജീവിയാണ്, ആ ജീവി ഇതിപ്പോൾ ഞാനൊരു ജീവിയാണെങ്കിൽ എൻ്റെ സെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാ, നിങ്ങളൊരു നേർരേഖ എൻ്റെ തലയുടെ ഇതിലൂടെ എൻ്റെ നടുവിലൂടെ വരച്ച് താഴോട്ട് കൊണ്ടുപോയ നേർരേഖ കൊണ്ടുപോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈ സെൻട്രൽ ആക്സിസ്. അപ്പോൾ ആ സെൻട്രൽ ആക്സിസിലൂടെ കടന്നു പോകുന്ന രീതിയിൽ എങ്ങനെ മുറിച്ചാലും നിങ്ങൾക്ക് എന്നെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റണം. ദെൻ ഐ എം ഹാവിങ് റേഡിയൽ സിമ്മെട്രി. ക്ലിയർ അല്ലേ കുട്ടികളെ? നൗ നമ്മൾ മനുഷ്യർക്കൊന്നും റേഡിയൽ സിമ്മെട്രി ഇല്ല. റേഡിയൽ സിമ്മെട്രി ആകെ വളരെ കുറച്ച് ജീവികൾക്കൊക്കെ. ആർക്കാന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, പിന്നെയുള്ള ഏതാ കുട്ടികളെ? ബൈലാറ്ററൽ സിമ്മെട്രി. ബൈലാറ്ററൽ സിമ്മെട്രി എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക്, an organism can be divided into identical right half and left half
ത്രൂ എ പ്ലെയിൻ പാസിംഗ് ത്രൂ സെൻട്രൽ ആക്സിസ് ഓഫ് ബോഡി. ഒരൊറ്റ പ്ലെയിനിലൂടെ മാത്രമേ ആ ജീവിയെ രണ്ട് ഹാഫ് ആക്കാൻ പറ്റുള്ളൂ. സോ ആൻ ഓർഗാനിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡന്റിക്കൽ റൈറ്റ് ഹാഫ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ത്രൂ വൺ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ബോഡി. അല്ലേ മക്കളെ? അതാണ് ബൈലാറ്ററൽ സിമെട്രി. നോക്കടാ, ആർക്കൊക്കെയാ മക്കളെ റേഡിയൽസ്? ഈ രണ്ട് സിമെട്രിയും ഇല്ലാത്തവരെ നമ്മൾ എന്ത് പറയാം? അവർ അസിമെട്രിക്കൽ ആണെന്ന് പറയാം, അല്ലേ? അസിമെട്രിക്കൽ ആണെന്ന് പറയാം. നോക്ക്, അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരൊറ്റ ആളല്ലേ നമുക്ക് പഠിക്കാനുള്ളൂ, ദാറ്റ് ഈസ് ഫൈലം പോറിഫെറ, സ്പോഞ്ചുകൾ മാത്രം. റേഡിയൽ സിമെട്രി, ഇതിന്റെ ഡയഗ്രം നന്നോട് ചോദിക്കൂട്ടോ, ഏതാ റേഡിയൽ സിമെട്രി, ഏതാണ് ബൈലാറ്ററൽ സിമെട്രി എന്നൊക്കെ നമ്മളോട് ഡയഗ്രം തന്നിട്ട് ചോദിക്കും. അപ്പോൾ ആ ഡയഗ്രം NCERT-യിലുള്ള ഡയഗ്രങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോക്കണേ. ഓക്കെ, സോ ലുക്ക്, റേഡിയൽ സിമെട്രിയുള്ള ആളുകൾ ആരൊക്കെ? വേഗം പറ, റേഡിയൽ സിമെട്രി ആർക്കൊക്കെയാ? സീലിൻഡറേറ്റ, വെരി ഗുഡ്, സീലിൻഡറേറ്റ, പിന്നെ ടീനോഫോറ, പിന്നെ അഡൽട്ട് എക്കിനോഡെർമാറ്റ. നോക്കടാ, എക്കിനോഡെർമാറ്റയുടെ അഡൽട്ടിന് മാത്രമാണ് റേഡിയൽ സിമെട്രി ഉള്ളത്. അവരുടെ ലാർവ ഉണ്ട്, ലാർവ ബൈലാറ്ററലി സിമെട്രി ആണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബൈലാറ്ററൽ സിമെട്രി. ആരൊക്കെയാ ബൈലാറ്ററൽ? ബാക്കി എല്ലാവരും, നമ്മൾ പറയാത്ത ബാക്കി എല്ലാവരും, അതായത് ഇപ്പോൾ പ്ലാറ്റിഹെൽമിന്തസ്, ആസ്കമിന്തസ്, അനലീഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമാറ്റയുടെ ലാർവ. അഡൽട്ട് എക്കിനോഡെർമാറ്റ എന്താണ് കുട്ടികളെ? റേഡിയൽ സിമെട്രി ആണ്. അപ്പൊ എക്കിനോഡെർമാറ്റയുടെ ലാർവ ഹെമികോർഡേറ്റ, കോർഡേറ്റ. ബാക്കി എല്ലാവരും എന്താണ് മക്കളെ? റേഡിയൽ സിമെട്രി ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് സിമെട്രി ബേസ് ചെയ്തുകൊണ്ട് ജീവികളെ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക. റെഡിയാണോ? ബാക്കി എല്ലാവരും ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് നമ്പർ ഓഫ് എംബ്രിയോണിക് ലെയേഴ്സ്. നോക്കൂ, നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആദ്യം ഒരു സൈഗോട്ട് ഉണ്ടായി, അച്ഛൻ്റെയും അമ്മയുടെയും ഗാമീറ്റ് കൂടി ചേർന്ന് ഒരു സൈഗോട്ട് രൂപപ്പെടുന്നു. ആ സൈഗോട്ടിന് പിന്നീട് ഡിവിഷൻ നടന്നിട്ടാണ് നമ്മൾ സെൽ ഡിവിഷൻ നടന്നിട്ടാണ് നമ്മൾ രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഗർഭപാത്രത്തിൽ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എംബ്രിയോ. എന്താ വിളിക്കുക? എംബ്രിയോ. ഓക്കെ, ചില ജീവികളുടെ എംബ്രിയോനെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 2 ലെയർ കാണാൻ പറ്റും. മറ്റു ചില ജീവികളുടെ എംബ്രിയോനെ നോക്കിയാൽ 3 സെല്ലിന്റെ ലെയർ കാണാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് എംബ്രിയോണിക് ലെയേഴ്സ്. റെഡി ആണല്ലോ മക്കളെ? ഓക്കെ, സോ ചില ജീവികളുടെ എംബ്രിയോനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ എംബ്രിയോയിൽ 2 ലെയർ ഓഫ് സെല്ലാണ് കാണാൻ പറ്റുക. മറ്റു ചില ജീവികൾക്ക് 3 ലെയർ കാണാൻ പറ്റും. 2 ലെയർ കാണുന്ന ജീവികൾ നമ്മൾ എന്താ പറയുക? ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് അല്ലെങ്കിൽ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്ന് വിളിക്കാം. ചില ജീവികൾക്ക് 3 ലെയർ കാണാൻ പറ്റും. then it is called ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയും, അല്ലേ? സോ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിൽ ഏതൊക്കെ സെൽ ലെയറാ കാണാൻ പറ്റുകയെന്നറിയോ? നടുവിലായിട്ട്, കുറച്ചുകൂടെ ഉള്ളിലായിട്ട് ഒരു എൻഡോഡേം എന്ന് പറയുന്ന സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ലെയർ കാണാൻ പറ്റും. പുറം ഭാഗത്ത് എക്ടോഡേം എന്ന് പറയുന്ന സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ലെയർ കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് എക്ടോഡേം ആൻഡ് ദിസ് വൺ ഈസ് എൻഡോഡേം, അല്ലേ മക്കളെ? എൻഡോഡേം. ഇത് രണ്ടിൻ്റെയും ഇടയിൽ സെല്ലുകളൊന്നും ഇല്ലാത്ത ഒരു ലെയർ കൂടെ കാണാൻ പറ്റും. സെല്ലുകൾ ഇല്ലാത്ത ഒരു ജെല്ല് ലൈക്ക് ലെയർ ഇത് രണ്ടിൻ്റെയും ഇടയിൽ കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ്, അതിനെ നമ്മൾ എന്താ വിളിക്കുക? ദാറ്റ് ഈസ് കോൾഡ് മീസോഗ്ലിയ. എന്താ വിളിക്കുക? മീസോഗ്ലിയ. സെറ്റാണോ മക്കളെ? നമ്മൾ മീസോഗ്ലിയ എന്നാണ് അതിനെ വിളിക്കുക, മീസോഗ്ലിയ എന്ന് പറയും. റെഡി ആണല്ലോ? വെരി ഗുഡ്. നൗ ഇൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് യു ക്യാൻ സീ എക്ടോഡേം കാണാൻ പറ്റും, ഏറ്റവും ഉള്ളിൽ എൻഡോഡേം കാണാൻ പറ്റും, പുറത്ത് എക്ടോഡേം കാണാൻ പറ്റും. അതിന്റെ നടുവിൽ സെല്ലുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ മീസോഡേം എന്ന് പറയുന്ന ലെയറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡി ആണല്ലോ കുട്ടികളെ? ഓക്കെ, സോ ദേ ഹാവ് എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഗ്ലിയ അല്ല, പകരം മീസോഡേം എന്ന് പറയുന്ന ലെയർ കാണാൻ പറ്റും, അല്ലേ? സോ ദേ ആർ ഹാവിങ് എക്ടോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട്, അതിന്റെ കൂടെ തന്നെ മീസോഡേമും കാണാൻ പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സെറ്റേഷ്? ഓക്കെ, അടിപൊളി. അപ്പോൾ നമ്മൾ എംബ്രിയോണിക് ലെയറിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. സെറ്റാണല്ലോ മക്കളെ? ഇനി അടുത്ത് നമ്മൾ എന്താ നോക്കുന്നത്? സീലോം, അല്ലെ? സീലോം അല്ലെങ്കിൽ നമ്മൾ ബോഡി ക്യാവിറ്റി എന്ന് പറയും, അല്ലെ? ബോഡി ക്യാവിറ്റി. നോക്കടാ, ചില ജീവികളുടെ ബോഡിയിൽ ഒരു ക്യാവിറ്റി കാണാൻ പറ്റും മീസോഡം ലെയറിൽ. ഓക്കെ, യു ക്യാൻ സീ എ ക്യാവിറ്റി വിച്ച് ഈസ് ലൈൻഡ് ബൈ മീസോഡം. ചില ജീവികളുടെ കേസിൽ നിങ്ങൾ അവരുടെ എംബ്രിയോ നോക്കിയാൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ദേ ഹാവ് എക്ടോഡം. ലുക്ക് അറ്റ് ഹിയർ, ദേ ഹാവ് എക്ടോഡം. ദിസ് ഈസ് ദെയർ എക്ടോഡം ലെയർ. ആൻഡ് ദെൻ ദേ ഹാവ് മീസോഡം. ഇതാണ് കേട്ടോ മീസോഡം ലെയർ. ഞാൻ ഈ വരക്കുന്നതാണ് മീസോഡം ലെയർ. നന്നായി ശ്രദ്ധിക്കുക. എക്ടോഡം ഇതാ, മീസോഡം രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള എക്ടോഡമിന് നേരെ ഉള്ളിൽ മീസോഡം കാണാം. ദെൻ ദർ ഈസ് എ സ്പേസ്. ഓക്കെ, യു ക്യാൻ സീ. നോക്കൂ മക്കളെ, പ്ലീസ് ശ്രദ്ധിക്കുക. ഓക്കെ, ദർ ഈസ് എ സ്പേസ് വിച്ച് ഈസ് ലൈൻഡ് ബൈ മീസോഡം.
ഓക്കെ, മീസോഡേമിനാൽ ലൈൻ ചെയ്യപ്പെട്ട ഒരു സ്പേസ് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഏറ്റവും മുകളിലായിട്ട് ദേ ആർ ഹാവിങ് എൻഡോഡേം ഓൾസോ. അപ്പോൾ ഈ പച്ച കളറിലുള്ളതാണ് കുട്ടികളെ മീസോഡേം. സോ ദിസ് ഈസ് എൻഡോഡേം. You can see this is ectoderm, ectoderm. You can see ectoderm, and then you can see a space which is lined by. ഈ സ്പേസിന്റെ രണ്ട് സൈഡിലും മീസോഡേം ആണ്. മീസോഡേമിനാൽ ലൈൻ ചെയ്യപ്പെട്ട ഒരു സ്പേസും കാണാൻ പറ്റും. അപ്പൊ ഇതെന്താ? ദിസ് ഈസ് മീസോഡേം. ഇത് മീസോഡേം ആണ്. സോ എ സ്പേസ് വിച്ച് ഈസ് ലൈൻഡ് ബൈ മീസോഡേം, ദിസ് സ്പേസ് ഈസ് കോൾഡ് ട്രൂസീലോം. എന്താണ് കുട്ടികളെ? ട്രൂസീലോം. സോ ഗൈസ് ശ്രദ്ധിക്ക്, സർ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് പഠിച്ച ഫുൾ എ പ്ലസ് കിട്ടും. അങ്ങനെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് പഠിച്ചാൽ എന്തായാലും ഫുൾ എ പ്ലസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എന്ത്? ഇതും കൂടെ പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ ലൈവുകളൊക്കെ കാണുക, വാച്ച് ചെയ്യുക എന്നുള്ളത്. കുറുക്കു വഴികളിലൂടെ അങ്ങ് ഫുൾ മാർക്കും ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടുക എന്നുള്ളതൊന്നും ആരും അങ്ങനെ ഭയങ്കരമായിട്ട് വിചാരിക്കേണ്ട കേട്ടോ. സത്യത്തിൽ കഴിഞ്ഞ മാത്സ് എക്സാം കുറച്ച് ടഫായത് നന്നായി എന്ന് വ്യക്തിപരമായിട്ട് അത് അപ്പോൾ പലർക്കും അത്ര നല്ലതായിരുന്നില്ല എന്നൊക്കെയുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് കുറച്ച് നന്നായും തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഡൻസി വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് നമ്മൾ ഒട്ടും വർക്ക് ചെയ്യാതെ നമുക്ക് എല്ലാവർക്കും അങ്ങ് ഫുൾ മാർക്ക് കിട്ടണം, ഫുൾ എ പ്ലസ് കിട്ടണം എന്നുള്ളൊരു ടെൻഡൻസി വന്നിട്ടുണ്ട്. അത് ശരിയല്ല. അതൊന്ന് മാറി കിട്ടാൻ നന്നായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, അത് ആർക്കും മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ പ്ലസ് വൺ നമുക്ക് മാർക്കില്ല, ബാക്കിയുള്ളവർക്കൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ ആ പ്രശ്നം. കഴിഞ്ഞ എക്സാം നല്ല ടഫ് ആയതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ആ ഒരു ധാരണയിലാണ്, എല്ലാവർക്കും കുറുക്ക് വഴി. അങ്ങനെ ഭയങ്കര കുറുക്ക് വഴിയായുള്ള പ്രശ്നം എന്താ അറിയോ? സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ, അവരൊക്കെ പൊട്ടന്മാരാവൂലേ? എല്ലാവരും എല്ലാവരും ഭയങ്കരമായിട്ട് ഇതായി കഴിഞ്ഞാൽ. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം കുറച്ചൊക്കെ ഒന്ന് ടൈറ്റ് ആവണം, കുറച്ചൊക്കെ ഒന്ന് ടഫ് ആവണം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി തോന്നൂല. ഓക്കെ, സോ പഠിക്കാൻ തോന്നണം. മറ്റേ ഒട്ടും പഠിക്കാതെ എല്ലാവർക്കും കുറുക്ക് വഴികളിലൂടെ എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ദർ വോണ്ട് ബി ദാറ്റ് മച്ച് വാല്യൂ. നമുക്ക് ആ ഒരു സാധനത്തിനോട് തന്നെ ഒരു വാല്യൂ ഇല്ലാണ്ടാവും. ദാറ്റ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. സോ അതുകൊണ്ട് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് പഠിച്ചാൽ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എന്താ? നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇന്നൊക്കെ ഇപ്പോൾ എക്സാം നടക്കുകയാണ് പ്ലസ് ടുവിൻ്റെ. അപ്പോൾ എനിവേ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് പഠിക്കണം, അതിൻ്റെ കൂടെ ക്ലാസ്സസും വാച്ച് ചെയ്യണം. ഇത് ക്ലാസ്സസ് ഒന്നും വാച്ച് ചെയ്യാൻ വരില്ല, വേണ്ടോ? 130 ആൾക്കാരേ ഉള്ളൂ. ഇനി നിങ്ങൾ കണ്ടോണ്ടി, പരീക്ഷൻ്റെ തലേന്നത്തെ ലൈവിൽ 2000, 3000, 4000, 5000 ആളൊക്കെ വരും. എന്നിട്ടുണ്ടാവും സാറേ ഇത് മാത്രം പഠിച്ചാൽ കിട്ടുമെന്ന്. പിന്നെ പരീക്ഷയുടെ തലേന്ന് ഇപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ പരീക്ഷയുടെ തൊട്ട് തലേ ദിവസത്തെ ലൈവിന് വരുന്ന ആൾക്കാരുണ്ട്, അവർ ആ ലൈവും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ആ ലൈവ് കണ്ട അവർക്ക് അത്രയെങ്കിലും ഉപകാരപ്പെടും. ആ ലൈവിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മോഡൽ എക്സാമിലൊക്കെ ലൈവ് നമ്മൾ കണ്ടിട്ടാ പോയതല്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ ചോദിച്ചത്. പക്ഷെ ചോദ്യപേപ്പർ ഇട്ട എൻ്റെ അപ്പം മുജീബ് റഹ്മാന്റെ ചോദ്യപേപ്പറാ? അല്ല. നമ്മൾ മാക്സിമം പോസിബിൾ സാധനം തരുന്നു എന്നുള്ളൂ, അല്ലേ? ആൻഡ് അസ് ഓഫ് നൗ ദ ടെൻഡൻസി ഈസ്, പരീക്ഷയ്ക്ക് ഇൻ കേസ് നമ്മൾ പറയാത്ത ചോദ്യം വന്നാൽ കുട്ടികൾ കമന്റ് ബോക്സിൽ വന്നിടുകയാണ്, സാർ എന്ത് പരിപാടിയാണ് കാണിച്ചത്. അപ്പൊ കുട്ടികളെ വിചാരം എന്താ? ചോദ്യപേപ്പർ ഇടുന്നത് നമ്മളാണ് എന്നാണ്. യു ഗോട്ട് ദ പോയിന്റ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ, അല്ലേ? അതേപോലെ വന്ന് നിങ്ങളിപ്പോൾ നമ്മൾ കുറച്ചാളുള്ളത് കൊണ്ടൊന്ന് പറഞ്ഞ കേട്ടോ ഇൻ ബിറ്റ്വീന്, അതേപോലെയുള്ള ഒരു പരിപാടിയാണ്. ഞാനൊരിക്കൽ ഒരു കമന്റ് ബോക്സ് നോക്കിയപ്പോഴേ ഞാൻ അങ്ങനെ കണ്ട കാര്യമാണ്. നമ്മൾ മാത്സിന്റെ +2 മാത്സിന്റെ കമന്റ് ബോക്സിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. +2 മാത്സിന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ആണ്, സാറേ നിങ്ങൾ 300 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു 30 ക്വസ്റ്റ്യൻ വന്നാൽ ഇത്ര സംഭവമാണോ എന്ന്. ഇത്ര സംഭവമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതിൻ്റെ അടിയിൽ കമന്റ് ഇട്ട്, നമുക്കൊരു പണി ചെയ്യാം, ഇനി എജുപോർട്ടിൽ നിന്ന് അധ്യാപകരെ വിട്ടെന്നിട്ട് പരീക്ഷ എഴുതിച്ച് തന്ന് നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി തരാന്ന്. സോ ലൈക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നമ്മൾ 20 ചോദ്യം, നിങ്ങളെ പറ്റിയല്ല കേട്ടോ, കുറെ ആളുകളുടെ വിചാരം എന്താ, നമ്മളൊരു 30 ചോദ്യം തരിക, ആ 30 ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അജാസ് ഖാനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകില്ലേ? വിജിലൻസ് വന്ന് പിടിച്ചുകൊണ്ടുപോകില്ലേ ചോദ്യപേപ്പർ ചോർത്തിയിട്ട്? നിങ്ങൾ ആലോചിച്ചൊക്കെ, ആ മനുഷ്യൻ എന്നിട്ട് ഒരു സെല്ലിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി സെല്ലിൽ ബെർമുടിയിട്ട് നിൽക്കുന്നത്, അണ്ടർവെയർ ഇട്ട് നിൽക്കുന്ന അവസ്ഥ ആലോചിച്ചു. സെല്ല് കയറ്റിയാൽ പിന്നെ ഡ്രസ്സ് ഇടാൻ കൊടുക്കൂല. അങ്ങനെയാണ് പ്രതികൾക്ക് സെല്ല് കയറ്റി കഴിഞ്ഞാൽ ഡ്രസ്സ് ഇടാൻ കൊടുക്കൂല. കൊടുത്തു കഴിഞ്ഞാൽ സെല്ലിൽ തൂങ്ങി മരിക്കാനുള്ള ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് അജാസ്ക്ക് അങ്ങനെ അണ്ടർവെയർ ഇട്ട് നിൽക്കുക സെല്ലിന്റെ ഉള്ളിൽ. ഓക്കെ, സോ ലൈക്ക് ഇറ്റ്സ് എ പ്രോബ്ലം. അപ്പൊ അങ്ങനെ ഒന്നും ആരും വിചാരിക്കണ്ട. അത്യാവശ്യം പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ സാധനം കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. എനിവേ, കുറച്ചൊക്കെ ഒന്ന് മെനക്കെടണം. ഒരു ലൈവിനും വരില്ല, ലൈവും കാണൂല, ഒന്നും കാണൂല. ലാസ്റ്റ് പരീക്ഷയ്ക്ക് വന്നിട്ട് അതിനെങ്ങാനും ഇൻ കേസ് ചോദിച്ചില്ലേ, ഫുൾ മാർക്ക്, നമ്മൾ സാധാരണ എല്ലാ എക്സാമിനും നമ്മൾ പറയുന്ന ചോദിക്കാറ്,
ബട്ട് ഇൻ കേസ് ഏതെങ്കിലും നമ്മൾ പറയാത്ത ചോദിച്ചാൽ പിന്നെ ആകെ പ്രശ്നമാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എനിവേ ലീവ് ഇറ്റ്. വെൽക്കം ഹിയർ. അപ്പൊ നമുക്ക് നമ്മൾ സീലത്തിന്റെ പ്രസൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രൂ സീലോമുള്ള ജീവികളുണ്ട്. അവരെ നമുക്ക് സീലോമേറ്റ്സ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? സീലോമേറ്റ്സ്. സോ വാട്ട് ഈസ് ട്രൂ സീലോം? ഇതിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ടതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഡെഫിനിഷൻ എന്താ. അജാസ്കാർ ഒന്ന് ആലോചിച്ച് നോക്കുക. അജാസ്ക എങ്ങനെ പിടിച്ചു നിൽക്കുക അണ്ടർവെയർ ഇട്ടിട്ട്. So leave it. So what is true coelom? It is a body cavity which is lined by mesoderm. It is a നമുക്ക് ഇത് mesoderm ആണ്, ഇവിടെയും mesoderm ആണ്. So a body cavity which is lined by mesoderm is called true coelom. ഇതിന്റെ ഡെഫിനിഷൻ ചോദിക്കും. ഞാൻ ഇത് മാത്രം ഇങ്ങനെ പറയാൻ കാരണം ഡെഫിനിഷൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു ടൈപ്പ് സീലോം ഉണ്ട്, അതാണ് സ്യൂഡോ സീലോം. ദാറ്റ് ഈസ് യു ക്യാൻ സീ എൻഡോഡേം, യു ക്യാൻ സീ എക്ടോഡേം. എക്ടോഡേമും എൻഡോഡേമും കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ദർ ഈസ് എ ക്യാവിറ്റി. ബട്ട് ദാറ്റ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്യാവിറ്റി, വിച്ച് ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡം. മീസോഡം കൊണ്ട് ലൈൻ ചെയ്തിട്ടില്ല, പകരം മീസോഡം ഈസ് പ്രസന്റ് ആസ് സ്കാറ്റേർഡ് പൗച്ചസ്. ഈ ക്യാവിറ്റിയിൽ പല ഭാഗത്തും പൗച്ചുകളായിട്ട് മീസോഡം കാണാൻ പറ്റും. ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ, സോ ദർ ഈസ് എ ബോഡി ക്യാവിറ്റി വിച്ച് ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡം. ദ ബോഡി ക്യാവിറ്റി വിച്ച് ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡം. ഇൻസ്റ്റെഡ് മീസോഡം ഈസ് പ്രസന്റ് ആസ് സ്കാറ്റേർഡ് പൗച്ചസ് വിത്തിൻ ദ ബോഡി ക്യാവിറ്റി. റെഡി ആണല്ലോ? ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് ബോഡി ക്യാവിറ്റി ഈസ് കോൾഡ് സ്യൂഡോസീലോം അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്യൂഡോസീലോം എന്ന് വിളിക്കുക. റെഡി ആണോ? ഓക്കെ, സ്യൂഡോസീലോം എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് വാട്ട്? ഇതെന്താ? മീസോഡേം ആണ്. ദിസ് ഈസ് മീസോഡേം. സോ ദിസ് സ്പേസ് ഈസ് കോൾഡ് സ്യൂഡോസീലോം. സീലോം. ഇനി നോക്കൂ, ട്രൂ സീലോമുള്ള ആനിമൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? സീലോമേറ്റ് എന്ന് വിളിക്കാം. ട്രൂ സീലോമുള്ള ആനിമൽസിനെ നമുക്ക് സീലോമേറ്റ്സ് എന്ന് വിളിക്കാം. സോ സീലോമേറ്റ്സിൽ ആരൊക്കെയാ ഉൾപ്പെടുക നമുക്ക് നോക്കാം. സ്യൂഡോ സീലോമുള്ള ആളുകളെ നമ്മൾ എന്താ വിളിക്കുക? സ്യൂഡോ സീലോമേറ്റ്സ് എന്ന് വിളിക്കാം. ഇനി സീലം ഇല്ലാത്ത ആളുകളെയോ നമ്മൾ അസീലോമേറ്റ്സ് എന്നല്ല വിളിക്കുക. സീലോം ഇല്ലാത്ത ആളുകളെ അസീലോമേറ്റ്സ് എന്ന് വിളിക്കും. നോക്കൂ, അസീലോമേറ്റ് ആരൊക്കെ? പ്ലാറ്റി ഹെൽമിന്തസ് വരെയുള്ള എല്ലാവരും അസീലോമേറ്റ് ആണ്. പ്ലാറ്റി ഹെൽമിന്തസ് വരെയുള്ള ആർക്കും സീലോം ഇല്ല. അപ്പൊ ആരൊക്കെ? പോറിഫെറ, സീലിൻഡ്രേറ്റ, ടീനോഫോറ, ദെൻ പ്ലാറ്റി ഹെൽമിന്തസ്, അതുവരെയുള്ള ആർക്കും സീലോമില്ല. എല്ലാവരും അസീലോമേറ്റ്സ് ആണ്. ഇനി സ്യൂഡോ സീലോമിന്റെ എക്സാമ്പിളോ? ഒരൊറ്റ ആളല്ലേ ഉള്ളൂ, ആസ്കെൽമിന്തസ് മാത്രല്ലേ. ആസ്കെൽമിന്തസ് മാത്രമാണ് സ്യൂഡോ സീലോമുള്ള ആളുകളുടെ എക്സാമ്പിൾ. വെരി ഗുഡ്. സീലോമേറ്റോ? നമുക്ക് അനലീഡ മുതൽ കോർഡേറ്റ വരെയുള്ള എല്ലാവരും, അനലീഡ ടു കോർഡേറ്റ. ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചോളൂ കേട്ടാ. ഇതിന്റെ ഡെഫിനിഷൻ പഠിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചാൻസ് ഈസ് വെരി ഹൈ. ഓക്കെ, അപ്പൊ നമ്മൾ സീലോവും പഠിച്ചു കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മൾ ഇതുവരെ? നമുക്ക് ഒന്നുകൂടി പറഞ്ഞു. ബേസിസ് ഓഫ് ആനിമൽ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ, സിമെട്രി, നമ്പർ ഓഫ് എംബ്രിയോണിക് ലെയേഴ്സ്, പ്രസൻസ് ഓഫ് സീലോം, 5 ബോഡി സെഗ്മെന്റേഷൻ, 6 പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. അതിലെ എംബ്രിയോണിക് ലെയർ, നമ്മൾ പ്രസൻസ് ഓഫ് സീലോം ആണല്ലേ പറയേണ്ടത്. ഐ എം സോറി, പ്രസൻസ് ഓഫ് സീലോം വരെയുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റെഡി ആണല്ലോ? റെഡി അല്ലേ? അടുത്ത ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബോഡി സെഗ്മെന്റേഷൻ. ഇനി നമുക്ക് ബോഡി സെഗ്മെന്റേഷൻ നോക്കാം. അതിനങ്ങനെ ബേസ് ചെയ്ത് ഭയങ്കര ചോദ്യമൊന്നും വരാറില്ല കേട്ടോ. ബോഡി സെഗ്മെന്റേഷന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? മെറ്റാമറിസം. ബോഡിയെ ഇങ്ങനെ കുറെ സെഗ്മെന്റുകളാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് മെറ്റാമറിസം. ഓക്കെ, സോ ബോഡി സെഗ്മെന്റേഷൻ കാണിക്കുന്ന 3 ഫൈലങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണെന്നല്ലേ? അനലീഡ. ഫൈലം അനലീഡ ബോഡി സെഗ്മെന്റേഷൻ കാണിക്കുന്നുണ്ട്. ഫൈലം ആർത്രോപോഡ ബോഡി സെഗ്മെന്റേഷൻ കാണിക്കുന്നുണ്ട്. ഫൈലം കോർഡേറ്റ. ഇത്രയും ഫൈലങ്ങളാണ് മെറ്റാമറിസം അല്ലെങ്കിൽ ബോഡി സെഗ്മെന്റേഷൻ കാണിക്കുന്ന ആളുകൾ. ഇനി പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, അതാർക്ക് മാത്രമേ ഉള്ളൂ? കോർഡേറ്റക്ക് മാത്രമേ ഉള്ളൂ. നോട്ടോകോഡ് ഇല്ലാത്ത ആളുകളെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് നോൺ കോർഡേറ്റ്സ്. നോട്ടോകോഡ് ഇല്ലാത്തവർ. നോട്ടോകോഡ് ഉള്ള ആളുകളെ മാത്രം നമ്മൾ പറയുന്ന പേരാണ് കോർഡേറ്റ്സ്. സെറ്റിലടാ മക്കളെ? റെഡി അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു. ബേസിസ് ഓഫ് ആനിമൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഫൈലങ്ങളാണ്. സോ വെനെവർ യു സ്റ്റഡി എനി ഫൈലം, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയോ? നമ്പർ 1, റീസൺ ഫോർ ദെയർ നെയിമിങ്. അവർക്ക് ആ പേര് വരാനുള്ള കാരണം നിങ്ങൾ പഠിക്കണം. 2, അവരുടെ ബോഡിയുടെ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. സ്ട്രക്ചർ ഓഫ് ദെയർ ബോഡി. 3, നോക്കൂ, ഓരോ ഫൈലത്തിനും
സ്പെസിഫിക് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ചില സ്പെഷ്യൽ ഫീച്ചറുകൾ ഉണ്ടായിരിക്കണം. ആ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം, കമ്പൽസറി ആയിട്ട് പഠിക്കണം. സെറ്റല്ലേ മക്കളെ? ഓക്കെ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ചില ഫൈലങ്ങളുടെ കേസിൽ, ഇപ്പോൾ നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ് മുതലുള്ള ആളുകളുടെ കേസിൽ എക്സ്ക്രീറ്ററി ഓർഗൻസിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്. ആ എക്സ്ക്രീറ്ററി ഓർഗൻസിൻ്റെ പേര് പഠിക്കണം. ദെൻ ഗൈസ്, നമ്മുടെ ഫ്രം യുവർ ആർത്രോപോഡ ഓൺവാർഡ്സ്, ആർത്രോപോഡ് മുതലുള്ള ജീവികൾക്ക് റെസ്പിറേറ്ററി ഓർഗൻസിന്റെ പേര് തന്നിട്ടുണ്ട്. ഇത് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് അവസാനം ഓഫ് കോഴ്സ് ഒബ്വിയസ്ലി നമ്മൾ എന്ത് പഠിക്കണം? എക്സാമ്പിൾസ് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ഫൈലത്തെയും കുറിച്ച് നിങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് പറയാം. അപ്പോൾ NCERT ഒരുപാട് ലൈൻ ബൈ ലൈൻ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ഇതുവരെ സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. ഇതുവരെ അങ്ങനെ അത്ര ടഫായിട്ട് അത്ര ടൈറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. ബട്ട് ദർ ഈസ് എ പോസിബിലിറ്റി, ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, കുറച്ചുകൂടെ ടൈറ്റ് ആക്കുന്ന പരീക്ഷ എന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ളതാണ് ഞാൻ. നിങ്ങൾക്ക് എന്നോട് എന്ത് ദേഷ്യം വേണമെങ്കിലും തോന്നാം, നോ പ്രോബ്ലം. പരീക്ഷ ഭയങ്കര സിമ്പിളാക്കിയിട്ടേ ആരും ഒന്നും പഠിക്കുന്നില്ല, വെറുതെ പരീക്ഷയ്ക്ക് അങ്ങ് പോവുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി മാറിയിട്ടുണ്ട്. സോ നോട്ട് ബി ദാറ്റ് സിമ്പിൾ, കുറച്ചൊക്കെ ടൈറ്റ് ആവണം. വെറുതെ അങ്ങനെ A+ കിട്ടിയ ഒരു സുഖം ഉണ്ടാവില്ല. ഓക്കെ. പക്ഷെ പരീക്ഷ ടൈറ്റായി നിങ്ങൾ പേടിക്കണ്ട, ആർക്കും മാർക്ക് ഉണ്ടാവില്ലല്ലോ. പരീക്ഷ കുറച്ചൊക്കെ ടൈറ്റായ ആർക്കും മാർക്ക് ഉണ്ടാവില്ല, നമുക്കും മാർക്ക് ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ അഡ്മിഷനെയും ബാധിക്കൂല. ഇത് പരീക്ഷ ഭയങ്കര സിമ്പിൾ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികളുടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച്, നിങ്ങൾ സിസ്റ്റമാറ്റിക്കായി പഠിക്കാറുണ്ട് കാലാകാലം ഇരുന്ന് പഠിക്കണം എന്നൊന്നും ഞാൻ പറയൂല. നിങ്ങൾ മനുഷ്യൻ്റെ മക്കളല്ലേ, റോബോട്ടിൻ്റെ കുട്ടികളല്ലല്ലോ. ഓക്കെ, യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്. അല്ല, പരീക്ഷ അടുക്കുമ്പോഴെങ്കിലും, അതൊക്കെ നമ്മൾ നീറ്റിനൊക്കെ പഠിക്കുമ്പോൾ മതി എല്ലാ സെക്കൻഡും പഠിക്കുന്നത്. പക്ഷെ പരീക്ഷ അടുക്കുമ്പോഴെങ്കിലും അത്യാവശ്യം നന്നായിട്ടിരുന്ന് പഠിക്കാനുള്ള ഒരു മിനിമം മനോഭാവം വേണ്ടേ? അതുപോലും ഇല്ല ഇപ്പോൾ നമ്മുടെ ജനറേഷനിലെ പലർക്കും. ഓക്കെ, സോ അതൊക്കെ ഒന്ന് മാറിപ്പോണം അല്ലേ? പരീക്ഷ ഭയങ്കര സിമ്പിളാക്കി പിള്ളേർക്ക് ഒരു വില ഇല്ലാണ്ടായിട്ടുണ്ട് പരീക്ഷയെ. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്. സാറെ കരിനാവ് എടുക്കല്ലേ? ഓക്കെ, കുഴപ്പമില്ല. യു മേ ബ്ലെയിം മീ ഫോർ തിങ്സ്. സോ എനിവേ ലീവ് ഇറ്റ്. സോ കം ഹിയർ. പേടിപ്പിക്കില്ല, എക്സാം സിമ്പിൾ ആവാനേ സാധ്യതയുള്ളൂ. ഞാൻ വെറുതെ, നിങ്ങൾക്ക് സമയമുണ്ട്, പരീക്ഷയ്ക്ക് സമയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സാം സിമ്പിൾ ആവും നമ്മൾ പ്രതീക്ഷിച്ച് എന്തിനാ വെറുതെ ടൈറ്റ് ആക്കുന്നത്? കുറച്ച് ടൈറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചു. ഓൾറെഡി നിങ്ങൾക്ക് ഒരു പണി കിട്ടിയതല്ലേ. നോട്ടോ കോഡിന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ, ഇതൊന്നും ഇന്നത് ഇമ്പോർട്ടന്റ് ആണ് ഇന്നത് ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള ഡെഫിനിഷൻ ഒന്നും ഒരിക്കലും നമുക്ക് ഒരു ഇയറിലും എഴുതി വെക്കാറില്ല, എഴുതി വെച്ച് തരാറുമില്ല. പക്ഷെ നോട്ടോ കോഡിന്റെ ഡെഫിനിഷൻ NCERT പറയുന്നുണ്ട്. ബട്ട് സോഫാർ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, അത്രേ ഉള്ളൂ. വാട്ട് ഈസ് നോട്ടോ കോഡ്? ഇറ്റ് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ. അതായത് നമ്മുടെ എംബ്രിയോയിൽ 3 ലെയർ ഉണ്ടല്ലോ, എക്ടോഡം, എൻഡോഡം, മീസോഡം. അതിലെ മീസോഡം ലെയറിൽ നിന്നുണ്ടായി വരുന്ന ഒരു റോഡ് ലൈക്ക് ROD ദണ്ട് പോലെയുള്ള സ്ട്രക്ചറാണ് വിച്ച് ഈസ് ഫോംഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഓഫ് ബോഡി ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. എംബ്രിയോണിക് ഡെവലപ്മെന്റ് സമയത്ത്, ക്ലിയർ ആണോ മക്കളെ? എംബ്രിയോണിക് ഡെവലപ്മെന്റ് സമയത്ത് ബോഡിയുടെ ഡോർസൽ സൈഡിൽ ഉണ്ടാവുന്ന റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം നോട്ടോകോഡ്, which is derived from mesoderm. So it is a mesodermally derived rod like structure formed on dorsal side of body. Clear അല്ലേ? റെഡി അല്ലേ? സാറെ കാണാൻ ക്ലിയർ ഇല്ലല്ലോ, അത് നമ്മൾ റിൻഷാദ് റെഡിയാക്കേണ്ടതാണ്. റിൻഷാദ്, കുട്ടികൾ എന്തോ ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട്, ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഇറ്റ് ഈസ് എ mesodermally derived rod-like structure formed on dorsal side of body during embryonic development. Okay, റിൻഷാദേ, റിൻഷാദ് ഇല്ല ഇവിടെ? ആ റിൻഷാദിനോടൊന്ന് വരാൻ പറയോ? ഓക്കെ, റിൻഷാദ് ഇപ്പോൾ ഒന്ന് റെഡി ആക്കൂട്ടോ മക്കളെ. എന്നാ വേഗം വാ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പൊ ഈ കാര്യങ്ങൾ റെഡിയല്ലേ? നമുക്ക് ഓരോ ഫയലുകളും നോക്കിയാലോ? സ്ക്രീനും ചെറുതാണ് അല്ലേ? നമ്മൾ റിൻഷാദിനോട് പറയാം. ഞാൻ ഇതിൽ വലുതാക്കി എഴുതുന്നു. നമുക്ക് ഈ ഒരു ഐപാഡ് ഫുള്ള് ഫിൽഡാ, ഈ ഒരു ഐപാഡ് മൊത്തം ഫിൽഡാ. പക്ഷെ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിൻഷാദ് ചെറുതാക്കി വെച്ചതാണ്. ഓൾ ബ്ലെയിം ഗോസ് ടു റിൻഷാദ്. റിൻഷാദ് കേട്ടിട്ട് അവിടെ നിന്ന് എന്നെ പറയുന്നുണ്ട്, ചങ്ങായി എന്നെ കുറ്റം പറയുന്നത്. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്.
ലൈവ് എപ്പോഴാണ് തുടങ്ങിയത്? ലൈവ് കുറച്ച് നേരമായിട്ടുള്ള തുടങ്ങിയത്. നമ്മൾ ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലേ? ഇനി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ரொம்ப ദൂരം പോയിട്ടാണ്. റിൻഷാദ് എവിടെ? റിൻഷാദ് പോയോ? അപ്പോൾ ആരപ്പോൾ ഇതിൻ്റെ ആള്, ലൈവിൻ്റെ ഒക്കെ നോക്കുന്ന ആളാരാ? നിങ്ങളാണോ? ഇത് ഒന്ന് ക്ലിയർ ഇല്ല, ഇത് ക്ലാരിറ്റി ഇല്ല. നോക്ക്, അത് ഇതിനകത്തല്ലല്ലോ, ക്യാമറയിൽ ഫോക്കസ് ഔട്ട് ആയിരിക്കും. നോക്കി നോക്ക്, ഫോക്കസ്ഡ് തന്നെ ആണോ? ഫോക്കസിൻ്റെ അല്ല അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഇനി ആ സ്ക്രീൻ ഒന്ന് സൈസ് കൂട്ടിക്കേ. OBS വർക്ക് അതിൽ കിട്ടൂല, OBS വർക്ക്. ഇനി അതിനകത്ത് ആ മെയിൻ സ്ക്രീൻ എടുക്കും, മറ്റേ സ്ക്രീൻ. ദാറ്റ് വൺ. അതിൽ ക്ലിക്ക് ചെയ്യും. അത് ഭയങ്കര ചെറുതാ, അത് വലുതാക്ക്. അത് ഭയങ്കര ചെറുതാ, കുട്ടികൾക്ക് കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയല്ലടാ, എനിക്കും അറിയില്ല ചെറുതാക്കാൻ, ഞാൻ ആക്കിക്കോളാം. എന്നാ പണി ചെയ്ത് ഒന്ന് റെഡിയാക്കാതെ പോയേക്കോ. അങ്ങനെയല്ല, ഞാൻ ചെയ്തോളാം, നീ പൊക്കോ. നീ അവിടെ പോയി നിന്നേ, നീ അവിടെ നിൽക്കുക എൻ്റെ സ്ഥാനത്ത്. സൈസ് യു അവിടെ നിൽക്കുക, അവിടെ കയറ മതി, കുഴപ്പമില്ല. മക്കളെ റെഡിയല്ലേ? ഇനി ആ മറ്റേ ഇത് തുറക്ക്, താഴെയുള്ള. ഓക്കെ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് റെഡിയാണെന്ന് തോന്നുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. ഇപ്പോൾ സെറ്റ് അല്ലേ? ഓക്കെ, കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന പണികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബാ. സോ ലുക്ക് ഗൈസ്, ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഫൈലം പോറിഫറ. ഓക്കെ, സോ ഫൈലം പോറിഫറയുടെ ഫസ്റ്റ് പോയിന്റ്, റീസൺ ഫോർ നെയിമിങ്. ദി ആർ അതർവൈസ് കോൾഡ് സ്പോഞ്ചസ്. ഇവരുടെ മറ്റൊരു പേരാണ് സ്പോഞ്ചസ്. അപ്പോൾ ഇവർക്ക് പോറിഫറ അല്ലെങ്കിൽ സ്പോഞ്ചസ് എന്ന് പേര് വരാനുള്ള കാരണം എന്താ? ഡ്യൂ ടു പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഒസ്റ്റിയ അല്ലെങ്കിൽ പോർസ് ഇൻ ദെയർ ബോഡി. ഇവന്മാരുടെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ ഇവരുടെ ബോഡിയുടെ മുകൾ ഭാഗത്തൊരു വലിയ ഓപ്പണിംഗ് ഉണ്ട്, ദറ്റ് ഈസ് കോൾഡ് ഓസ്കുലം. ഇവരുടെ ബോഡി നിറയെ ചെറിയ ഓപ്പണിംഗ് ഉണ്ട്, ദറ്റ് ഈസ് കോൾഡ് ഓസ്റ്റിയ. ഇവരുടെ ബോഡിയിൽ നിറയെ ചെറിയ ഓപ്പണിംഗ് ഉണ്ട്, ദോ സ്മോൾ ഓപ്പണിങ്സ് ആർ കോൾഡ് ഓസ്റ്റിയം അല്ലെങ്കിൽ ഓസ്റ്റിയ. അല്ലടാ, ഓസ്റ്റിയം അതിൻ്റെ പ്ലൂരലാണ് ഓസ്റ്റിയ. ആൻഡ് മുകളിൽ വലിയൊരു ഓപ്പണിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഓസ്കുലം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്കുലം. സോ ലുക്ക്, ഇവരുടെ ബോഡിയിൽ വാട്ടർ ഈ ഒസ്റ്റിയത്തിലൂടെ ഇവരുടെ ബോഡി ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യും ആൻഡ് ഒസ്കുലത്തിലൂടെ പുറത്തോട്ട് പോകും. ഓക്കെ, സോ ദേ ഹാവ് എ സെൻട്രൽ ബോഡി ക്യാവിറ്റി, ദറ്റ് ഈസ് കോൾഡ് സ്പോഞ്ചോ സീൽ. എന്താ വിളിക്കുക? ദറ്റ് ഈസ് നമ്മൾ സീലോം അല്ല കേട്ടോ, ഒരു സെൻട്രലുള്ള ഒരു ക്യാവിറ്റിയാണ്. ആക്ച്വലി നോക്ക്, ഇതൊക്കെ ഒസ്റ്റിയകൾ, ഈ സൈഡിലൊക്കെ കുഞ്ഞി ഒസ്റ്റിയകളിൽ, മുകളിൽ ഒസ്കുലം. അപ്പോൾ ഇതാണ് ഒസ്റ്റിയകൾ, കാണുന്നുണ്ടോ? ഇതാണ് ഒസ്റ്റിയകൾ. അപ്പോൾ ആ ഒസ്റ്റിയകൾ ഇവിടെയുണ്ട്. ബോഡിയുടെ നടുവിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. ദിസ് ക്യാവിറ്റി ഈസ് കോൾഡ് സ്പോഞ്ചോ സീൽ. ഈ ക്യാവിറ്റിയുടെ പേരാണ് സ്പോഞ്ചോ സീൽ. ഓക്കെ, സോ ഇങ്ങനെ ബോഡിയിൽ നിറയെ സ്പോറുകൾ ഉള്ളത്, പോർ എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ. ആ സുഷിരങ്ങൾ ഉള്ളത് കൊണ്ടാണ് പോറിഫറ എന്ന് പറയുന്ന ടേം കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് സ്പോഞ്ച് എന്നുള്ള പേരും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു, റീസൺ ഫോർ നെയിമിങ് പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്ക്, വാട്ടർ ഓൾവേസ് എൻ്റർ ത്രൂ ഒസ്റ്റിയ ഇൻ ടു ദി സ്പോഞ്ചോസീൽ. ഒസ്റ്റിയകളിലൂടെ വാട്ടർ നിരന്തരമായിട്ട് സ്പോഞ്ചോസീലിലേക്ക് എൻ്റർ ചെയ്യും, അത് ഒസ്കുലത്തിലൂടെ പുറത്തോട്ട് പോകും നിരന്തരമായിട്ട്. ഇത് ഇവരുടെ ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ദിസ് ഈസ് കോൾഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ കനാൽ സിസ്റ്റം. ഇതിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ കനാൽ സിസ്റ്റം. +2 എക്സാം പൊളിന്ന് ആരൊക്കെ വന്ന് കമന്റ് ഇടുന്നുണ്ട്. ഓക്കെ, സന്തോഷം. ഓക്കെ,
വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ കനാൽ സിസ്റ്റം എന്നാണ് അതിനെ വിളിക്കുക. ഇത് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ഇത് സ്പോഞ്ചുകളെ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട് കുട്ടികളെ? ഒന്ന്, പുറമെ നിന്ന് വെള്ളം ഉള്ളിലേക്ക് വരുമ്പോൾ ഇവർക്ക് വേണ്ട ഫുഡ് കിട്ടാൻ സഹായിക്കും. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫുഡ് ഗ്യാതറിങ്, ഫുഡ് കിട്ടാൻ സഹായിക്കും. നമ്പർ 2, ഇവർക്ക് വേണ്ട ഓക്സിജൻ ഒക്കെ ഉള്ളിലേക്ക് വരും. ഇവരുണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളം പുറത്തോട്ട് പോകുമ്പോൾ പുറത്തോട്ട് പോകും. സോ ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ റെസ്പിറേഷൻ, ഇവരെ റെസ്പിറേഷന് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഇവരെ സഹായിക്കുക കുട്ടികളെ? മൂന്നാമതായിട്ട് എന്തിനാ ഇവരെ സഹായിക്കുക? നോക്കൂ, ഇവരുണ്ടാക്കുന്ന വേസ്റ്റുകളെ, ഇവരുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന വേസ്റ്റിനെ പുറന്തള്ളാൻ വേണ്ടി പറ്റും ഈ വെള്ളം പുറത്തോട്ട് പോകുമ്പോൾ അല്ലേ. സോ ദാറ്റ് ഈസ് എക്സ്ക്രീഷൻ. ഈ 3 ഫംഗ്ഷനാണ് ഇത് സഹായിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നോ ലാസ്റ്റ് പോയിന്റ്, എക്സാമ്പിൾസ്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞോടാ, ഇത്ര മതി. എക്സാമ്പിൾസ് ഏതൊക്കെ? സൈക്കൺ അല്ലെങ്കിൽ സ്കൈഫ, സ്പോഞ്ചില്ല അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യൂസ്പോഞ്ചിയ അല്ലെങ്കിൽ ബാത്ത് സ്പോഞ്ച്. ദീസ് ആർ ദ എക്സാമ്പിൾസ്. സൈക്കൺ അല്ലെങ്കിൽ സ്കൈഫ, സ്പോഞ്ചില്ല അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യൂസ്പോഞ്ചിയ അല്ലെങ്കിൽ ബാത്ത് സ്പോഞ്ച്. സെറ്റേഷ് ആണോ? റെഡി അല്ലേ? റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ പോറിഫറ കഴിഞ്ഞു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സെക്കൻഡ് ഫൈലം. അതിന് മുമ്പ് മറ്റൊരു കാര്യമുണ്ട്. ഐ എം റിയലി സോറി. ഈ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ കനാൽ സിസ്റ്റം പ്രവർത്തിക്കാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേക സെല്ലുണ്ട്. ആ സെല്ലിൻ്റെ പേരെന്താടാ? കൊയാനോസൈറ്റ് അല്ലെങ്കിൽ കോളർ സെൽ. ഇതാ ഇത്ര പോയിന്റ്സ്. ഇപ്പം ഞാൻ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള ഇത്രയും പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. കൊയാനോസൈറ്റ് അല്ലെങ്കിൽ കോളർ സെൽ. ഈ സെല്ലിൻ്റെ സഹായത്തോടെയാണ് എന്ത് നടക്കുന്നത്? വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം നടക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ലെറ്റ്സ് ടോക്ക് അബൌട്ട് സീലിൻഡ്രേറ്റ. സീലിൻഡ്രേറ്റ, ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ്, ഇയാളുടെ മറ്റൊരു പേരെന്താടാ? നിഡേറിയ. അല്ലടാ മക്കളെ, ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് നിഡേറിയ. സീലിൻഡ്രേറ്റ ഈസ് അതർവൈസ് കോൾഡ് നിഡേറിയ. നോക്കൂ, ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ പേര് കിട്ടിയത്? ഫസ്റ്റ് പോയിന്റ് അതാ, റീസൺ ഫോർ നെയിമിങ്. ബിക്കോസ് ഈ സീലിൻഡ്രേറ്റകളുടെ അല്ലെങ്കിൽ നിഡേറിയകളുടെ ബോഡിയിൽ ഒരു പ്രത്യേക സെല്ലുണ്ട്. ആ സെല്ലിൻ്റെ പേരെന്താ? നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സെല്ല് ഇവരുടെ ബോഡിയിലുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റിന്റെ പ്രസൻസ് കാരണമാണ് ഇവർക്ക് ഈ പേര് കിട്ടിയിട്ടുള്ളത് അല്ലേ. സോ ദിസ് ഈസ് ദ നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്. നിഡോസൈറ്റ്. ഈ നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റിനകത്ത് ഒരു സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഉണ്ട്. ഈ ക്യാപ്സ്യൂളിന്റെ പേരെന്താ? നെമാറ്റോസിസ്റ്റ് എന്നല്ലേ വിളിക്കുക? നെമാറ്റോസിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഏതാന്ന് ചോദിക്കും. ഈ സെല്ലിന്റെ ചിത്രം തന്നിട്ട് ഇത് ഏതാന്ന് ചോദിക്കും. ഇനി നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ് ഇവരെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദിസ് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്? നമ്പർ 1, നോക്കൂ, ഡിഫെൻസ്. ഇവരെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അയാൾക്കെതിരെ ഡിഫെൻസിന് ഇവർ ഈ നിഡോബ്ലാസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇര പിടിക്കാൻ, ക്യാപ്ചർ ഓഫ് പ്രേ, ഇര പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ആങ്കറേജ്, എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി ഇവർ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ യൂസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവരുടെ ബാക്കി സ്ട്രക്ചറുകൾ നോക്കാം. നോക്കൂ, നമുക്ക് 2 രീതിയിൽ സീലിൻഡ്രേറ്റ് അല്ലെങ്കിൽ നിഡേറിയകളെ കാണാൻ പറ്റും, 2 രൂപത്തിലുള്ള ആളുകളെ. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ആളുകൾ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന നമ്മുടെ ഹൈഡ്രയെ പോലെയൊക്കെയുള്ള ആളുകളാണ്. കണ്ടോ, ഇവരുടെ ടെൻഡക്കിൾസ് ആണിത്. ഇവർ എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈപ്പ് ആളുകളാണ്. രണ്ടാമത്തത് ഒഴുകി നടക്കുന്ന ജെല്ലി ഫിഷ് പോലെയുള്ള ആളുകളാണ് രണ്ടാമത്തെ ടീം. ഇങ്ങനെ 2 തരത്തിലുള്ള നിഡേറിയകളെ കാണാൻ പറ്റും നമുക്കല്ലേ. ഈ ഫസ്റ്റ് ഫോമിനെ നമ്മൾ എന്താ വിളിക്കുക? പൊളിപ്പ് ഫോം എന്നും രണ്ടാമത്തെ ഫോമിനെ നമ്മൾ മെഡൂസ ഫോം എന്നുമാണ് വിളിക്കുക. സോ നിഡേറിയ എക്സിബിറ്റ് 2 ബോഡി ഫോംസ്. 2 രൂപത്തിലുള്ള നിഡേറിയകളെ കാണാൻ പറ്റും, പൊളിപ്പ് ഫോം ആൻഡ് മെഡൂസ ഫോം. പൊളിപ്പിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് സെസൈൽ, എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ. മെഡൂസ എന്താണ് കുട്ടികളെ? ഫ്രീ സ്വിമ്മിങ് ആണ്, ഒഴുകി നടക്കുന്ന ആളുകളാണ്. ക്ലിയർ ആണല്ലോ? വെരി ഗുഡ്. ഇതിന്റെ എക്സാമ്പിൾസ് ചോദിക്കും കേട്ടോ. പൊളിപ്പ് രൂപത്തിലുള്ള ആളുടെ 2 എക്സാമ്പിൾ പഠിച്ചോളൂ. നമ്പർ 1, ഹൈഡ്ര. നിങ്ങളുടെ NCERT ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. NCERT പിക്ചർ തന്നത് ആരെയാന്ന് ചോദിക്കും. NCERT ആ പിക്ചറിലുള്ളത് അഡാംസിയയാണ്. എന്താടാ? അഡാംസിയ, സി എനിമോൺ എന്ന് പറയുന്ന ആള്. ഇനി മെഡൂസ രൂപത്തിലുള്ള ആളുടെ എക്സാമ്പിൾ ചോദിച്ചാൽ ഒറേലിയ.
അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് വിളിക്കുന്ന ആൾ. ക്ലിയർ ആണല്ലോ? ജെല്ലി ഫിഷ് അല്ലെങ്കിൽ ഒറേലിയ, ഇയാളാണ് മെഡൂസ ഫോമിലുള്ള ആൾ. അപ്പോൾ സാധാരണ ഒന്നുകിൽ നിങ്ങൾ പൊളിപ്പ് ഫോമിലുള്ള, ഇപ്പോൾ നിങ്ങൾ ഹൈഡ്രയെ നോക്കിയാൽ ഹൈഡ്ര പൊളിപ്പ് രൂപത്തിലുള്ള ഒരു സീലിൻഡ്രേറ്റയാണ്. അഡാംസിയെ നോക്കിയ ആൾ എപ്പോഴും പൊളിപ്പ് രൂപത്തിലുള്ള സീലിൻഡ്രേറ്റയാണ്. ഇനി ഒറേലിയ ജെല്ലി ഫിഷിനെ നോക്കിയാൽ എല്ലാ ജെല്ലി ഫിഷുകളും ഒഴുകി നടക്കുന്ന, ഫ്രീ സ്വിമ്മിങ്, എവിടെയും പറ്റിപ്പിടിക്കാതെ ഒഴുകി നടക്കുന്ന എന്താ പറയാ, മെഡൂസ രൂപത്തിലുള്ള സീലിൻഡ്രേറ്റയാണ്. പക്ഷേ സീലിൻഡ്രേറ്റയിലെ ചില ജീവികളുണ്ട്, അവരെ നിങ്ങൾ രണ്ട് രൂപത്തിലും കാണാൻ പറ്റും. അതായത് ഒബീലിയ എന്ന് പറയുന്ന ഒരു ജീനസ് ഉണ്ട്. ഈ ഒബീലിയകളുടെ പ്രത്യേകത, ചില ഒബീലിയകൾ മെഡൂസ ഫോമിലായിരിക്കും ജീവിക്കുന്നത്, ചില ഒബീലിയകൾ പൊളിപ്പ് രൂപത്തിലായിരിക്കും ജീവിക്കുന്നത്. സോ സം നിഡേറിയൻസ് ക്യാൻ എക്സിബിറ്റ് ബോത്ത് ബോഡി ഫോംസ്, അല്ലേ? സോ സം ക്യാൻ എക്സിബിറ്റ് ബോത്ത് ബോഡി ഫോംസ്. ചില ആളുകൾ രണ്ട് ബോഡി ഫോമിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഒബീലിയ. ഈ ഒബീലിയകളുടെ പ്രത്യേകത, ദേ ഹാവ് സംതിങ് കോൾഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ദേ എക്സിബിറ്റ് സംതിങ് കോൾഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ മെറ്റാജനസിസ്, അല്ലെ? മെറ്റാജനസിസ്. ഇത് ചോദിക്കും, വാട്ട് ഈസ് മെറ്റാജനസിസ് ഓർ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ? ഇറ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ ഒബീലിയ. ഒബീലിയയാണ് ഇത് കാണിക്കുന്നത്. ഒബീലിയയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, ഇതൊരു ഒബീലിയയാണെന്ന് ഇമാജിൻ ചെയ്യും. ക്യാൻ യു സീ ദിസ്? കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അടുത്ത പേജിൽ കാണിച്ചു തരാം. ഓക്കെ, സോ ഇഫ് യു ലുക്ക് അറ്റ് ഒബീലിയ, ഇതൊരു പൊളിപ്പ് രൂപത്തിലുള്ള ഒബീലിയയാണെന്ന് ഇമാജിൻ ചെയ്യും. ഈ ഒബീലിയക്ക് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കും. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അങ്ങനെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട്, വൺ സെക്കൻഡ്, നമ്മൾ ആ ജാസ്കാടെ കോൾ വരുന്നുണ്ട്. ഹലോ, വി ആർ ഇൻ ലൈവ് മാൻ. എന്ത് പറ്റി? ലൈവിലാണ്. നിങ്ങളെ കുട്ടികൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലൈവ് ഉണ്ട്. +1 ലൈവ്, +2 കഴിഞ്ഞു, +1 ലൈവ്. വി ആർ ഗിവിങ്. നമ്മൾ അജാസ്ഖാന്റെ കോളാട്ടോ മക്കളെ. ആ ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ശരി, അടിപൊളി. ഞാനേ ഹലോ ഞാൻ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഇല്ല, ഇത് ഞാൻ രാവിലെ, ഇന്നലെ രാത്രി 12 മണി വരെ ലൈവ്, രാവിലെ 6 മണിക്ക് ലൈവ്, ഇപ്പൊ 9 മണി, ഇതാ ഇപ്പൊ ലൈവ്, ഇനി രാത്രി 7:30 വീണ്ടും ലൈവ് ഉണ്ട്. ഐ ഹാവ് സ്ലെപ്റ്റ് ഇൻ ബിറ്റ്വീൻ. നോക്കട്ടെ. ശരി, ഞാൻ വിളിക്കാം. മുഴുവൻ ലൈവാ. ഓക്കെ, ഓൾ ദ വേ ഐ എം ഹാവിങ് ലൈവ്സ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, സോ റെഡി ആണല്ലോ? ബജാസ്ക്ക് ഞാൻ എന്തോ അത്യാവശ്യമായിട്ട് വിളിച്ചതാണെന്ന് കേട്ടോ മനസ്സിലാക്കി, അതുകൊണ്ടാണ് കോൾ എടുത്തത്. ഓക്കെ, സെറ്റ് അല്ലേ? അടക്കി ലൈവാണ്. ലൈവ് എടുത്തിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല മര്യാദക്ക്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. വേഗം തീർക്കണം നമുക്കിത്. സോ ലൈക്ക്, പൊളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ മെഡൂസ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും. ഈ മെഡൂസക്ക് പിന്നീട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. അങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ വീണ്ടും പൊളിപ്പ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും. അടുത്ത ജനറേഷൻ ആകുമ്പോൾ വീണ്ടും മെഡൂസ തന്നെയായിട്ട് മാറും. ക്ലിയർ ആണോ? ഇങ്ങനെ ഓരോ ജനറേഷനും ആകുമ്പോൾ ഇവരുടെ രൂപം മാറി വരും. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് മെറ്റാജനസിസ്. ക്ലിയർ ആണോ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. സോ ഇറ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ ഒബീലിയ. സോ നമ്മൾ പറയാം, ഒബീലിയ, വാട്ട് ഈസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, polyp through asexual reproduction produce medusa, and medusa again through sexual reproduction produce polyp form, and this cycle continues. അപ്പോൾ ഓരോ തലമുറ, ഓരോ ജനറേഷനും കഴിയുമ്പോൾ ഇവരുടെ രൂപം മാറി വരും. ദിസ് ഈസ് കോൾഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പോൾ നമ്മളത് പഠിച്ചു കേട്ടോ, സീലിൻഡ്രേറ്റ പഠിച്ചു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ടീനോഫോറ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടീനോഫോറയെ കുറിച്ചാണ്. ഇത് സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? റെഡി? ഓക്കെ, വെരി ഗുഡ്. ടീനോഫോറ. നമുക്ക് ടീനോഫോറയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? കോംബ് ജെല്ലീസ് എന്നാണ്. ടീനോഫോറയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോംബ് ജെല്ലീസ്, അല്ലെങ്കിൽ സീ വാൾനട്ട്സ് എന്ന് വിളിക്കും, അല്ലെ? കോംബ് ജെല്ലീസ് അല്ലെങ്കിൽ സീ വാൾനട്ട്സ്. കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഐ എം സോറി, എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞില്ല അല്ലേ? റിയലി സോറി ഫോർ ദാറ്റ്. നമ്മൾ ഇവരുടെ എക്സാമ്പിൾസ് പറഞ്ഞില്ല. അജാസ് ഖാന്റെ കോള് വന്നപ്പോൾ ഇൻ ബിറ്റ്വീൻ വിട്ടുപോയതാണ്. ഇവരുടെ എക്സാമ്പിൾസ് എന്താ? ഐ എം റിയലി സോറി കേട്ടോ. ഓക്കെ, ഇവരുടെ എക്സാമ്പിൾസ് എന്താ കുട്ടികൾ? വാട്ട് ആർ ദ എക്സാമ്പിൾസ്? കോംബ് ജെല്ലീസ് പറയാം. അതിനു മുമ്പ് സീലിൻഡ്രേറ്റയുടെ എക്സാമ്പിൾസ്. നമുക്കൊരു കോഡ് ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു നമ്മുടെ കോഡ്? പാമ്പ് ജി, അല്ലെ? എന്തൊക്കെയാ? ഫൈസാലിയ, അല്ലെ? പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, അഡാംസിയ, സി എനിമോൺ, മീൻഡ്രിന, ബ്രെയിൻ കോറൽ, പെന്നാറ്റുല, സീ പെൻ, ഗോർഗോണിയ,
സി ഫാൻ. പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ആളുകളാണ് ഒബീലിയ. പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ആളാണ് ഹൈഡ്ര. പിന്നെ ഓൾറെഡി പഠിച്ച ആളാണ് നിങ്ങൾ ഒറേലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് അല്ലേ? അപ്പൊ പാമ്പ് ജി എന്ന് പറയുന്ന ഒരൊറ്റ കോഡ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാം പഠിക്കാം. ക്ലിയർ ആണല്ലോ? സെറ്റേഷ്? ഓക്കെ, ആ കോഡ് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. Now let's talk about ടീനോഫോറ. നമുക്ക് ടീനോഫോറയിലേക്ക് വരാം. ഇറ്റ് ഈസ് ദേ ആർ അതർവൈസ് നോൺ ആസ് കോംബ് ജെല്ലീസ്. എന്തുകൊണ്ടാണ് ഇവരെ കോംബ് ജെല്ലീസ് എന്ന് വിളിക്കുന്നത്? സീ വാൾനട്ട് എന്നും നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ? കോംബ് ജെല്ലീസ് അല്ലെങ്കിൽ സീ വാൾനട്ട്. എന്തുകൊണ്ടാണ് ഇവന്മാരെ കോംബ് ജെല്ലീസ് എന്ന് വിളിക്കുന്നത്? ടീനോഫോറയുടെ ബോഡി നോക്കിയാൽ നിങ്ങൾക്ക് അവരുടെ ബോഡിയിൽ നിറയെ സീലിയേറ്റഡ് കോംബ് പ്ലേറ്റുകൾ, നിറയെ സീലിയ ഉള്ള കോംബ് പ്ലേറ്റുകൾ കാണാൻ പറ്റും. ഈ സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സിന്റെ പ്രസൻസ് കാരണമാണ് നമ്മൾ ഇവരെ എന്ത് വിളിക്കുന്നത്? കോംബ് ജെല്ലീസ് എന്ന് വിളിക്കുന്നത്. ഡ്യൂ ടു പ്രസൻസ് ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ്, സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സുകളുടെ പ്രസൻസ് കാരണമാണ് കോംബ് ജെല്ലീസ് എന്നുള്ള പേര് ഇവരെ വിളിക്കുന്നത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ കോംബ് പ്ലേറ്റ്സ് ഇവരെ എന്തിനൊക്കെ സഹായിക്കുക കുട്ടികളെ? ഇറ്റ് ഹെൽപ്സ് ദം ഇൻ ലോക്കോമോഷൻ. ഇതവരെ ലോക്കോമോഷന് വേണ്ടിയിട്ടാണ് കോംബ് പ്ലേറ്റുകൾ സഹായിക്കുക. ഇതേ ചോദിക്കാറുള്ളൂ. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ബയോലൂമിനസെൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ വാട്ട് ഈസ് ദിസ് ബയോലൂമിനസെൻസ്? എന്താണ് ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദിസ് ബയോലൂമിനസെൻസ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ഒരു ജീവിയുടെ ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് ബയോലൂമിനസെൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ വാട്ട് ഈസ് ബയോലൂമിനസെൻസ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ഒരു ജീവിയുടെ കപ്പാസിറ്റിനെ വിളിക്കുന്ന പേരാണ്, കഴിവിനെ വിളിക്കുന്ന പേരാണ് ബയോലൂമിനസെൻസ്. ക്ലിയർ ആണല്ലോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നിങ്ങൾ നേരെ എക്സാമ്പിൾ പഠിച്ചോളൂ. വേറെ ഒന്നും പഠിക്കണം എന്നില്ല. ഓക്കെ, ഇനി നേരെ എക്സാമ്പിൾ പഠിച്ചോളൂ. എന്താ എക്സാമ്പിൾ? നമുക്ക് 2 എക്സാമ്പിളേ ഉള്ളൂ. ഒന്ന് ടീനോ പ്ലാന, രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് പ്ലൂറോബ്രാക്കിയ അല്ലേ? സോ വി ഹാവ് ഓൺലി 2 എക്സാമ്പിൾസ് ടു സ്റ്റഡി, ടീനോ പ്ലാന ആൻഡ് പ്ലൂറോബ്രാക്കിയ. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മൾ അതും പഠിച്ചു, ടീനോഫോറ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ഫൈലം ഏതാ? പ്ലാറ്റി ഹെൽമിന്തസ് അല്ലേ? പ്ലാറ്റി ഹെൽമിന്തസ്. സോ പ്ലാറ്റി ഹെൽമിന്തസിന്റെ പ്രത്യേകത, ദേ ആർ അതർവൈസ് കോൾഡ് ഫ്ലാറ്റ് worms. Why they are called flat worms? Due to their flat body. NCERT പിക്ചർ ആരുടേതാ? പ്ലൂറോബ്രാക്കിയയുടെ പിക്ചർ ആണ്. NCERT തന്നിട്ടുള്ള പിക്ചർ പ്ലൂറോബ്രാക്കിയയുടേതാണ്, അതുകൂടെ ഓർക്കണേ. ഓക്കെ, NCERTയിലെ പിക്ചർ തന്നിട്ട് ഇത് ആരാന്ന് ചോദിച്ചാൽ ടീനോപ്ലാന എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് പ്ലൂറോബ്രാക്കിയ. NCERT ഉള്ളത് ആരാന്ന് എഴുതണം. ഓക്കെ, നൗ കം ടു പ്ലാറ്റിഹെൽമിന്തസ്. സോ വൈ ദേ ആർ കോൾഡ് പ്ലാറ്റിഹെൽമിന്തസ്? ബിക്കോസ് ഓഫ് ദെയർ ഫ്ലാറ്റ് ബോഡി. റെഡി ആണല്ലോ? വെരി ഗുഡ്. പ്ലാറ്റിഹെൽമിന്തസിനെ കുറിച്ച് ചോദിക്കുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു മെയിൻ പ്രത്യേകത, മെജോറിറ്റി ഓഫ് ദം ആർ പാരസൈറ്റ്സ്. ദേ ആർ എൻഡോ പാരസൈറ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എൻഡോ പാരസൈറ്റ്? ശരീരത്തിൻ്റെ ഉള്ളിൽ പാരസൈറ്റ് ആയിട്ട് പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ് മെജോറിറ്റി. സോ വാട്ട് ആർ ദ പാരാസൈറ്റിക് അഡാപ്റ്റേഷൻ? പാരസൈറ്റ് ആയിട്ട് ജീവിക്കാൻ ഈ ഫ്ലാറ്റ് വർമുകളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇവരുടെ ബോഡിയിൽ നിങ്ങൾക്ക് പ്രത്യേക ഹുക്കുകൾ കാണാൻ പറ്റും. ഏതൊരു ജീവിയിലാണോ ഇയാൾ ജീവിക്കുന്നത് ആ ജീവിയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള ഹുക്കുകൾ കാണും. ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള സക്കറുകൾ കാണും. സക്കറുകൾ, ഓക്കെ, ഹുക്സ് കാണാൻ പറ്റും, സക്കേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. പാരസൈറ്റ് ആയിട്ട് ജീവിക്കാൻ ഇവരെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്പർ 1 പ്രസൻസ് ഓഫ് ഹുക്ക്, പ്രസൻസ് ഓഫ് സക്കേഴ്സ്. അതേപോലെ പറയാം സം ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ്. ജീവിയുടെ ശരീരത്തിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റും ത്രൂ ദെയർ ബോഡി സർഫേസ് ഓൾസോ. ചിലർക്ക് അവരുടെ ബോഡി സർഫേസിലൂടെയും ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റും. ക്ലിയർ ആണ് കുട്ടികളെ? സോ ദീസ് ആർ ദ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ്. ഇനി ഇവരെ പറ്റി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ദെയർ എക്സ്ക്രീറ്ററി ഓർഗൻ? ഇവരുടെ എക്സ്ക്രീറ്ററി അവയവം ഏതാണെന്ന് ചോദിക്കും. ഏതാടാ? ഫ്ലെയിം സെൽസ് അല്ലേ? ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്ന പ്രത്യേക സെല്ലുകളാണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എക്സാമ്പിൾസ്. ഇനി നിങ്ങൾ എക്സാമ്പിളൂടെ പഠിച്ചാൽ മതി മക്കളെ. ഏതൊക്കെയായിരുന്നു ഇവരുടെ എക്സാമ്പിൾ? ഡു യു റിമെമ്പർ? ഇവരുടെ എക്സാമ്പിളുകൾ ഏതൊക്കെയാ? ഓക്കെ, ടീനിയ അല്ലെങ്കിൽ ടേപ്പ് വേം, അതുപോലെ ഫാസിയോള ഹെപ്പാറ്റിക്ക എന്ന് പറയും. ഫാസിയോള അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക്. 2 എക്സാമ്പിളേ പഠിക്കാനുള്ളൂ. ടീനിയ അല്ലെങ്കിൽ ടേപ്പ് വേം, ഫാസിയോള അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക്. രണ്ടിൻ്റെയും പിക്ചർ NCERTയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാറ്റിഹെൽമിന്തസ് കഴിഞ്ഞു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട്
ആഷ്കെൽമിന്തസ്. ആഷ്കെൽമിന്തസ്. റെഡി അല്ലേ? ഓക്കെ. ആഷ്കെൽമിന്തസിനെ കുറിച്ച് സാധാരണ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ദേ ആർ അതർവൈസ് കോൾഡ് റൗണ്ട് വേംസ്. സോ വൈ ദേ ആർ കോൾഡ് റൗണ്ട് വേംസ്? ഡ്യൂ ടു ദ റൗണ്ട് ബോഡി. ഇവരുടെ റൗണ്ട് ബോഡി കാരണമാണ് ഇവരെ റൗണ്ട് വേംസ് എന്ന് വിളിക്കുക. ഇനി ഇവരുടെ കുറച്ച് ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ കേസിൽ ഇത് മെയിൽ ആണെങ്കിൽ ഇത് ഫീമെയിൽ ആണ്. സോ ദാറ്റ് ഈസ് ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് സ്യൂഡോസീലം. ഇവരെ പറ്റി എപ്പോഴും പരീക്ഷയ്ക്ക് ഇത് ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വരിക. സ്യൂഡോസീലോമേറ്റ് ആയിട്ടുള്ള ഒരേ ഒരു ടീം ഇയാളാണ്, അല്ലെ? സ്യൂഡോസീലോമേറ്റ് ആയിട്ടുള്ള ഒരേ ഒരു ഫൈലം ഇയാളാണ്. ആൻഡ് ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ. നൗ ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ഇവരുടെ ബോഡിയാണെന്ന് ഇമാജിൻ ചെയ്യും. അവരുടെ ബോഡിയിൽ നിന്ന് വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് എൻ എക്സ്ക്രീറ്ററി ട്യൂബ്. ദിസ് ഈസ് ദെയർ എക്സ്ക്രീറ്ററി ട്യൂബ്. ആ ട്യൂബിൻ്റെ അറ്റത്തൊരു ഓപ്പണിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എക്സ്ക്രീറ്ററി പോർ. എക്സ്ക്രീറ്ററി ട്യൂബ് വിത്ത് എക്സ്ക്രീറ്ററി പോർ. ഇതാണ് ഇവരുടെ എക്സ്ക്രീറ്ററി അവയവം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഇനി വാട്ട് ആർ ദ എക്സാമ്പിൾസ്? എക്സാമ്പിൾ എന്തൊക്കെ കുട്ടികളെ? നമ്പർ 1, അസ്കാരിസ് അല്ലെങ്കിൽ കോമൺ റൗണ്ട് വേം എന്ന് പറയുന്ന ആൾ. എന്താണ്? അസ്കാരിസ് അല്ലെങ്കിൽ കോമൺ റൗണ്ട് വേം. അടുത്ത ആളാണ് ബുച്ചറേറിയ. ഫൈലേറിയൽ വേംസ് എന്ന് പറയും, നമുക്ക് മന്ത് രോഗമുണ്ടാക്കുന്ന വിരകൾ. അവസാനത്താണ് ആൻസൈലോസ്റ്റോമ അല്ലെങ്കിൽ നമ്മൾ ഹുക്ക് വേം എന്ന് പറയും. നമ്മൾ കുട്ടികൾക്കൊക്കെ വിര ഇളക്കാറില്ലേ? കുട്ടികളിലൊക്കെ വിര ഉണ്ടാവില്ലേ? അതിൽപ്പെട്ട മെയിൻ ഒരു വിരയാണ് കുട്ടികളെ ഈ ആൻസൈലോസ്റ്റോമ, ഹുക്ക് വേം. ഓക്കെ. സോ അസ്കാരിസ്, ബുച്ചറേറിയ, ആൻസൈലോസ്റ്റോമ. ക്ലിയർ? ഇതൊക്കെ നമുക്ക് രോഗം ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവന്മാരെല്ലാവരും. ഓക്കെ, സെറ്റാണോ? അപ്പോൾ ആസ്കെൽമിന്തസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാം പഠിച്ചു കേട്ടോ നമ്മൾ ആസ്കെൽമിന്തസിനെ പറ്റി. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അനലീഡ. ഓക്കെ, അനലീഡയ്ക്ക് എന്തുകൊണ്ടാണ് പേര് കിട്ടിയതെന്ന് ചോദിച്ചാൽ, നോക്കൂ, ലാറ്റിൻ ഭാഷയിൽ അന്യുലസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ റിങ് എന്നാണ് അർത്ഥം. ഈ അനലീഡയിൽ മെറ്റാമറിസം വളരെ എവിഡൻ്റ് ആണ്. സോ ഡ്യൂ ടു ദെയർ ബോഡി സെഗ്മെൻറ്റേഷൻ, ഡ്യൂ ടു സെഗ്മെൻറ്റഡ് ബോഡി, ആ സെഗ്മെൻറ്റഡ് ബോഡിയുടെ പ്രസൻസ് കാരണമാണ് ഇവർക്ക് അനലീഡ, അല്ലേ? ഒരുപാട് റിങ്ങുകൾ കണ്ടോ, ഇവരുടെ ബോഡി ഇങ്ങനെ റിങ്ങുകളുള്ള, അതാണ് ആ ഒരു പേര് കിട്ടാനുള്ള കാരണം. ക്ലിയർ അല്ലേ കുട്ടികളെ? റീസൺ ഫോർ നെയിമിങ് നിങ്ങൾ പഠിച്ചു. സെറ്റാണോ? റെഡി അല്ലേ? വെരി ഗുഡ്. ഇനി മക്കളെ, ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് നെഫ്രീഡിയ. എന്താണ്? നെഫ്രീഡിയ ഈസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻ. റെഡിയാണോ? ഇനി നോക്ക്, ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ. ഇവരുടെ കൂട്ടത്തിൽ അക്വാട്ടിക് ആയിട്ടുള്ള ഒരു അനലീഡ ഉണ്ട്. അയാളാണ് നെറീസ്. ആരാണ്? നെറീസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ അക്വാട്ടിക് അനലീഡ. അക്വാട്ടിക് അനലീഡ ആയിട്ടുള്ള നെറീസിനെ നീന്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു അവയവമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പാരപോഡിയ. എന്താണ് മക്കളെ? പാരപോഡിയ. സോ ദാറ്റ് ഹെൽപ്സ് ദം ഇൻ സ്വിമ്മിങ്, ദാറ്റ് ഈസ് ഇൻ ലോക്കോമോഷൻ. ഈ അക്വാട്ടിക് ആയിട്ടുള്ള ആളുകളെ ലോക്കോമോഷന് സഹായിക്കുന്ന അവയവമാണ് പാരപോഡിയ. ക്ലിയർ ആണ്? ഇത്രയും പോയിന്റ്സ് ആണ് സാധാരണഗതിയിൽ ഇവരെ കുറിച്ച് നമ്മളോട് ചോദിക്കാറ്. ക്ലിയർ അല്ലേ? ഇവരുടെ റീസൺ ഫോർ നെയിമിങ്, ഇവരുടെ സ്ട്രക്ചർ ഒന്നും നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണമെന്നില്ല. ദേ ഹാവ് എൻ എക്സ്ക്രീറ്ററി ഓർഗൻ ദാറ്റ് ഈസ് നെഫ്രീഡിയ. പാരപോഡിയ ഈസ് പ്രസന്റ് ഇൻ നെറീസ്. നെറീസിൽ പാരപോഡിയ കാണാൻ പറ്റും. നൗ വിച്ച് ആർ ദ എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഫെറട്ടിമ, അല്ലെ? ഫെറട്ടിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ എർത്ത് വേം. പിന്നെ ആരടാ? ഹിരുഡിനേറിയ, ബ്ലഡ് സക്കിംഗ് ലീച്ച്, അല്ലെ? കുളയട്ട എന്നൊക്കെ പറയുന്ന അട്ട, അല്ലെ? നമ്മൾ ഈ കാട്ടിലൊക്കെ പോയാൽ നമ്മളെ ചോര കുടിക്കുന്ന അട്ട. പിന്നെ ആരടാ കുട്ടികളെ? അടുത്ത എക്സാമ്പിൾ ആരാ? നെറീസ്, അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെറീസ്. ഹിരുഡിനേറിയ, ബ്ലഡ് സക്കിംഗ് ലീച്ച്, ഫെറട്ടിമ, അതുപോലെ നെറീസ്. ദീസ് ആർ ദ എക്സാമ്പിൾസ്. അപ്പൊ അതോടുകൂടി അനലീഡ കഴിഞ്ഞു. ഓനക്ക് വേറെ ആളെ കിട്ടിയടാ. എന്തുവാടാ ഈ കമന്റ് സെഷനിൽ വന്നിട്ട് എന്ത് വർത്തമാനാ? കുറെ എണ്ണം വെറുതെ വന്ന് ഒന്ന് പോയി താടോ. പഠിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് പഠിച്ചോട്ടെ. ഈ കമന്റ് ബോക്സിൽ അങ്ങനെ വന്ന് വെറുതെ വർത്താനം പറയും. നാണം മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി പോകാവോ? ഒരു മിനിമം ഉളുപ്പ് മനുഷ്യന്മാർക്ക് വേണം. കുറെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി വന്നതാണ് ഇതിനകത്ത് പരീക്ഷയ്ക്ക്. ഒരു മിനിമം മനുഷ്യന്മാർക്ക് ഒരു നാണം ഉണ്ടാവൂലേ?
നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ യു സിംപ്ലി ഗോ സംവേർ. ഇത് +2 കുട്ടികളൊന്നും ആവില്ല, ഏതോ അലവലാദികൾ കയറി വരും. ഇത്രയും ദാരിദ്ര്യം പിടിച്ചവന്മാരുണ്ടാവോ ലോകത്ത്? ഓക്കെ, ഈ കമന്റ് ബോക്സിൽ കയറി വന്ന് വെറുതെ സാർ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്ന് പറയാം. ഇത് ഇപ്പൊ പറയല്ലേ മക്കൾ, ലാസ്റ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ അതിന് ലൈവ് വേറെ വെക്കുന്നുണ്ട്, നിങ്ങൾ ലൈവിൽ വന്നാൽ മതി. ഓക്കെ, കുറേ എണ്ണം വെറുതെ കമന്റ് ബോക്സിൽ കയറി വരിക. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികളെ ആൻസർ പറഞ്ഞ് നമ്മൾ വൃത്തിക്ക് പോവാണ്. നമ്മുടെ ടൈം പോകണമെന്ന് പറഞ്ഞ കാര്യമില്ല. നിങ്ങളെ ആൻസർ നോക്കാൻ വേണ്ടി ഞാൻ കമന്റ് ബോക്സിലേക്ക് പോകുമ്പോൾ ഐ ആം സീയിങ് ദീസ് ഷിറ്റി പീപ്പിൾ. ഒരു മിനിമം ഉളുപ്പ് വേണ്ട മനുഷ്യന്മാർക്ക്, അല്ലേ? ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് യു ഗൈസ്. നിങ്ങളെ പറ്റിയല്ല, ഏതോ എവിടുന്നോ കയറി വലിഞ്ഞു കയറി വരികയാണ്. ഓക്കെ, ശരി. എനിവേ കം ഹിയർ. ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ വേറെ തന്നെ ലൈവ് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എടാ നിങ്ങളൊക്കെ എന്താ മനസ്സിലായി? നിങ്ങൾക്ക് ഇങ്ങനെ ഈ മനുഷ്യന്മാരുടെ ശാപമൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ ഒരു ശപിക്കപ്പെട്ട ജീവിതങ്ങളായിട്ട് എന്തിനാ ജീവിക്കുന്നത്? സീരിയസ്ലി, ഐ ആം ടോക്കിംഗ് സീരിയസ്ലി. ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തോ പണിയാണെങ്കിൽ ഗോ ആൻഡ് ഡു ദാറ്റ്. വൈ യു ആർ കം ടു അനോയ് പീപ്പിൾ? ഓക്കെ, സോ ലുക്ക്, സോ അനലിഡ ഈസ് ഓവർ. നൗ അടുത്ത ഫൈലാണ്. അപ്പോൾ നമ്മൾ അനലിഡ പഠിച്ചു കേട്ടോ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആർത്രോപോഡ. ആർത്രോപോഡ. ഓക്കെ, സോ കം ഹിയർ, കം ഹിയർ, കം ഹിയർ. ആർത്രോപോഡ. ശരി 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 ശരി. എന്തുകൊണ്ടാണ് ആർത്രോപോഡക്ക് പേര് കിട്ടിയത്? ആർത്രോസ് എന്ന് പറഞ്ഞ ജോയിന്റ് എന്നാണ് അർത്ഥം. ഓക്കെ, സോറി, ജോയിന്റ്. പോഡ എന്ന് പറഞ്ഞാൽ അപ്പൻഡേജ് എന്നാണ് അർത്ഥം. അപ്പൻഡേജ് എന്നാണ് അർത്ഥം. അപ്പൻഡേജ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൈകാലികളെ പോലെയൊക്കെയുള്ള അവയവങ്ങളെയാണ് അപ്പൻഡേജ് എന്ന് പറയാം. അപ്പോൾ ആർത്രോപോഡയിലെ ജീവികളെ നിങ്ങൾ നോക്കിയാൽ, ആർത്രോപോഡയിലെ ജീവികളുടെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇവർക്കൊരു ഹെഡ് ഉണ്ടാകും, ഇങ്ങനൊരു, നോക്കൂ, തൊറാക്സ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവും, ആൻഡ് ദെൻ അബ്ഡോമൻ. ഇവരുടെ ബോഡിക്ക് 3 ഭാഗമാണ്. യു ക്യാൻ സി ഹെഡിൽ ഇങ്ങനെ ടെൻഡക്കിൾസ് ഒക്കെ ഉണ്ടാവും, സെൻസറി ഓർഗൻസ് ആയിട്ട്. ദേ ഹാവ്, ഐ എം സോറി, ഇറ്റ്സ് നോട്ട് ടെൻഡക്കിൾസ്, ആൻറ്റിനെ. ഓക്കെ, ആൻറ്റിനെ എന്ന് പറയുന്ന സെൻസ് ഓർഗൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ ഹെഡിൽ. ഓക്കെ, ടെൻഡക്കിൾസ് അല്ല, ഐ എം റിയലി സോറി. ദെൻ ഇതാണ് ഇവരുടെ തൊറാക്സ്. ദെൻ ദേ ഹാവ് സംതിങ് കോൾഡ് അബ്ഡോമൻ. ഇവരുടെ ബോഡിക്ക് 3 ഭാഗമാണ് ഉണ്ടാവുക: ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഇനി ഇവരുടെ കാലുകൾ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ജോയിന്റഡ് അപ്പൻഡേജസ് അവർക്ക് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ജോയിന്റ് ഉള്ള കാലുകളാണ് ഉണ്ടാവുക. സോ ഡ്യൂ ടു പ്രസൻസ് ഓഫ് ദിസ് ജോയിന്റഡ് അപ്പൻഡേജ്, ജോയിന്റുകളുള്ള കൈകാലുകൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഈ പേര് കിട്ടിയിട്ടുള്ളത്. ഡ്യൂ ടു പ്രസൻസ് ഓഫ് ജോയിന്റഡ് അപ്പൻഡേജസ്. ക്ലിയർ ആണല്ലോ? സോ റീസൺ ഫോർ നെയിമിങ് എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ടു ജോയിന്റഡ് അപ്പൻഡേജസ്. ജോയിന്റഡ് അപ്പൻഡേജസിന്റെ പ്രസൻസ് കാരണമാണ് ഇവർക്ക് ഈ പേര് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇവരുടെ ബോഡി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, their body consists of head, thorax and abdomen. 3 ഭാഗമാണ് ഇവരുടെ ബോഡിക്ക് ഉണ്ടാവുക. യു ക്യാൻ സീ ദിസ് ഈസ് their head, this part is thorax and this part is called abdomen. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ 3 ഭാഗമാണ് ഉണ്ടാവുക. ഇനി ഇവരുടെ ബോഡിയെ മൊത്തം കവർ ചെയ്തുകൊണ്ട് they have an exoskeleton. ഇവരുടെ ബോഡിയെ കവർ ചെയ്യുന്ന ഒരു പുറംതോടുണ്ട്, which is made up of chitin. So they have an exoskeleton made up of chitin. കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയ ഒരു എക്സോസ്കെലിറ്റൺ നിങ്ങൾക്ക് ഇവരുടെ കേസിൽ കാണാൻ പറ്റും. ക്ലിയർ ആണോ? നൗ ദേ ഹാവ് സ്പെഷ്യൽ ഓപ്പൺ സർക്കുലേഷൻ. നമ്മുടെയൊക്കെ സർക്കുലേഷൻ ക്ലോസ്ഡ് ആണ്, പക്ഷെ ഇവന്മാരുടെ സർക്കുലേഷൻ, വേറെയും ആളുകൾക്കുണ്ട് ഓപ്പൺ സർക്കുലേഷൻ, പക്ഷെ നിങ്ങൾ ഇവരുടെ കേസ് നോക്കിയാൽ മതി, ഇവർക്ക് ഓപ്പൺ സർക്കുലേഷൻ ആണ് ഉള്ളത്. നിങ്ങൾ ഇവരുടെ കേസെങ്കിലും പഠിച്ചാൽ മതി. ക്ലിയർ ആണോ കുട്ടികളെ? യെസ് ഓർ നോ? റെഡി അല്ലേ? നൗ റിഗാർഡിംഗ് ദെയർ റെസ്പിറേറ്ററി ഓർഗൻ, ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്താണെന്ന് നോക്കാം. റെസ്പിറേറ്ററി ഓർഗൻസ് നോക്കാൻ, ദിസ് ഈസ് ദ ലാർജസ്റ്റ് ആനിമൽ ഫൈലം. ആനിമൽസിന്റെ കൂട്ടത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഫൈലം എന്ന് പറയുന്നത് ആർത്രോപോഡയാണ്. ഇവിടെ റെസ്പിറേറ്ററി ഓർഗൻസ് നോക്കിയാൽ ചില ആളുകൾക്ക് ഗിൽസ് ഉണ്ടാവും, ചില ആളുകൾക്ക് ബുക്ക് ഗിൽസ് ഉണ്ടാവും, ചില ആളുകൾക്ക് ബുക്ക് ലങ്സ് ഉണ്ടാകും, ചില ആളുകൾക്ക് ട്രക്കിയൽ system ഉണ്ടാകും. So these are the respiratory organs. So they have gills, book lungs and tracheal system. Clear ആണോ കുട്ടികളെ? റെഡി ആണോ? Okay, so these are the respiratory organs: gills, book lungs, tracheal system. Now regarding their excretory organ, ഇവരുടെ excretory organ ഏതാ കുട്ടികളെ? That is Malpighian tubules. എന്താണ്? Malpighian tubules ആണ് ഇവരുടെ excretory organ. And then they have a special
ബാലൻസ് ഓർഗൻ, അവരുടെ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന അവയവമുണ്ട്. ഏതാ കുട്ടികളെ ഇവരുടെ ബാലൻസ് ഓർഗൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് സ്റ്റാറ്റോസിസ്റ്റ്. എന്താണ്? സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ബാലൻസ് ഓർഗാനും നിങ്ങൾക്ക് ഇവരുടെ കേസിൽ കാണാൻ പറ്റും. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ, നൗ ദെയർ എക്സാമ്പിൾസ് പറയുന്നിടത്ത് NCERT പറയുന്ന ആദ്യം എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആകെ 3 ആളുകൾ നിങ്ങൾ പഠിച്ചാൽ മതി. എപ്പിസ് അല്ലെങ്കിൽ ഹണിബി, ബോംബിക്സ് അല്ലെങ്കിൽ സിൽക്ക് വേം, ലാക്സിഫർ അല്ലെങ്കിൽ ലാക്ക് ഇൻസെക്ട് അല്ലേ. സോ യു ഹാവ് എപ്പിസ്, ബോംബിക്സ്, പിന്നെ ലാക്സിഫർ അല്ലെങ്കിൽ ലാക്ക് ഇൻസെക്ട് അല്ലെ. എപ്പിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹണിബി. ബോംബിക്സ് എന്ന് പറഞ്ഞാൽ സിൽക്ക് വേം. ലാക്സിഫർ എന്ന് പറഞ്ഞാൽ കോലരക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇൻസെക്റ്റ് ആണ് ലാക്ക് ഇൻസെക്ട്. അതാണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ. ഇനി വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗവാഹകരായിട്ടുള്ള ആളുകൾ, പലതരം കൊതുകുകളാണ്. ആരൊക്കെയാ കുട്ടികളെ? ഈഡിസ് കൊതുകുകൾ, ഈഡിസ് മൊസ്കിറ്റോകൾ, പിന്നെയോ ക്യൂലെക്സ് മൊസ്കിറ്റോകൾ, പിന്നെയോ അനോഫിലസ് മൊസ്കിറ്റോകൾ അല്ലെ. സോ യു ഹാവ് ഈഡിസ്, ക്യൂലെക്സ്, അനോഫിലസ്. പിന്നെ നമുക്ക് എന്താ പഠിക്കാനുള്ളത് കുട്ടികളെ? ദെൻ ഗ്രിഗേറിയസ് പെസ്റ്റ് അല്ലെ. ഗ്രിഗേറിയസ് പെസ്റ്റ്, കൂട്ടമായി വന്ന് നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന ആളുകൾ. അതാരടാ? ലോക്കസ്റ്റ അല്ലെങ്കിൽ ലോക്കസ്റ്റ് എന്ന് പറയുന്ന ആൾ അല്ലെ. പിന്നെ അവസാനത്തത് ലിവിങ് ഫോസിൽ, ജീവിച്ചിരിക്കുന്ന ഫോസിൽ, അതായത് എവല്യൂഷൻ സംഭവിക്കാതെ എത്രയോ വർഷങ്ങളായിട്ടും. ഹണീബി എന്നൊക്കെ എഴുതിയ മാർക്ക് കിട്ടുമോ? അതിന്റെ സയന്റിഫിക് നെയിം പഠിക്കുന്നതാണ് നല്ലത്. ബയോളജിക്കൽ നെയിം പഠിക്കുന്നതാണ്, അതിന്റെ ജീനസ് നെയിമുകളാണ് ഇതെല്ലാം. അത് പഠിച്ച് മറ്റേ പേരും കൂടി അതിൻ്റെ ഒപ്പം അറിയാന്നുള്ളത് നല്ലതാണ്. റെഡി ആണല്ലോ? ഓക്കെ, നോ ലിവിങ് ഫോസിലിന്റെ എക്സാമ്പിൾ ആരാ കുട്ടികളെ? ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ് അല്ലെ. ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ലിവിങ് ഫോസിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടികളെ. ഇത്ര എക്സാമ്പിൾസും കാര്യങ്ങളും പഠിച്ച ആർത്രോപോഡ സെറ്റാണ് ഈ പറഞ്ഞത്. ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ പ്ലസ് ഈ കാര്യം കൂടെ പഠിച്ചാൽ ആർത്രോപോഡ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ആർത്രോപോഡയിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ മാർക്ക് കിട്ടും. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൊളസ്ക. നോക്കൂ, ആർത്രോപോഡയാണ് ലാർജസ്റ്റ് ആനിമൽ ഫൈലം എന്ന് പറയുന്നത്. മൊളസ്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ആനിമൽ ഫൈലം. രണ്ടാമത്തെ ഏറ്റവും വലിയ ആനിമൽ ഫൈലം എന്ന് പറയുന്നത് മൊളസ്കയാണ്. ഇവരുടെ പേരിന്റെ അർത്ഥം തന്നെ സോഫ്റ്റ് ബോഡീഡ് എന്നാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദെയർ സോഫ്റ്റ് ബോഡി. പക്ഷെ ഇത് NCERT പറയുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ബിക്കോസ് ഓഫ് ദെയർ സോഫ്റ്റ് ബോഡിയാണ് ഇവർക്ക് ഈ പേര് കിട്ടിയിട്ടുള്ളത്. മൊളസ്കയെ കുറിച്ച് എപ്പോഴും ചോദിക്കുക മൊളസ്കയുടെ സ്ട്രക്ചറാണ്. നിങ്ങൾ മൊളസ്കയുടെ സ്ട്രക്ചർ നോക്കിയാൽ യു ക്യാൻ സീ ഹെഡ് ആൻഡ് ദെൻ യു ക്യാൻ സീ വിസറൽ ഹംബ്. നോക്കൂ, മൊളസ്കയുടെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ യു ക്യാൻ സീ ഹെഡ്, യു ക്യാൻ സീ എ വിസറൽ ഹംബ്. ഹെഡ് കാണാൻ പറ്റും, വിസറൽ ഹംബ് കാണാൻ പറ്റും. ആൻഡ് ദെൻ യു ക്യാൻ സീ എ മസ്കുലാർ ഫൂട്ട്, ഒരു മസ്കുലാർ ഫൂട്ടും കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ ദേ ഹാവ് ഹെഡ്, ദിസ് ഈസ് ദെയർ ഹെഡ്. യു ക്യാൻ സീ എ വിസറൽ ഹംബ്, ദിസ് ഈസ് ദ വിസറൽ hump, and you can see a muscular foot, so this is their muscular foot. Clear ആണോ? ഹെഡ്, വിസറൽ ഹംബ്, മസ്കുലാർ ഫൂട്ട്. ആൻഡ് ഇൻ ദ ഹെഡ് യു ക്യാൻ സീ ദർ ആർ എ പെയർ ഓഫ് സെൻസറി ടെൻറ്റക്കിൾസ്. ഓക്കെ, ദേ ഹാവ് എ പെയർ ഓഫ് എന്നാണ് ടെൻറ്റക്കിൾസ് കേട്ടോ. സോ ദേ ഹാവ് എ പെയർ ഓഫ് സെൻസറി ടെൻറ്റക്കിൾസ്. ഓക്കെ, സോ ടെൻറ്റക്കിൾസ്, ദേ ഹാവ് എ പെയർ ഓഫ് സെൻസറി ടെൻറ്റക്കിൾസ് ഇൻ ദ ഹെഡ്. ആൻഡ് ഇൻ ദ ഹെഡ് ദേ ഹാവ് മൗത്ത് ഉണ്ട്. ശ്രദ്ധിക്കട ചിക്കന്മാരെ, മൗത്ത് ഉണ്ട്. ആ മൗത്തിനകത്ത് നോക്ക്, ആ മൗത്തിനകത്ത് ദേ ഹാവ് എ റാസ്പിംഗ് ഓർഗാൻ. ദിസ് റാസ്പിംഗ് ഓർഗാൻ ഈസ് കോൾഡ് റാഡുല. എന്താണ് കുട്ടികളെ? റാഡുല. ഇറ്റ് ഈസ് ദ റാസ്പിംഗ് ഓർഗാൻ. ഇവരെ ഭക്ഷണങ്ങളൊക്കെ കരണ്ട് കഴിക്കാൻ വേണ്ടി സഹായിക്കുന്ന റാസ്പിംഗ് ഓർഗാൻ. അപ്പൊ ഇത്രയാണ് ഹെഡിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇനി വിസറൽ ഹംബിന്റെ മുകളിലായിട്ട് ദർ ഈസ് എ സോഫ്റ്റ് ലെയർ ഓഫ് സ്കിൻ. ആൻഡ് ദി സോഫ്റ്റ് ലെയർ ഓഫ് സ്കിൻ ഈസ് കോൾഡ് മാൻഡിൽ. എന്താണ്? മാൻഡിൽ. വിസറൽ ഹംബിന്റെ മുകളിലായിട്ട് ഇവർക്ക് മാൻഡിൽ എന്ന് പറയുന്ന ഒരു സ്കിന്നിന്റെ ലെയർ കാണാൻ പറ്റും. ആ വിസറൽ ഹംബിന്റെയും മാൻഡിലിന്റെയും ഇടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ, ദി സ്പേസ് ഈസ് കോൾഡ് മാൻഡിൽ ക്യാവിറ്റി. എന്താ വിളിക്കുക? മാൻഡിൽ ക്യാവിറ്റി. വിത്തിൻ ദാറ്റ് മാൻഡിൽ ക്യാവിറ്റി ദേ ഹാവ് ഫെദർ ലൈക്ക് ഗിൽസ്. ഓക്കെ, പ്രത്യേക ഗില്ലുകളുണ്ട്. ദീസ് ഗിൽസ് ഹെൽപ്സ് ദം ഇൻ റെസ്പിറേഷൻ,
ഈ ഗിൽസ് ആണ് ഇവരെ റെസ്പിറേഷന് സഹായിക്കുന്നത് ആൻഡ് ഓൾസോ ഫോർ എക്സ്ക്രീഷൻ. ഇവരുടെ ഗിൽസിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, റെസ്പിറേഷനും ഉണ്ട് അതുപോലെ തന്നെ എക്സ്ക്രീഷനും ഉണ്ട്. ക്ലിയർ ആണോ? ആൻഡ് വാട്ട് ഈസ് ദിസ് മസ്കുലാർ ഫുട്ട് ആണ് ബാക്കിയുള്ളത്, ദാറ്റ് ഹെൽപ്സ് സം ഇൻ ലോക്കോമോഷൻ. അപ്പോൾ ഇതാണ് മൊളസ്കയുടെ സ്ട്രക്ചർ. ഇനി ചില മൊളസ്കയിൽപ്പെട്ട ചില ആളുകൾക്ക് ദേ ഹാവ് എ ഷെൽ മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ചില ആളുകൾക്ക് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഷെല്ല് കാണാൻ പറ്റും, ദാറ്റ് ഈസ് കാൽക്കാരിയസ് എന്നാ പറയാ. കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഷെല്ല് എന്നുള്ളതിന് കാൽക്കാരിയസ് ഷെൽ മേ ബി പ്രസന്റ്, ഇറ്റ് മേ ബി പ്രസന്റ് ഓർ ഇറ്റ് മേ നോട്ട് ബി. അതാണ് ഞാൻ പ്ലസ് ഓർ മൈനസ് എന്നിട്ടത് കേട്ടോ. ഇത് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല, ചില ആളുകൾക്ക് ഉണ്ടാവും ചില ആളുകൾക്ക് ഉണ്ടാവില്ല. ക്ലിയർ ആണല്ലോ കുട്ടികളെ? റെഡി അല്ലേ? ഈസ് ദാറ്റ് ക്ലിയർ? സാർ ഒക്ടോപ്പസിന്റെ വിസറൽ ഹമ്പ് എവിടെയാണുള്ളത്? നിങ്ങൾ ആ ഒക്ടോപ്പസിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി നോക്ക്, ഇങ്ങനെ കാണാം. ഓക്കെ, സോ ദിസ് ഈസ് ദെയർ വിസറൽ ഹമ്പ് പാർട്ട്. ഓക്കെ, ഇനി we leave it. That's it. സെറ്റ് ആണോ? റെഡി ആണോ ഗൈസ്? ദേ ടു ഹാവ് ഓപ്പൺ സർക്കുലേഷൻ. ഇവന്മാർക്കുള്ളത് ഓപ്പൺ സർക്കുലേഷൻ തന്നെയാണ്. അപ്പോൾ ഇവരെ കുറിച്ച് സാധാരണ നമ്മളോട് ഇവരുടെ ഈ സ്ട്രക്ചർ ആണ് സാധാരണ ചോദിക്കാറ്. ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗാനും റെസ്പിറേറ്ററി ഓർഗാനും ഏതാ? രണ്ടും ഗിൽസ് ആണ്, വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ മാൻഡിൽ ക്യാവിറ്റി. മാൻഡിൽ ക്യാവിറ്റിയുള്ള ഗിൽസ് ആണ് രണ്ട് ഓർഗാനും. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദെയർ എക്സാമ്പിൾസ്. ഇവരുടെ എക്സാമ്പിൾ പഠിക്കാനുള്ള കോഡ് എന്താ കുട്ടികളെ? ഇവരുടെ എക്സാമ്പിൾ പഠിക്കാനുള്ള കോഡ് എന്താ? ഡോക്ടർ പീപ്പിൾ ആർ സോ അട്രാക്റ്റീവ് അല്ലെ? ഡോക്ടർ പീപ്പിൾ ആർ സോ അട്രാക്റ്റീവ്. ഇതെന്താ? ഡി ഫോർ ഡെൻഡാലിയം അല്ലെങ്കിൽ ടസ്ക് ഷെൽ. ഒ ഫോർ ഒക്ടോപ്പസ് അല്ലെങ്കിൽ ഡെവിൽ ഫിഷ്. സി ഫോർ കീറ്റോപ്ലൂര അല്ലെങ്കിൽ കൈറ്റൺ. പി ഫോർ പൈല ഓർ ആപ്പിൾ സ്നെയിൽ. അടുത്ത പി ഫോർ പിങ്ക് ടാഡ ഓർ പേൾ ഓയിസ്റ്റർ. എൽ ഫോർ ലോലിഗോ അല്ലെങ്കിൽ സ്ക്വിഡ്. എസ് ഫോർ സെപ്പിയ അല്ലെങ്കിൽ കട്ടിൽ ഫിഷ്. എ ഫോർ അപ്ലൈസിയ അല്ലെങ്കിൽ സീ ഹെയർ. റെഡി അല്ലേ? റെഡിയാണോ? സാർ ഇന്ന് വൈകിട്ട് ഇനി ബയോളജി ക്ലാസ് ഉണ്ടോ? ഞാൻ ജീവനോടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ കുട്ടികളെ? ഡി ഫോറോ? ഡി ഫോർ എന്താ? ഡെൻഡാലിയം അല്ലെങ്കിൽ ടസ്ക് ഷെല്ല്. ഡെൻഡാലിയം അല്ലെങ്കിൽ ടസ്ക് ഷെൽ. ഓക്കെ സാർ, ഒക്ടോപ്പസിനെ പോലെയാണോ സ്ക്വിഡ്? എടാ, സ്ക്വിഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ കണവ എന്നൊക്കെ പറയുന്ന മീനാണ്. വെറുതെ ഒന്ന് ഗൂഗിളിൽ ഇങ്ങനെ അടിച്ചു നോക്കി അതിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്ടാ. ഓക്കെ, ഇതൊക്കെ ഇപ്പോഴാണല്ലേ നിങ്ങൾക്ക് ഡൗട്ട് തുടങ്ങിയത്? ഇത്രയും കാലമായിട്ട് ഇതൊന്നും നോക്കിയിട്ടേ ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, ശരി, നോ പ്രോബ്ലം. ഡെൻഡാലിയം എന്ന് പറഞ്ഞാൽ ടസ്ക് ഷെല്ല്. അപ്പൊ അത് പഠിച്ചില്ലേ? ഓ, കണവ കഴിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ശരി ശരി ശരി, ഫൈൻ. നമ്മൾ ഈ എന്താ പറയാ, ഞാൻ അതിനെ കൂന്തലിന്റെ ഒക്കെ പോലെയുള്ള മീനുകൾ, അതാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അത് കഴിഞ്ഞു, മൊളസ്ക കഴിഞ്ഞു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എക്കിനോഡെർമാറ്റ. എക്കിനോഡെർമാറ്റ, ഈ പേരിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? സ്പൈനി ബോഡീഡ് എന്നാണ്. സ്പൈനി ബോഡീഡ് എന്നാണ്. അതായത് ഇവരുടെ ബോഡിയിൽ നിറയെ കാൽക്കാരിയസ് ഒസിക്കിൾസ് കൊണ്ടുള്ള, കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള ചെറിയ സ്കെലിറ്റൺ ഉണ്ട്. അപ്പോൾ അവരുടെ ബോഡി നിങ്ങൾ തൊട്ട് നോക്കിയാൽ ഒരു സ്പൈനി, ഞാൻ തൊട്ടിട്ടുണ്ട്, സ്പൈനി അപ്പിയറൻസ് ആയിരിക്കും. നല്ലൊരു ഒരു മുള്ളു കുത്തുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, സോ ഡ്യൂ ടു സ്പൈനി ബോഡി, അതുകൊണ്ടാണ്. ഓക്കെ, സോ ദെയർ ബോഡി ഹാവ് കാൽക്കാരിയസ് ഒസിക്കിൾസ്. അവരുടെ ബോഡിയിൽ കാൽക്കാരിയസ് ഒസിക്കിൾസ്, ഒസിക്കിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ ബോൺ എന്നാണ് അർത്ഥം. കാൽക്കാരിയസ് ഒസിക്കിൾസ് ധാരാളം ഉണ്ട്. ഈ കാൽക്കാരിയസ് ഒസിക്കിൾസിന്റെ പ്രസൻസ് കാരണം ഇവർക്ക് സ്പൈനി ബോഡി ആണ് ഉള്ളത്. സോ ഡ്യൂ ടു ദെയർ സ്പൈനി ബോഡി, ബിക്കോസ് ഓഫ് കാൽക്കാരിയസ് ഒസിക്കിൾസ്, അങ്ങനെയാണ് ഇവർക്ക് പേര് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന അടുത്ത പോയിന്റ് ആണ്, ഇവരുടെ അഡൽട്ട് റേഡിയൽ സിമെട്രി ആണ്, ഇവരുടെ ലാർവ ബൈലാറ്ററൽ സിമെട്രി ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച പോയിന്റ് ആണ്, ഞാൻ പറയില്ല. ഇനി ഇവരുടെ ബോഡിയിലെ അടുത്ത സ്പെഷ്യൽ ഫീച്ചർ ആണ് കുട്ടികളെ, വാട്ടർ വാസ്കുലാർ സിസ്റ്റം. എന്താടാ? വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഓക്കെ, അതായത് ഇവരുടെ ബോഡിയിലേക്ക് പുറമേ നിന്ന് വാട്ടർ ഉള്ളിലേക്ക് കയറുകയും പുറത്തോട്ട് പോവുകയും ചെയ്യുന്ന, നമ്മുടെ സ്പോഞ്ചിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള മറ്റൊരു സംവിധാനമാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഇവരുടെ ബോഡിയിലുണ്ട്. സോ ദാറ്റ് ഹെൽപ്സ് ദം ഇൻ ഫുഡ് ഗ്യാതറിങ്.
ഫുഡ് ഗ്യാതറിങ്ങിന് സഹായിക്കും. അതുപോലെ തന്നെ റെസ്പിറേഷൻ, പുറമെ നിന്ന് ഓക്സിജൻ ബോഡിയിലേക്ക് എത്താൻ കുറച്ചൊക്കെ സഹായിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ലുക്ക് എക്സ്ക്രീഷൻ, ഇവരുടെ ബോഡിയിലെ വേസ്റ്റിനെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കാറുണ്ട്. ആൻഡ് ദെൻ ഇൻ ലോക്കോമോഷൻ, ചെറിയ രീതിയിൽ ഇവരെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടും ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അതുകൊണ്ട് തന്നെ ഇവർക്ക് NCERT പറയുന്നുണ്ട് ദേ ഹാവ് നോ സ്പെഷ്യൽ എക്സ്ക്രീറ്ററി ഓർഗൻ, പ്രത്യേക എക്സ്ക്രീറ്ററി ഓർഗൻ അവർക്കില്ലാന്ന് NCERT പറയുന്നുണ്ട്. ദേ ഹാവ് നോ സ്പെഷ്യൽ എക്സ്ക്രീറ്ററി ഓർഗൻ ബിക്കോസ് അവരുടെ കേസിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി വാൾ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ കമന്റിൽ. നമ്മുടെ സുധീർ അത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. ഓരോരുത്തരുടെയും ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ, സെല്ലുലാർ ആണോ, ടിഷ്യൂ ആണോ, ഓർഗാൻ സിസ്റ്റം ആണോ, അതൊക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു. അതിലേക്കൊന്നും ഞാൻ പോകില്ല. ബോഡി സെഗ്മെന്റേഷൻ ഉണ്ടോ ഇല്ലേ അതൊക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു. ഓക്കെ സാർ ഇന്ന് ഈസി ആയിരുന്നു. ഓക്കെ, ഒരു താങ്ക്സ് പറഞ്ഞേക്ക്. താങ്ക് യു പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, അടിപൊളി. ഇന്ന് എക്സാം ഈസി ആയിരുന്നു. ഓക്കെ, ഞാൻ ഇവരോട് ഇങ്ങനെ പറയായിരുന്നു, പക്ഷെ ഇവരെ ഈസി ആവുന്നു പ്രതീക്ഷിക്കേണ്ട, ടൈറ്റ് ആവും ടഫ് ആവുന്നു പ്രതീക്ഷിച്ച് പോയാൽ മതി ട്ടാ. ഓക്കെ, എനിവേ സോ ദാറ്റ് ഹെൽപ്സ് ദം ഇൻ ലോക്കോമോഷൻ. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ദേ ഹാവ് നോ സ്പെഷ്യൽ എക്സ്ക്രീറ്ററി ഓർഗൻ. സെറ്റേഴ്സ് അല്ലേ? ബാക്കി പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നൗ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു. നൗ കം ടു എക്സാമ്പിൾസ്. എക്സാമ്പിൾ പറഞ്ഞോ. എക്സാമ്പിൾ ഒന്ന്, എക്കിനോഡെർമാറ്റ എന്നുള്ള പേര് തന്നെ ഒന്നാമത്തെ ആളെ കിട്ടും. ദാറ്റ് ഈസ് എക്കിനസ് അല്ലെങ്കിൽ സീ അർച്ചിൻ അല്ലെ, എക്കിനസ് അല്ലെങ്കിൽ സീ അർച്ചിന്. പിന്നെ നേരെ ആക്കോ എന്ന് പഠിച്ചാൽ മതി. എന്താണ് ആക്കോ? അതെന്താ സംഭവം നോക്ക്. അസ്റ്റീരിയാസ് അല്ലെങ്കിൽ സ്റ്റാർ ഫിഷ്, ആൻറ്റിഡോൺ അല്ലെങ്കിൽ സീ ലില്ലി, ക്യുക്കുമേറിയ സീ ക്യുക്കുംബർ, ഒഫിയുറ അല്ലെങ്കിൽ ബ്രിട്ടിൽ സ്റ്റാർ. അതിൽ NCERT ആരുടെയൊക്കെ ചിത്രം തന്നിട്ടുണ്ട്? അസ്റ്റീരിയാസിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ഒഫിയുറ അല്ലെങ്കിൽ ബ്രിട്ടിൽ സ്റ്റാറിന്റെ ചിത്രവും NCERT തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ ഗൈസ്? ഓക്കെ, അസ്റ്റീരിയാസ്, ആൻറ്റിഡോണ്, ക്യുക്കുമേറിയ, ഒഫിയുറ. സെറ്റ് ആണോ? റെഡി അല്ലേ? ആക്കോ എന്ന് ഓർത്താൽ മതി കേട്ടോ, ആക്കോ. അപ്പൊ എക്കിനോഡെർമാറ്റ കഴിഞ്ഞു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെമികോർഡേറ്റ. Now let's talk about phylum Hemichordata. റെഡി ആണല്ലോ. എന്തുകൊണ്ടാണ് ഹെമികോർഡേറ്റയ്ക്ക് ആ പേര് വന്നത്? ബിക്കോസ് ദേ വർ ആക്ച്വലി ഇനീഷ്യലി ദേ വർ കൺസിഡേർഡ് വിത്തിൻ ഫൈലം കോർഡേറ്റ. പണ്ട് അതിനെ ഫൈലം കോർഡേറ്റയ്ക്ക് അകത്ത് തന്നെയുള്ള ഒരു ജീവിയായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ലേറ്റർ പിന്നെ അയാളെ മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ കൺസിഡർ ചെയ്യാനുള്ള കാരണം ബിക്കോസ് ദേ ഹാവ് സംതിങ് കോൾഡ് സ്റ്റോമോകോഡ്. എന്താണ് കുട്ടികളെ? ഡ്യൂ ടു പ്രസൻസ് ഓഫ് സ്റ്റോമോകോഡ്. അവർക്ക് നമുക്ക് നോട്ടോകോഡ് ഉള്ളതുപോലെ സ്റ്റോമോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ആ സ്റ്റോമോകോഡിന്റെ പ്രോട്ടോകോർഡേറ്റ് ഒന്നുമല്ല, ദിസ് ഈസ് ഹെമികോർഡേറ്റയാണ്. ഓക്കെ, സോ ലുക്ക്, ഡ്യൂ ടു പ്രസൻസ് ഓഫ് ദിസ് മക്കളെ, നമ്മൾ നന്നായി പഠിച്ച് നല്ല ക്യാമ്പസുകളിലൊക്കെ പോണേ. ഈ ക്യാമ്പസിലൊന്നും പോവാത്തവന്മാർക്കാണ് ഈ ദാരിദ്ര്യം ഉണ്ടാവും. ഒരു പെൺകുട്ടികളൊക്കെ എങ്ങനെയെങ്കിലും ലൈവിലൊക്കെ കയറി വന്നിട്ട് ഈ കുട്ടികളെ സെറ്റാക്കണം എന്നൊക്കെ തോന്നുക ക്യാമ്പസിലൊന്നും പോവാതിരിക്കണവർക്കാണ്. ക്യാമ്പസിലൊന്നും പോയവർക്ക് ഇതൊന്നും തോന്നൂല. കാരണം എന്താ പറയുക, നമുക്കൊരു സാധനം ഇങ്ങനെ കിട്ടാക്കനി ആവുമ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ ഒരു ഭയങ്കര ടെൻഡൻസി വരിക. ഇതൊക്കെ കണ്ടങ്ങ് മടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഡൻസിയും വരില്ല. ഞാൻ ഈ കമൻറ്റ് ബോക്സ് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു മാതിരി ഞാൻ ലൈക്ക് വി വർ ഡിസ്കസിങ് സംതിങ് ഹിയർ അല്ലേ. So whenever I am seeing this comment box, every time what I am seeing is ഈ ഒരു കൾച്ചർലെസ് ഫെലോസ് വന്നിട്ട് ഇങ്ങനെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. വെറുതെ പെൺപിള്ളേരെ പേരിലൊക്കെ അക്കൗണ്ട് തുടങ്ങി. പെൺപിള്ളേരൊന്നും ആവില്ല. വെറുതെ പെൺപിള്ളേരെ പേരിൽ അക്കൗണ്ട് തുടങ്ങുക, എന്നിട്ട് വരിക, എന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ. ഇങ്ങനെ ഉണ്ടാവും ദാരിദ്ര്യം പിടിച്ചവന്മാർ, എൻ്റെ ദൈവമേ. ഓക്കെ, എനിവേ കം ഹിയർ. സോ ഈ സ്റ്റോമോകോഡിന്റെ പ്രസൻസ് കാരണമാണ് ഇവന്മാർക്ക് ആ പേര് കിട്ടിയത്. ദയവേത് നല്ല ക്യാമ്പസിൽ പോയി പഠിക്കണേ മക്കളെ. ഈ ദാരിദ്ര്യം പിടിച്ചവരെ കണ്ടില്ല, എങ്ങനെ ആവരുത് കേട്ടാ. ഇവന്മാരൊക്കെ ശരിക്കും സ്കൂളിൻ്റെ ഒക്കെ പരിസരത്ത് ഈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോലീസിനെ വിട്ട് അടുപ്പിച്ച് ഓടിക്കുക വേണ്ട, അടിച്ചോടിപ്പിക്കുക വേണ്ട. അങ്ങനെ ഉണ്ടാവുമോ ദാരിദ്ര്യം? ജോലി ഉണ്ടാവില്ല, കൂലി ഉണ്ടാവില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ജോലിയും കൂലിയും ബോധമൊക്കെ ഉള്ളവരൊന്നും പെണ്ണ് കിട്ടാതിരിക്കില്ല നമ്മുടെ നാട്ടില്. പഠിക്കൂല, പണിക്കും പോവില്ല, ഒന്നും ചെയ്യൂല, അങ്ങനെ ഇരിക്കും. എങ്ങനെ പെണ്ണ് കിട്ടുക? എന്നിട്ട് ഇങ്ങനെ അതിന്റെ ഫ്രസ്ട്രേഷൻ മൂത്ത് ഈ പാവപ്പെട്ട കുട്ടികൾ ഇവിടെ വന്ന് +1 കുട്ടികൾ ക്ലാസ് കേൾക്കുന്നിടത്ത് വന്നിട്ട് അങ്ങനെ ഓരോ കമന്റ് ഇട്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ സാർ, അവരവിടെ നിൽക്കട്ടെ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യാ? ഓക്കെ, സോ എനിവേ കം ഹിയർ.
ഡ്യൂ ടു പ്രസൻസ് ഓഫ് സ്റ്റോമോകോഡ് ഇങ്ങനെയുണ്ടല്ലോ അല്ലേ? ശരി, കം ഹിയർ കം ഹിയർ. അപ്പോൾ നോക്കൂ, നമ്മളിനി ഇവരുടെ സ്ട്രക്ചർ നോക്കാം. അന്ന് ഇവർക്ക് എന്തൊക്കെ ഭാഗമുണ്ട്. ദേ ഹാവ് ഹെഡ് അല്ലേ, സോറി ഹെഡ്. ദേ ഹാവ് ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് പ്രബോസിസ്. രണ്ടാമത്തെ ഭാഗമാണ് ഇവിടെ കോളർ. മൂന്നാമത്തെ ഭാഗമാണ് ദെയർ ട്രങ്ക്. ഇങ്ങനെ 3 ഭാഗമാണ് ഇവരുടെ ബോഡിക്കുള്ളത് കേട്ടോ. ഫസ്റ്റ് പാർട്ട് ഈസ് ദിസ് പാർട്ട് കോൾഡ് പ്രബോസിസ്. ഓക്കെ, പ്രബോസ്കിസ് എന്നാണ് എഴുതുക, പ്രബോസിസ് എന്നാണ് വായിക്കേണ്ടത്. സെക്കൻഡ് പാർട്ട് ഈസ് കോളർ ആൻഡ് തേർഡ് പാർട്ട് ഈസ് ട്രങ്ക്. ഇങ്ങനെ 3 ഭാഗമാണുള്ളത്. ആൻഡ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈ പ്രബോസിസിന്റെ ഭാഗത്ത് ഒരു ഗ്ലാൻഡ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പ്രബോസിസ് ഗ്ലാൻഡ്. എന്താ വിളിക്കുക? പ്രബോസിസ് ഗ്ലാൻഡ്. ദാറ്റ് ഹെൽപ്സ് ദം ഇൻ എക്സ്ക്രീഷൻ. ഇവരുടെ ബോഡിയിലെ വേസ്റ്റിനെ പുറന്തള്ളാൻ വേണ്ടി പ്രബോസിസ് ഗ്ലാൻഡ് ആണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോ ഗൈസ്? ഓക്കെ, ഇനി ഇവരുടെ കോളർ റീജിയനിലൊക്കെ ആരോ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, സിദ്ധാർത്ഥ. ഓക്കെ, സിദ്ധാർത്ഥന് തിരിച്ചും താങ്ക്സ്. നമ്മുടെ ലൈവ് ഒക്കെ അടിപൊളിയായി കണ്ട് പഠിച്ച് എഴുതി നല്ല മാർക്ക് വാങ്ങിയില്ലേ, സന്തോഷം കേട്ടോ. ഓക്കെ, ഇന്നലത്തെ നമ്മൾ ലൈവ് കണ്ട് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യമാണ്. ഓക്കെ ഗ്രേറ്റ്. സോ ലുക്ക്, ഇനി നമ്മളെ കോളർ റീജിയനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്റ്റോമോ കോഡ് കാണാൻ പറ്റും ഇവരുടെ കേസിൽ. അപ്പോൾ ആ സ്റ്റോമോ കോഡിന്റെ പ്രസൻസ് കാരണമാണ് ഇവർക്ക് എന്ത് പേരിട്ട തന്നെ കുട്ടികളെ? ഹെമി കോർഡേറ്റ എന്നുള്ള പേര് വന്നത് തന്നെ. റെഡി അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആൻഡ് ദേ ആർ വേം ലൈക്ക് മറൈൻ ആനിമൽസ്. ചോദിക്കും, ആരാണ് വേമിനെ പോലെ, വിരകളെ പോലെയുള്ള വേം ലൈക്ക് മറൈൻ ആനിമൽസ് എന്ന് ചോദിക്കും കേട്ടോ. വേമിനെ പോലെയുള്ള മറൈൻ ആനിമൽസ് ആരാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഇവരെ കുറിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവരുടെ എക്സാമ്പിൾസ് പറഞ്ഞ മക്കളെ, നിങ്ങൾ 2 എക്സാമ്പിളെ പഠിക്കാനുള്ളൂ. ഒന്ന് ബെലാനോഗ്ലോസസ് അല്ലെ, ബെലാനോഗ്ലോസസ്. രണ്ടാമത്തത് സാക്കോഗ്ലോസസ്. ബെലാനോഗ്ലോസസും അതുപോലെ തന്നെ സാക്കോഗ്ലോസസും. ബെലാനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. ക്ലിയർ ആണോ? റെഡിയാണോ? ബെലാനോഗ്ലോസസും സാക്കോഗ്ലോസസും. റെഡി അല്ലേ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹെമി കോർഡേറ്റ. ഞാൻ പഠിപ്പിച്ച ഇത്രയും പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോ. എക്സ്ക്ലൂസീവ്ലി മറൈൻ, കടലിൽ മാത്രം കാണുന്ന 3 ഫൈലങ്ങളെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയോ? 1 ടീനോഫോറ, 2 എക്കിനോഡെർമാറ്റ, 3 ഹെമി കോർഡേറ്റ. ഈ 3 ഫൈലങ്ങളും എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. കടലിൽ മാത്രം കാണുന്ന ആളുകളാണ്. ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ. റെഡി അല്ലേ? റെഡിയാണോ? ഇല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊന്നും ആരും നിങ്ങളെ മാർക്ക് കുറക്കൂല കേട്ടാ. സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊന്നും നിങ്ങളെ മാർക്ക് കുറക്കൂല, പേടിക്കേ വേണ്ട. നിങ്ങൾ എഴുതി വെച്ചാൽ മതി, സാധനം അവിടെ ഉണ്ടായാൽ മതി. ബെലാനോഗ്ലോസസ്, സാക്കോഗ്ലോസസ്. പിന്നെ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആരൊക്കെയാ കുട്ടികളെ? ടീനോഫോറ, എക്കിനോഡെർമാറ്റ, ഹെമികോർഡേറ്റ. ഈ 3 ഫൈലങ്ങൾ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫൈലം കോർഡേറ്റ. എടാ, ഫൈലം കോർഡേറ്റയെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ: വാട്ട് ആർ ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്, ദ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡേറ്റ? ഒരാൾ കോർഡേറ്റയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്ന ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കും. സോ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ഡയഗ്രാം ഉണ്ട് NCERT-യിൽ. മക്കൾ ഈ ഡയഗ്രാം എന്തായാലും നോക്കി വെക്കണേ. ഓക്കെ, NCERT-യിലുള്ള ഒരു ഡയഗ്രാമാണ്, ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കുകയാണ്. സോ നിങ്ങൾ കോർഡേറ്റയെ നോക്കിക്കഴിഞ്ഞാൽ കോർഡേറ്റയ്ക്ക് ഒരു ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ടാകും. കണ്ടോ, ഹോളോ എന്ന് പറഞ്ഞാൽ ഉള്ളു പൊള്ളയായിട്ടുള്ള നെർവ് കോഡ് കാണാൻ പറ്റും. അതിൻ്റെ താഴെ ദേ വിൽ ബി ഹാവിങ് എ നോട്ടോ കോഡ്. കണ്ടോ, നമുക്ക് ഡോർസൽ സൈഡിൽ തന്നെ അവർക്ക് നോട്ടോ കോഡ് ഉണ്ടാകും, ഉള്ളു പൊള്ളയായ ഒരു നെർവ് കോഡ് ഉണ്ടാവും. ഞാൻ ഈ വരയ്ക്കുന്നത് നോട്ടോ കോഡാണ്. അതിൻ്റെ മുകളിലായിട്ടുള്ളതാണ് ഡോർസൽ ഹോളോ നെർവ് കോഡ്. ക്ലിയർ ആണോ? സോ ദേ വിൽ ബി ഹാവിങ് നോട്ടോ കോഡ് ആൻഡ് ഡോർസൽ ഹോളോ നെർവ് കോർഡ് ഉണ്ടാകും. ഓക്കെ, നെർവ് കോർഡ്. ആൻഡ് വാട്ട് ഈസ് ദിസ് ഗ്രീൻ തിങ്? ഇതിന്റെ പേരെന്താ കുട്ടികളെ? ഓക്കെ, ദിസ് ഈസ് നോട്ടോ കോഡ്. ഓക്കെ, നോട്ടോ കോഡ് ഉണ്ട്. ദെൻ നോക്ക്, ഈ ഒരു ഭാഗത്താണ് ഇവരുടെ മൗത്ത് വരിക. ഈ ഒരു ഏരിയ ഇവരുടെ ഫാരിങ്സ് ആണ്. സോ ഇവിടെ യു ക്യാൻ സീ ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ, സോ ദേ ഹാവ് പെയേർഡ്. നോക്കൂ, 2 ഭാഗത്തുള്ള പെയറായി നിൽക്കുന്ന, ഓക്കെ, ദേ ഹാവ് പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഫാരിങ്സിൽ ഗില്ലിൻ്റെ സ്ലിറ്റുകൾ, ഗില്ലിൻ്റെ ഓപ്പണിങ്സ് കാണാൻ പറ്റും. ക്ലിയർ ആണോ? സോ ദേ ഹാവ് പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഇനിയിപ്പോൾ ഇവരുടെ മൗത്ത് ഇവിടെ ഉണ്ട്, ഇവിടെ ഫാരിങ്സ് ആണ്, അവിടെ ഗില്ലിൻ്റെ സ്ലിറ്റുകൾ 2 സൈഡിലും പെയർ ആയിട്ട് നിൽക്കുന്ന ഗില്ലിൻ്റെ സ്ലിറ്റുകളുണ്ട്. അങ്ങനെ വന്ന് ഇവിടെയാണ് ഇവരുടെ എയ്നസ്.
ഇവരുടെ ഡൈജസ്റ്റീവ് വേസ്റ്റ് ഒക്കെ നമ്മളുടെയൊക്കെ കേസിൽ പുറന്തള്ളുന്ന ഓപ്പണിംഗ്, ദാറ്റ് ഈസ് കോൾഡ് എയ്നസ്. ഈ എയ്നസിന് ശേഷമുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ദിസ് ഈസ് കോൾഡ് പോസ്റ്റ് ആനൽ ടെയിൽ. എന്താ വിളിക്കുക? പോസ്റ്റ് ആനൽ പാർട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ആനൽ ടെയിൽ എന്ന് വിളിക്കും. സോ ദീസ് ആർ ദ ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ഓഫ് കോർഡേറ്റ. കോർഡേറ്റയുടെ ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ്. റെഡി അല്ലേ? അപ്പോൾ ഒന്നുകിൽ NCERT-യിലുള്ള ഈ ഡയഗ്രം തന്നിട്ട് ഐഡന്റിഫൈ ദ പാർട്സ് എന്ന് ചോദിക്കും. രണ്ടാമത്തെ ചോദ്യം വാട്ട് ആർ ദ ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് കോർഡേറ്റ എന്ന് ചോദിക്കും. യു ക്യാൻ ആൻസർ ദി സെയിം. ഓക്കെ, നൗ അടുത്തത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. കോർഡേറ്റ്സും നോൺ കോർഡേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കും. അപ്പോഴും എൻ്റെ കുട്ടികൾക്ക് ഇതേ ആൻസർ പറയാവുന്നതാണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. കോർഡേറ്റ്സും നോൺ കോർഡേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാലും യു ക്യാൻ ആൻസർ ദ സെയിം. അതായത് ഈ ലൈവ് കണ്ടാൽ ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് കിട്ടുമോ? കിട്ടും കേട്ടോ. ഷഹീമെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഒന്ന് വ്യത്യാസം. നമ്മുടെ കേസിൽ വി ഹാവ് ഡോർസൽ ഹോളോ നെർവ് കോഡ്. എത്രണ്ണ ഉള്ളത്? ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെ പറ്റി കോർഡേറ്റയെ പറ്റി പറയാം. നോക്കൂ, അവർ നെർവ് കോഡ് ഈസ് ഡോർസൽ. നമ്മുടെ നെർവ് കോഡ് ഡോർസൽ ആണ്. നമ്മുടെ നെർവ് കോഡ് ഹോളോ ആണ്. നമ്മുടെ നെർവ് കോഡ് സിംഗിൾ ആണ്, ഒരെണ്ണേ ഉള്ളൂ. ബട്ട് നോൺ കോർഡേറ്റയുടെ നെർവ് കോഡ് ഉണ്ടല്ലോ വെൻട്രൽ സൈഡിലാണ്, ബോഡിയുടെ ഫ്രണ്ട് ഭാഗത്താണ്, നമുക്ക് ബാക്ക് ഭാഗത്താണ്. ക്ലിയർ അല്ലേ? വെൻട്രൽ ആണ്. ദെൻ നമ്മുടേത് ഹോളോ ആണ്, ഉള്ളു പൊള്ളയായതാണ്. ഇവരുടെ ഉള്ളു പൊള്ളയല്ല. സോ സോളിഡ് ആണ്. ഹോളോയുടെ ഓപ്പോസിറ്റ് ആണ് സോളിഡ് എന്ന് പറയുന്നത്. നമുക്ക് ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ അവർക്ക് രണ്ടെണ്ണം ഉണ്ട്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ഫസ്റ്റ് ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ്, വി ഹാവ് നോട്ടോ കോഡ്. നമുക്ക് നോട്ടോ കോഡ് ഉണ്ട് അല്ലേ? നമ്മുടെ കേസിൽ നോട്ടോ കോഡ് പോസിറ്റീവ്, അവരുടെ കേസിൽ നെഗറ്റീവ്, അവർക്ക് നോട്ടോ കോഡ് ഇല്ല. അടുത്തത് വി ഹാവ് പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. അത് നമുക്കുണ്ട്. ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് നമുക്കുണ്ട്, അവർക്ക് നോൺ കോർഡേറ്റ്സ്, കോർഡേറ്റ ഇല്ലാത്ത ആർക്കും ഇല്ല. പോസ്റ്റ് ആനൽ ടെയിൽ നമുക്കുണ്ട്, അവർക്കില്ല. ക്ലിയർ ആണോ? ഇതേ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് എല്ലാം ഉത്തരവും എഴുതാം. ഐ മീൻ എല്ലാ കാര്യങ്ങളും എഴുതാവുന്നതാണ്. 3 രീതിയിലുള്ള ചോദ്യങ്ങൾ വരെ ഇവിടുന്ന്, ആ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം നിങ്ങൾക്ക് ഹാർട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഐ എം നോട്ട് ടീച്ചിങ് യു ദ എൻറ്റയർ ചാപ്റ്റർ അല്ലേ. നമ്മളിത് 7 or 8 hour ഒക്കെ വെച്ചെടുത്ത ക്ലാസ് ആയിരിക്കും ഈ ചാപ്റ്റർ. 7 hour വെച്ചെടുത്ത ചാപ്റ്റർ ആണ്. 6.5 to 7 hour വെച്ചിട്ടാണ് പ്ലസ് വണ്ണുകാർക്ക് ഞാൻ ഈ ചാപ്റ്റർ എടുത്തതെന്നുള്ളത് അല്ലേ. ബോർഡ് എക്സാമിന് കുറച്ചുകൂടി സമയം കുറവാണ്, 6 hour എങ്ങാണ്ട്. പക്ഷേ ഇത് ആ സാധനമാണ് നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് കൺക്ലൂഡ് ചെയ്ത് പഠിക്കുന്നത്. സോ യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി എവറിഥിങ്. ഓക്കെ, യു നീഡ് ടു സ്റ്റഡി വാട്ട് ബീങ് ആസ്ക്ഡ് ഇൻ എക്സാം. എക്സാമിന് എന്താണോ ചോദിക്കുക അത് മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ പഠിച്ചു. കോർഡേറ്റയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് കോർഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. നമുക്ക് നമ്മൾ ഫൈലം കോർഡേറ്റയെ 3 സബ് ഫൈലങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? വി ഹാവ് യൂറോ കോർഡേറ്റ, ആൻഡ് ദെൻ വി ഹാവ് സെഫാലോ കോർഡേറ്റ, ആൻഡ് ദെൻ വി ഹാവ് വെർട്ടിബ്രേറ്റ അല്ലേ. സോ വി ഹാവ് യൂറോ, സെഫാലോ, വെർട്ടിബ്രേറ്റ. സെറ്റ് ആണല്ലോ? ഓക്കെ, ഗ്രേറ്റ്. ശ്രദ്ധിക്കും മക്കളെ. നോക്കൂ, യൂറോ കോർഡേറ്റയുടെ പ്രത്യേകത, ഹിയർ നോട്ടോ കോഡ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ഓക്കെ, ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ലാർവയുടെ ടെയിലിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടോ കോഡ് കാണാൻ പറ്റുള്ളൂ. ഹിയർ നോട്ടോ കോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ബട്ട് ഇൻ സെഫാലോ കോർഡേറ്റ, നന്നായി ശ്രദ്ധിച്ചോ, ബട്ട് ഇൻ സെഫാലോ കോർഡേറ്റ ഇറ്റ് ഈസ് പ്രസന്റ് ഫ്രം ഹെഡ് ടു ടെയിൽ ത്രൂ ഔട്ട് ലൈഫ്. ജീവിതകാലം മുഴുവൻ ഉണ്ടാവും, ഹെഡ് മുതൽ ടെയിൽ വരെ. അല്ലാതെ ടെയിലിൽ മാത്രം, ലാർവയിൽ മാത്രം അങ്ങനെയൊന്നും അല്ല. ഇയാളുടെ കേസിൽ ലാർവയുടെ ടെയിലിൽ മാത്രമേ ഉള്ളൂ. ബട്ട് ഇൻ വെർട്ടിബ്രേറ്റ ദ നോട്ടോ കോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ, നമ്മുടെ എംബ്രിയോണിക് ലൈഫിൽ നോട്ടോ കോഡ് കാണാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് ദെൻ റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ അഡൽട്ട്. നമ്മൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴത്തേക്ക് ആ നോട്ടോ കോഡ് മാറിയിട്ട് അവിടെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്ന സ്ട്രക്ചർ വരും. ക്ലിയർ ആണോ? പ്ലസ് 2 എക്സാം ഈസി ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, സെബിന് പ്ലസ് 2 എക്സാം ഈസി ആയിരുന്നു പറയുന്നുണ്ട്. ഓക്കെ,
സാർ ക്ലാസ് എപ്പോൾ കഴിയും? സുധീറെ ക്ലാസ് ഇപ്പോൾ തീരും. ക്ലാസ് കഴിഞ്ഞിട്ട് സുധീറിന് എന്നാ പരിപാടി? ഒരു 10-15 മിനിറ്റ് കൊണ്ട് ക്ലാസ് തീരും കേട്ടോ. ഓക്കെ, യൂറോ കോർഡേറ്റയുടെ എക്സാമ്പിൾ ആരൊക്കെ കുട്ടികളെ? എക്സാമ്പിൾസ് അസിഡിയ, പിന്നെ സാൽപ്പ, പിന്നെ ഏതാ? ഡോളിയോളം അല്ലെ? അസിഡിയ, സാൽപ്പ, ഡോളിയോളം. സാർ അൾട്ടിമേറ്റ് വേഗത്തിൽ തരുമോ? ഫിസിക്സ് ആൻഡ് ബയോളജി. വി ആർ ട്രൈയിങ് അവർ ബെസ്റ്റ് ടു പ്രൊവൈഡ് എവറിത്തിങ്. ഓക്കെ, സോ ലുക്ക് അസിഡിയ, സാൽപ്പ, ഡോളിയോളം. സെഫലോകോർഡേറ്റയുടെ എക്സാമ്പിൾ എന്താ കുട്ടികളെ? ബ്രാങ്കിയോസ്റ്റോമ. ബ്രാങ്കിയോസ്റ്റോമ, ഇതിന്റെ മറ്റൊരു പേരാണ് ആംഫിയോക്സസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റ് അല്ലെ? ബ്രാങ്കിയോസ്റ്റോമ, ആംഫിയോക്സസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റ്. ക്ലിയർ ആണോ കുട്ടികളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി വെർട്ടിബ്രേറ്റയുടെ എക്സാമ്പിൾസ് നമുക്ക് പിന്നീട് നോക്കാം. നമുക്ക് യൂറോ കോർഡേറ്റയും സെഫലോ കോർഡേറ്റയും കൂടി ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? പ്രോട്ടോ കോർഡേറ്റ്സ് അല്ലെ? പ്രോട്ടോ കോർഡേറ്റ്സ് എന്നാണ് രണ്ടുപേരെയും കൂടി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേര്. സെറ്റാണോ? ക്ലിയർ ആണോ? അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. ഫൈലം കോർഡേറ്റ് സെറ്റ് ആണെന്ന് കരുതുന്നു. റെഡി അല്ലേ? റെഡിയാണോ? ഒന്ന് കമന്റ് ചെയ്തേക്ക്. റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ അത് പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈലം കോർഡേറ്റ സെറ്റാക്കി. ഓക്കെ, റെഡി. വെരി ഗുഡ്. ഇനി നോക്ക്, സബ് ഫൈലം വെർട്ടിബ്രേറ്റ. സബ് ഫൈലം വെർട്ടിബ്രേറ്റയെ നമ്മൾ 2 ഡിവിഷനുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡിവിഷൻ ആണ് അഗ്നാത്ത. അഗ്നാത്ത എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ജോ ഇല്ലാത്ത ആളുകളാണ് വരിക. ജോലെസ്. ഓക്കെ, ജോ ഇല്ലാത്ത ആളുകളാണ് വരിക. രണ്ടാമത്താണ് നാത്തോസ്റ്റൊമാറ്റ. ജോ ഉള്ള, താടിയലുള്ള ആളുകൾ. ഓക്കെ, നാത്തോസ്റ്റൊമാറ്റ. സോ ദാറ്റ് ഈസ് ദേ ബെയർ ജോ അല്ലെ? ദേ ബിയർ ജോ. ഓക്കെ, ജോ ഉള്ള ആളുകളാണ് ഈ ഗ്രൂപ്പിൽ വരിക. നോക്കൂ, അഗ്നാത്ത എന്ന് പറയുന്ന ഡിവിഷനകത്ത് ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ. ദാറ്റ് ഈസ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. എന്താടാ? ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. നാത്തോസ്റ്റൊമാറ്റ എന്നുള്ള ഡിവിഷനെ നമ്മൾ 2 സൂപ്പർ ക്ലാസ്സുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. സൂപ്പർ ക്ലാസ് പിസസും സൂപ്പർ ക്ലാസ് ടെട്രാപോഡയും. സോ വി ഹാവ് സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. നോക്ക്, ഈ പിസസ് എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിനെ നമ്മൾ 2 ക്ലാസ്സുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്താണ് ക്ലാസ് കോൺട്രിത്തൈസ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷ് എന്ന് പറയും. രണ്ടാമത്തതാണ് ക്ലാസ് ഒസ്റ്റീത്തൈസ് അല്ലെങ്കിൽ ബോണി ഫിഷസ് എന്ന് പറയും അല്ലേ? നൗ ദീസ് ആർ ക്ലാസസ്. നൗ ടെട്രാപോഡ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിനെ നമ്മൾ 4 ക്ലാസ്സുകളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ കുട്ടികളെ? വി ഹാവ് ആംഫീബിയ, റെപ്റ്റീലിയ, പിന്നെ വി ഹാവ് ഏവ്സ് ആൻഡ് ദെൻ വി ഹാവ് ബേർഡ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ ക്ലാസസ്. ക്ലിയർ ആണോ? ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, ബേർഡ്സ്. സോറി മാമൽസ്. ഏവ്സ് ആൻഡ് ബേർഡ്സ് അല്ല, സോറി. ഏവ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആണ്. ഏവ്സ് ആൻഡ് മാമൽസ്. ഉറങ്ങാത്തതിന്റെ പ്രശ്നമാടാ. രാത്രി മര്യാദക്ക് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധി വർക്ക് ചെയ്യൂല കേട്ടാ. ബുദ്ധിക്ക് ഭ്രാന്തായി പോകും. അതുകൊണ്ട് പരീക്ഷയുടെ തലേന്നൊന്ന് ഉറങ്ങിക്കൊണ്ടു. റെഡിയാണോ? ഓക്കെ, ശരി. ഇനി നമുക്ക് ഓരോ ക്ലാസ്സിനെ കുറിച്ചും കുറച്ച് പോയിന്റ്സ് പഠിക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കൂട്ടാ. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. ലുക്ക്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. നോക്കൂ, സൈക്ലോസ്റ്റൊമാറ്റകൾ മെയിൻലി ദേ ആർ ആക്ച്വലി ജോലെസ് ഫിഷസ് ആണ്. ജോ ഇല്ലാത്ത ഫിഷുകളാണ്. ദേ ആർ എക്ടോ പാരസൈറ്റ് ഓൺ മറൈൻ ഫിഷസ്. കടലിലെ ലാർജ് ഫിഷുകളുടെ പുറത്ത് എക്ടോ പാരസൈറ്റ് ആണ്. ദേ ആർ എക്ടോ പാരസൈറ്റ്. എക്ടോ എന്ന് പറഞ്ഞാൽ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പാരസൈറ്റുകൾ, പരാതങ്ങൾ. സോ ദേ ആർ എക്ടോ പാരസൈറ്റ് ഓൺ ലാർജ് ഫിഷസ്. ഓക്കെ, വലിയ ഫിഷുകളുടെ പുറത്തുള്ള എക്ടോ പാരസൈറ്റ് ആണ് ഇവര്. ക്ലിയർ അല്ലേ? നൗ ദേ ആർ മറൈൻ. ഇവർ കടലിലാണ് ഉണ്ടാവുക. ഓക്കെ, ദേ ആർ മറൈൻ ബട്ട് മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിങ്. മുട്ടയിടാൻ വേണ്ടി ഫ്രഷ് വാട്ടറിലേക്ക് വരും. സോ ദേ ആർ മറൈൻ ബട്ട് മൈഗ്രേറ്റ്
ടു ഫ്രഷ് വാട്ടർ, കടലിൽ നിന്ന് പുഴയിലേക്ക് അഴിമുഖത്തേക്ക് കയറി വരും. ഫോർ സ്പോണിങ്, മുട്ടയിടാൻ വേണ്ടി അഴിമുഖത്തേക്ക് കയറി വരും. ആൻഡ് അഴിമുഖത്ത് മുട്ടയിടും. അങ്ങനെ കടലിൽ ഇയാൾ ഫ്രഷ് വാട്ടറിൽ വന്നിട്ട് അവിടെ മുട്ടയിടും. ആൻഡ് അവിടെ ഈ മുട്ട വിരിയും. ആൻഡ് ആഫ്റ്റർ മെറ്റമോർഫോസിസ് ദ ലാർവ റിട്ടേൺ ടു ഓഷ്യൻ. അതായത് മുട്ട വിരിഞ്ഞ് ലാർവകളാണ് ഉണ്ടാവുക ഫ്രഷ് വാട്ടറിൽ. അപ്പോൾ ഇയാൾ കടലിലാണ്, അവിടുന്ന് ഫ്രഷ് വാട്ടറിലേക്ക് വരുന്നു, ഫ്രഷ് വാട്ടറിൽ മുട്ടയിടുന്നു, സ്പോണിങ് നടത്തുന്നു. ആ മുട്ട അവിടെ വിരിയുന്നു ഫ്രഷ് വാട്ടറിൽ. അങ്ങനെ ലാർവകൾ ഉണ്ടാകും. ആ ലാർവ പിന്നീട് അഡൽട്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യും അല്ലെ. നമുക്കറിയാം തവളയുടെ ഒക്കെ കേസിൽ ലാർവയാണ് ഉണ്ടാവുക, അത് പിന്നെ അഡൽട്ടായി മാറുകയാണ് ചെയ്യുക. ദിസ് പ്രോസസ് ഈസ് കോൾഡ് മെറ്റാമോർഫോസിസ്. അപ്പോൾ അവരുടെ ലാർവകൾക്ക് ഈ ഒരു പ്രോസസ്സ് നടന്ന് ലാർവ അഡൽട്ട് രൂപത്തിലേക്ക് മാറിയാൽ ഉടനെ കടലിലേക്ക് തിരിച്ചു പോകും. ക്ലിയർ ആണ് കുട്ടികളെ? ഇനി ഇവരുടെ അടുത്തൊരു പ്രത്യേകത, ദേ ഹാവ് നോ ജോ, ജോ ഇല്ല. അതുപോലെ തന്നെ ദേ ലാക്ക് പെയേർഡ് ഫിൻസ് ആൻഡ് സ്കെയിൽസ്. ഇവരുടെ ബോഡിയിൽ സ്കെയിലുകളും കാണൂല, ചിറകുകൾ, പെയർ ഓഫ് ചിറകുകൾ. സാധാരണ നമ്മളെ മീനുകൾ ചിറകെന്ന് ഉദ്ദേശിക്കുന്നത് നീന്താൻ സഹായിക്കുന്ന ഫിൻസ്. അതിനിപ്പോൾ മലയാളത്തിൽ എന്താ പറയുക, ചിറക് എന്നല്ലേ, മീനിന്റെ ചിറക് എന്ന് പറയാനല്ലേ. ആ സാധനം ഉണ്ടാവില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ദേ ലാക്ക് സ്കെയിൽസ് ആൻഡ് പെയേർഡ് ഫിൻസ്. റെഡിയാണോ മക്കളെ? ഇന്ന് സോളജി ഫുൾ തീരുമോ? ഫുള്ള് തീരും കേട്ടോ. ഇപ്പോൾ തീരും. ഇന്ന് ഏതൊക്കെയാണ് ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളത് മക്കളെ? നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊക്കെ ചാപ്റ്റർ, ഫുൾ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. വെറുതെ അങ്ങ് ചോദിക്കല്ലേ വന്നിട്ട്. ഓക്കെ, ശരി. സെറ്റാണല്ലോ അല്ലേ? റെഡി ആണെങ്കിൽ കമൻറ്റ് ചെയ്തേ മക്കളെ. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. യാസീൻ സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യാസീൻ തന്നെ ഉള്ളൂ. ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോഴേ എനിക്ക് ഇങ്ങനെ ഈ വർത്താനം കണ്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സെറ്റാണെങ്കിൽ ഒന്ന് പറഞ്ഞേ മക്കളെ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. യെസ്, റെഡി. ഞാനൊരു നൈറ്റ് ഉറങ്ങുക പോലും ചെയ്യാതെ വന്നിട്ട് ഈ ക്ലാസ് എടുക്കുന്നത്. ആൻഡ് വെൻ ഐ എം ടീച്ചിങ് ദിസ്, ഞാൻ കാണുന്നത് മൊത്തം ഡിസപ്പോയിൻറ്റിങ് കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, റെഡിയാണ്. താങ്ക് യു. ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടല്ലോ പഠിക്കുന്നവർ. ഗ്രേറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സൈക്ലോസ്റ്റോമാറ്റ. ഇനി എക്സാമ്പിൾ കുട്ടികളെ നോക്കൂ. നമുക്ക് 2 എക്സാമ്പിളേ പഠിക്കാനുള്ളൂ. നമ്പർ 1 പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംബ്രെ അല്ലേ, ലാംബ്രെ. രണ്ടാമത്തെ എക്സാമ്പിളാണ് മിക്സീൻ അല്ലെങ്കിൽ ഹാഗ് ഫിഷ് എന്ന് പറയുന്ന ആൾ. മിക്സീൻ അല്ലെങ്കിൽ ഹാഗ് ഫിഷ്. ക്ലിയർ ആണോ? പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംബ്രെ, മിക്സീൻ അല്ലെങ്കിൽ ഹാഗ് ഫിഷ്. റെഡി ആണല്ലോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ സൈക്ലോസ്റ്റോമാറ്റ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് കോൺട്രിത്തൈസും ഒസ്റ്റിത്തൈസും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് നമ്മളോട് 2 രീതിയിൽ ചോദിക്കും. ഒന്നുകിൽ കോൺട്രിത്തൈസും ഒസ്റ്റിത്തൈസും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഒന്നുകിൽ ആ രീതിയിൽ ചോദ്യം വരും. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺട്രിത്തൈസ് ആൻഡ് ഒസ്റ്റിത്തൈസ്. അല്ലെങ്കിൽ കോൺട്രിത്തൈസിനെ കുറിച്ച് 4 പോയിന്റ് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഒസ്റ്റിത്തൈസിനെ കുറിച്ച് 4 പോയിന്റ് എഴുതാൻ പറയും. സോ യു ഷുഡ് നോ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. ഓക്കെ, സോ കോൺട്രിത്തൈസ് and osteoids. What are the differences between them? റെഡി അല്ലേ? സോ ലുക്ക്, കോൺട്രിത്തൈസിന് മറ്റൊരു പേര് തന്നെ കാർട്ടിലേജിനസ് ഫിഷസ് എന്നാണ്. സോ ദേ ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ. ഇവരുടെ എൻഡോസ്കെലിട്ടൺ കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒസ്റ്റീതൈസിന് മറ്റൊരു പേര് ബോണി ഫിഷസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ എൻഡോസ്കെലിട്ടൺ ബോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദേ ഹാവ് ബോണി എൻഡോസ്കെലിട്ടൺ. സോ ഒരാൾക്ക് കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ, ഒരാൾക്ക് ബോണി എൻഡോസ്കെലിട്ടൺ. എൻഡോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള അസ്ഥികൂടം. റെഡി ആണല്ലോ? രണ്ടാമത് നോക്കട, കോൺട്രിത്തൈസിന്റെ പ്രത്യേകത, ഇവരുടെ ബോഡിയിൽ എയർ ബ്ലാഡർ, എയർ നിറഞ്ഞിരിക്കുന്ന സ്പേസ് ഉണ്ടാവില്ല. അതേസമയത്ത് ഒസ്റ്റിത്തൈസ്, ഈ ബോണി ഫിഷുകൾക്ക് എയർ ബ്ലാഡർ ഉണ്ടാകും. സോ എയർ ബ്ലാഡർ ഇവരുടെ ബോഡിക്കകത്ത്, ഉദാഹരണത്തിന് ഇത് ഫിഷ് ആണെങ്കിൽ ഈ ഫിഷിന്റെ ബോഡിയിൽ എയർ നിറഞ്ഞിരിക്കുന്ന സ്പേസ്, അതാണ് എയർ ബ്ലാഡർ ഉണ്ടാകും. സോ എയർ ബ്ലാഡർ പ്രസന്റ് ആണ്, എയർ ബ്ലാഡർ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഇവർ വെള്ളത്തിൽ അങ്ങനെ പെട്ടെന്നൊന്നും താഴ്ന്നു പോകില്ല, നീന്തിയില്ലെങ്കിലും. അതേ സമയത്ത് ഹിയർ എയർ ബ്ലാഡർ ഈസ് ആബ്സെന്റ് കേട്ടോ. എയർ ബ്ലാഡർ ഉണ്ടാകൂല. ഈ കോൺട്രിത്തൈസിന് എയർ ബ്ലാഡർ ഈസ് ആബ്സെന്റ്. സോ ദേ നീഡ് ടു സ്വിം കോൺസ്റ്റന്റ്ലി. ഇവർ നിരന്തരമായിട്ട് നീന്തേണ്ടി വരും.
ടു അവോയ്ഡ് സിങ്കിങ്, അല്ലെങ്കിൽ ഇവർ വെള്ളത്തിൽ സിങ്ക് ആവും, മുങ്ങിപ്പോവും. അപ്പം മുങ്ങിപ്പോവാതിരിക്കണേ, അടിയിലേക്ക് പോവാതിരിക്കണേ, ദ നീഡ് ടു സ്വിം കോൺസ്റ്റന്റ്ലി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇവരുടെ സ്കെയിലുകൾ, കോൺട്രിത്തൈസിന്റെ സ്കെയിലുകൾ പ്ലാക്കോയിഡ് സ്കെയിലുകളാണ്. എന്താണ് മക്കളെ? പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്നറിയപ്പെടുന്ന സ്കെയിലുകളാണ്. ഇവന്മാരുടേത് സൈക്ലോയിഡ് സ്കെയിലുകൾ അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിലുകൾ എന്നറിയപ്പെടുന്ന സ്കെയിലുകളാണ്. സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിലുകളാണ് ഇവർക്കുള്ളത്, ചെതുമ്പലുകൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങളിപ്പോൾ നോക്ക്, ഒസ്റ്റിത്തൈസിന്റെ മൗത്ത് നോക്കടാ, ടെർമിനലാണ്. ബോഡിയുടെ ടെർമിനൽ ഭാഗത്താണ് ഇവരുടെ മൗത്ത് ഉണ്ടാവുക. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് കോൺട്രിത്തൈസ്, കോൺട്രിത്തൈസിന്റെ മൗത്ത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് ഇൻ ദ വെൻട്രൽ പാർട്ട്, ടെർമിനൽ അല്ല, കണ്ടോ? ബോഡിയുടെ അടിഭാഗത്തേക്ക്, ഈ അറ്റത്തല്ല, ഇവിടെയല്ല മൗത്ത് ഇവിടെ താഴ്ഭാഗത്തോട്ടായിട്ടാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? സോ മൗത്ത് വെൻട്രൽ. സോ കോൺട്രിത്തൈസിന്റെ മൗത്ത് വെൻട്രൽ ആണ്. ഇവിടെ എന്താണ്? മൗത്ത് ടെർമിനൽ ആണ്, ബോഡിയുടെ അറ്റത്താണ്. ക്ലിയർ അല്ലേ? ഒരാൾക്ക് മൗത്ത് ടെർമിനൽ, ഒരാൾക്ക് മൗത്ത് വെൻട്രൽ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡിയാണോ? ഒരാളുടെ മൗത്ത് ടെർമിനൽ, ഒരാളുടെ മൗത്ത് വെൻട്രൽ. സെറ്റാണോ മക്കളെ? ഇനി നോക്കൂ, നിങ്ങൾ ഈ സ്രാവിനെ പോലെയുള്ള ജീവികളിൽ ഗില്ലിന്റെ സ്ലിറ്റുകൾ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ സാധാരണ ഫ്രഷ് വാട്ടറിലൊക്കെ കാണുന്ന ജീവികൾക്ക് ഗില്ലിന്റെ സ്ലിറ്റ് കാണൂല. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഗിൽ കവർ ഉണ്ടാകും. സോ ദാറ്റ് ഈസ് ഗിൽ കവർ അല്ലെങ്കിൽ ഒപ്പർക്കുലം. ഓക്കെ, ഗില്ല് കവർ ഓർ ഒപ്പർക്കുലം ആബ്സെന്റ് ആണ് ആർക്ക്? കോൺട്രിത്തൈസിന്. അയാൾക്ക് ഗിൽ കവർ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഗില്ലിന്റെ സ്ഥാനത്ത് ഇവിടെ ഇങ്ങനെ ഓപ്പണിങ്, സ്ലിറ്റുകൾ കാണാൻ പറ്റും. ആ ഗില്ലിന്റെ സ്ലിറ്റ് തുറന്ന് കാണാം. ബട്ട് ഒസ്റ്റിത്തൈസിൽ അത് കാണൂല, ബിക്കോസ് ദേ ഹാവ് ഗിൽ കവർ ഇൻ ദെയർ ബോഡി. ഗിൽ കവർ പ്രസന്റ് ആണ് ഒസ്റ്റിത്തൈസിൽ. ക്ലിയർ ആണോ? സർ ബയോളജി സിമ്പിൾ ആയിരുന്നു, താങ്ക് യു. ഓക്കെ, ഗ്രേറ്റ്. ശരി, റെഡി അല്ലേ? സോ ദീസ് ആർ ദ ഡിഫറൻസസ്. ഇനി നമ്മളോട് കോൺട്രിത്തൈസിന്റെയും ഒസ്റ്റിത്തൈസിന്റെയും എക്സാമ്പിൾ ചോദിക്കും. കോൺട്രിത്തൈസിന്റെ എക്സാമ്പിൾ NCERT ആ പേജ് എടുക്കുക, നോക്കുക, പഠിക്കുക. എന്തൊക്കെയാണ് നമുക്കുള്ള കുട്ടികളെ? ഒന്ന് പറഞ്ഞു നോക്ക്. സ്കോളിയോഡോൺ അല്ലെങ്കിൽ ഡോഗ് ഫിഷ്. അടുത്തത് പ്രിസ്റ്റിസ് അല്ലെങ്കിൽ സോ ഫിഷ്. പിന്നെ കാർക്കാരോഡോൺ അല്ലെങ്കിൽ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. 3 എക്സാമ്പിൾ ആണ് NCERTയുടെ പിക്ചർ കൊടുത്തിട്ടുള്ളത് അല്ലെ? സ്കോളിയോഡോൺ അല്ലെങ്കിൽ ഡോഗ് ഫിഷ്, പ്രിസ്റ്റിസ് അല്ലെങ്കിൽ സോ ഫിഷ്, കാർക്കാരോഡോൺ അല്ലെങ്കിൽ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. പിന്നെ 2 തരം തിരണ്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. തിരണ്ടികളെ റേ എന്നാണ് പറയുക. തിരണ്ടി എന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തിരണ്ടിയുടെ ഷേപ്പ് വേണ്ട ഏകദേശം ഇങ്ങനെയായിരിക്കും തിരണ്ടികൾ ഉണ്ടാവുക അല്ലെ? സോ തിരണ്ടികളെ നമ്മൾ റേകൾ എന്നാണ് പറയുക. എന്താ പറയുക? റേ. ഓക്കെ, 2 തരം റേകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, നമ്മളെ കുത്തി, ഈ വാല് കൊണ്ട് നമ്മളെ കുത്തി പരിക്കേൽപ്പിക്കാൻ, നമ്മളെ കുത്തി നമ്മുടെ ബോഡിയിലേക്ക് വിഷം കയറ്റാൻ കപ്പാസിറ്റി ഉള്ള ചില തിരണ്ടികളുണ്ട്. അവരെയാണ് സ്റ്റിംഗ് റേ അല്ലെങ്കിൽ ട്രൈഗൺ എന്ന് പറയാം. ഓക്കെ, നമ്മുടെ സ്റ്റീവ് ഇർവിനെ കൊന്നത് ഇത്തരത്തിലുള്ള ഒരു തിരണ്ടിയുടെ അറ്റാക്കിലൂടെയാണ് അയാൾ മരിച്ചത്. ട്രൈഗൺ അല്ലെങ്കിൽ സ്റ്റിംഗ് റേ. അതുപോലെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിവുള്ള ചില തിരണ്ടികളുണ്ട്. അവരെയാണ് നമ്മൾ ടോർപിഡോ അല്ലെങ്കിൽ ഇലക്ട്രിക് റേ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ലുക്ക്, വി ഹാവ് ട്രൈഗൺ അല്ലെങ്കിൽ സ്റ്റിംഗ് റേ, ടോർപിഡോ അല്ലെങ്കിൽ ഇലക്ട്രിക് റേ. 2 തരം തിരണ്ടികളാണുള്ളത്. ട്രൈഗൺ അല്ലെങ്കിൽ സ്റ്റിംഗ് റേ, ടോർപിഡോ അല്ലെങ്കിൽ ഇലക്ട്രിക് റേ. ക്ലിയർ ആണോ? സ്റ്റീവ് ഇർവിൻ ആരാന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മളെ മുൻപത്തെ ലൈവുകളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. He was a wildlife conservativist. ഓക്കെ, ഒരു കൺസർവേഷനിസ്റ്റ് ആയിരുന്നു. പക്ഷേ he was died unfortunately years back. സോ ട്രൈഗൺ അല്ലെങ്കിൽ സ്റ്റിംഗ് റേ, ടോർപിഡോ അല്ലെങ്കിൽ ഇലക്ട്രിക് റേ, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് കോൺട്രിത്തൈസ്. ഇനി ഒസ്റ്റിത്തൈസിന്റെ എക്സാമ്പിൾ നോക്കൂ. ഫ്രഷ് വാട്ടറിൽ കാണുന്ന ആളുകൾ ക്ലാരിയാസ് അല്ലെ, അല്ലെങ്കിൽ മേഗർ എന്ന് പറയും. ദെൻ വി ഹാവ് കട്ല, രോഹു. 3 എക്സാമ്പിൾ NCERT തന്നിട്ടുണ്ട്. ഇനി കടലിൽ കാണുന്ന ആളുകൾ ആരൊക്കെ കുട്ടികളെ? എക്സോസീറ്റസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫിഷ്, ഹിപ്പോ ക്യാമ്പസ് അല്ലെങ്കിൽ സീ ഹോഴ്സ്. ഈ പേരുകളെല്ലാം NCERT തന്നു. ലേബിയോ അല്ലെങ്കിൽ രോഹു, ഈ പേരുകൾ NCERT തന്നിട്ടുണ്ട്. ലേബിയോ, രോഹു, അതുപോലെ തന്നെ ഹിപ്പോ ക്യാമ്പസ് അല്ലെങ്കിൽ സീ ഹോഴ്സ്, എക്സോസീറ്റസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫിഷ്. അക്വേറിയത്തിൽ വളർത്തുന്ന ആളുകൾ ആരൊക്കെ? ബീറ്റ അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റിംഗ് ഫിഷ് എന്നൊക്കെ പറയുന്ന ബീറ്റ. ഓക്കെ, അതുപോലെ ടീറോഫില്ലം അല്ലെങ്കിൽ ഏഞ്ചൽ ഫിഷ്. അതിന് കോഡ് ഞാൻ പഠിച്ചിട്ടില്ല. കോഡ് എനിക്ക് വേണമെന്ന് തോന്നിയിട്ടില്ല. 3 എക്സാമ്പിൾ ഒന്നും പഠിക്കാൻ കോഡ് വേണ്ട. എല്ലാം 3 എക്സാമ്പിൾ ഉള്ളൂ.
അപ്പൊ അക്വേറിയത്തിൽ ആകെ ടീറോഫില്ലം, ഏഞ്ചൽ ഫിഷ്, പിന്നെ അതുപോലെ തന്നെ ബീറ്റ അല്ലെങ്കിൽ ഫൈറ്റിംഗ് ഫിഷ്. പിന്നെ അതുപോലെ കടലിൽ സീ ഹോഴ്സ്, ഹിപ്പോ ക്യാമ്പസ്, എക്സോസീറ്റസ്, ഫ്ലൈയിങ് ഫിഷ്, ലേബിയോ, രോഹു, അല്ലെ. പിന്നെ അതുപോലെ ഫ്രഷ് വാട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാരിയാസ്, മേഗർ, കട്ല. സോ ദാറ്റ്സ് വെരി സിമ്പിൾ. റെഡി അല്ലേ കുട്ടികളെ? സെറ്റ് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. കോൺട്രത്തൈസും ഒസ്റ്റിത്തൈസും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മാമൽസ്. നോക്കട്ടെ, ആംഫീബിയകൾക്ക് റീസൺ ഫോർ ദെയർ നെയിമിങ് ചോദിക്കും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദെയർ നെയിമിങ്? ആംഫി എന്ന് പറഞ്ഞാൽ ഡുവൽ എന്നാണ് അർത്ഥം. ഡുവൽ. ബയോസ് മീൻസ് ലൈഫ് എന്നാണ് അർത്ഥം. സോ ഡുവൽ ലൈഫ് എന്ന അർത്ഥത്തിലാണ് ആംഫീബിയ. ബിക്കോസ് ദേ ക്യാൻ ലീവ് ഇൻ വാട്ടർ ആസ് വെൽ എസ് ഇൻ ലാൻഡ്. വാട്ടറിലും ലാൻഡിലും ജീവിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അവർക്ക് ആംഫീബിയ എന്നുള്ള പേര് വന്നത്. ഇനി നോക്കൂ മക്കളെ, നിങ്ങൾ ഫ്രോഗിനെ കുറിച്ച്, നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫ്രോഗിനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആംഫീബിയെ കുറിച്ച് പഠിക്കാം. ഇപ്പോൾ ഫ്രോഗിന് സ്കെയിൽസ് ഉണ്ടോ? ഇല്ല. സോ ദെയർ ബോഡി ഡിവോയിഡ് ഓഫ് സ്കെയിൽസ്. ഇവരുടെ ബോഡിയിൽ സ്കെയിലുകൾ, ചെതുമ്പലുകൾ കാണാൻ പറ്റൂല. ദേ ഹാവ് മോയിസ്റ്റ് ബോഡി വിത്തൗട്ട് സ്കെയിൽസ്. ഓക്കെ, വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള ബോഡിയാണ് ഇവർക്ക് ഉണ്ടാവുക. നോ സ്കെയിൽസ്. ബോഡിയിൽ ചെതുമ്പലുകൾ ഒന്നും തന്നെ നിങ്ങൾ കാണൂല. ഓക്കെ, നൗ റെഡി അല്ലേ മക്കളെ? ബാക്കി നിങ്ങൾ ഫ്രോഗിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കും, യു ക്യാൻ സിമ്പിൾ, ഇത് ഏറ്റവും സിമ്പിൾ ആയി എഴുതുക. ഫ്രോഗിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇവരുടെ ഹാർട്ട് എന്താണ് കുട്ടികളെ? 3 ചേംബേർഡ് ആണ്. ദെയർ ഹാർട്ട് ഈസ് 3 ചേംബേർഡ്. ഇവരുടെ ഹാർട്ട് 3 ചേംബേർഡ് ആണ്. ബാക്കി ഞാൻ പറയുന്നില്ല. ബാക്കി നിങ്ങൾ ഫ്രോഗിനെ കുറിച്ച് പഠിക്കുന്നതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മളോട് ഇവിടെ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കും. നോക്കൂ, 3 തരത്തിലുള്ള തവളകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ബുഫോ, ടോഡ്, റാണ. ഓക്കെ, ഏതൊക്കെയാണ്? ബുഫോ, ടോഡ്, റാണ. ഉറക്കെ പറഞ്ഞേ, ബുഫോ, ടോഡ്, റാണ. ഇതല്ല സാധാരണ ചോദിക്കുക. നമ്മളോട് ചോദിക്കുക ലിംബലസ് ആംഫീബിയ, കാലില്ലാത്ത ആംഫീബിയ ആരാന്നാ ചോദിക്കുക. ദാറ്റ് ഈസ് ഇത്തിയോഫിസ് എന്ന് പറയുന്ന, നമ്മൾ കുരുടി പാമ്പ് എന്ന് മലയാളത്തിൽ പറയുന്ന ആളാണ് ലിംബില്ലാത്ത ആംഫീബിയ. ഇറ്റ് ഈസ് ദ ലിംബ്ലസ് ആംഫീബിയ. ക്ലിയർ ആണോ മക്കളെ? ഇറ്റ് ഈസ് ദ ലിംബ്ലസ് ആംഫീബിയ. റെഡിയാണോ? ഇത്തിയോഫിസ് അല്ലെങ്കിൽ ലിംബ്ലസ് ആംഫീബിയ. സെറ്റ് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു. ബാക്കി നമ്മൾ ഫ്രോഗിനെ കുറിച്ച്, അതുകൊണ്ട് ഞാൻ പറയാത്ത, ആംഫീബിയനെ കുറിച്ച് കുറേ പോയിന്റ്സ് പറയാനുണ്ട്. ഒന്നും വേണ്ട, ഫ്രോഗിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കുമോ അതൊക്കെ നിങ്ങൾക്ക് ആംഫീബിയനെ കുറിച്ച് പറയാം. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് അല്ലാത്ത ബാക്കി ഏതും നിങ്ങൾക്ക് ആംഫീബിയെ കുറിച്ച് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, വെരി ഗുഡ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് റെപ്റ്റൈൽസ്. റെപ്റ്റീലിയ നോക്കട്ടെ മക്കളെ. റെപ്റ്റീലിയനെ കുറിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബോഡി ഈസ് ഡ്രൈ. ഓക്കെ, ഡ്രൈ സ്കിന്നാണ് വിത്ത് സ്കെയിൽസ്. ഓക്കെ, ദെയർ ബോഡി ഈസ് ഡ്രൈ വിത്ത് സ്കെയിലി കോണിഫൈഡ് സ്കിൻ എന്നാ പറയാ. നിറയെ സ്കെയിലുകളുള്ള, ചെതുമ്പലുകളുള്ള സ്കിന്നാണ് ഇവർക്ക് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഇനി ഇവരുടെ ഹാർട്ട്, ഇഫ് യു ലുക്ക് അറ്റ് ദെയർ ഹാർട്ട്, ഇറ്റ് ക്യാൻ ബി 3 ചേംബേർഡ് ഓർ 4 ചേംബേർഡ്. ചിലർക്ക് 3 ചേംബേർഡ് ഉണ്ട്, ചിലർക്ക് 4 ചേംബേർഡ് ഉണ്ട്. ദാറ്റ് ഈസ് ക്രോക്കോഡൈലിനും അതുപോലെ തന്നെ അലിഗേറ്റർ, മുതലക്കും ചീങ്കണ്ണിക്കും, ഈ 2 പേർക്കും നോക്കൂ കുട്ടികളെ, ഈ 2 പേർക്കും 4 ചേംബേർഡ് ഹാർട്ടാണ്. ബാക്കി എല്ലാവർക്കും 3 ചേംബേർഡ് ഹാർട്ടാണ്. ഇനി ഇവരുടെ ലിംബുകൾ, ദേ ഹാവ് 2 പെയേഴ്സ് ഓഫ് ലിംബ്സ്. 2 പെയർ ഓഫ് ലിംബുകൾ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ആലോചിച്ച് നോക്ക്, അരണ അല്ലെങ്കിൽ ഓന്തിനൊക്കെ എടുത്ത് നോക്ക്. യു ക്യാൻ സി ദേ ഹാവ് 2 പെയേഴ്സ് ഓഫ് ലിംബ്സ് അല്ലെ. അവർക്ക് 4 ലിംബ്, ഹൈൻഡ് ലിംബ് ഉണ്ട്, വാലും ടെയിലും ഒക്കെ കാണാൻ പറ്റും. സോ ദെയർ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, ട്രങ്ക്, ടെയിൽ. ഹെഡ് ഉണ്ടാകും, ട്രങ്ക് ഉണ്ടാകും, ടെയിൽ ഉണ്ടാകും, അല്ലെ കുട്ടികളെ? സോർണോ? സെറ്റ് ആണല്ലോ? ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഇവരെ കുറിച്ച് പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന, തള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചോദിക്കുക. നൗ എക്സാമ്പിൾസ് യു സിംപ്ലി സ്റ്റഡി C4H10. എന്താണ് C4H10? കൂടുതലൊന്നും പഠിക്കേണ്ട, ഇത്രയെങ്കിലും പഠിച്ചാൽ മതി. C4H10 എന്താണ് നമ്മുടെ കോഡ്? C4H10 അതെന്താ? 4 C. കിലോൺ, ടർട്ടിൽ, കാമിലിയോൺ, കലോട്ടസ്, ക്രോക്കോഡിലസ്. ക്രോക്കഡൈലിന്റെ ഫ്രണ്ടാണ് അലിഗേറ്റർ. 5 അതിന്റെ കൂടെ പഠിക്കാം. സി വെച്ച് ഒന്നുകൂടെ പറഞ്ഞേ. കിലോൺ എന്ന് പറഞ്ഞാൽ ടർട്ടിൽ, കാമിലിയോൺ എന്ന് പറഞ്ഞാൽ ട്രീ ലിസാർഡ്, കലോട്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ ലിസാർഡ്,
ക്രോക്കോഡിലസ് എന്ന് പറഞ്ഞാൽ ക്രോക്കോഡൈല്, പിന്നെ ക്രോക്കോഡൈലിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അലിഗേറ്റർ. 5 5 പഠിച്ചില്ലേ. പിന്നെ എച്ച് ഹെമിഡാക്ടൈലസ് അല്ലെങ്കിൽ വാൾ ലിസാർഡ് പല്ലി. പിന്നെ ടി ടെസ്റ്റ്യൂഡോ അല്ലെങ്കിൽ ടോർട്ടോയിസ്. റെഡിയാണോ? സെറ്റാണോ? C4HT എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവരുടെ എക്സാമ്പിൾ പഠിക്കാം. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എയ്വ്സ്. എയ്വ്സിനെ കുറിച്ച് സാധാരണ ചോദിക്കുക റിഗാർഡിംഗ് ദെയർ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ആണ്. ബേർഡിൻ്റെ ആൻഡ് ലുക്ക് പോയിസണസ് സ്നേക്കുകൾ ആരൊക്കെയാണ്? നമ്മൾ എപ്പോഴും മറക്കും. പോയിസണസ് സ്നേക്ക് ആരൊക്കെയാ? ഒന്ന് നാജ അല്ലെങ്കിൽ കോബ്ര, രണ്ടെന്താ ബംഗാരസ് അല്ലെങ്കിൽ ക്രൈറ്റ് അല്ലേ, വള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന ജീവി, അതാണ് ബംഗാരസ് അല്ലെങ്കിൽ ക്രൈറ്റ്. പിന്നെ വിപേര അല്ലെങ്കിൽ വൈപ്പർ. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് പോയിസണസ് സ്നേക്സ്. ഇനി ബേർഡിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുക വാട്ട് ആർ ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ്? ബേർഡിനെ പറക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്ന് ചോദിക്കും. നമ്പർ 1 പ്രസൻസ് ഓഫ് വിങ്സ്. അവരുടെ ബോഡിയിൽ വിങ്സ് ഉണ്ട് അല്ലേ, വിങ്സ് അവരെ പറക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. 2 their skin is dry. their skin is dry except oil gland at the base of tail. അവരുടെ ടെയിലിന്റെ ബേസിൽ, ടെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാട്ട് ഈസ് ടെയിൽ എന്ന് ചോദിക്കൂലേ നിങ്ങൾ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, ലുക്ക് അറ്റ് ഹിയർ, നോക്കടാ. സോ ദിസ് ഈസ് ടെയിൽ. ഇതാണ് പക്ഷികളുടെ ടെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കോഴിക്കാണെങ്കിൽ ആ ടെയിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. സോ ദിസ് ഈസ് ടെയിൽ. ഈ ടെയിലിൻ്റെ ബേസ് ഭാഗത്ത് ഇവിടെ ഓയിൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഉണ്ട്. ആ ഓയിൽ ഗ്ലാൻഡ് മാറ്റി നിർത്തിയാൽ ഇവരുടെ ബോഡി മൊത്തത്തിൽ ഡ്രൈ സ്കിന്നാണ്. അത് ഇവരെ പറക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ന്യൂമാറ്റിക് ബോൺ. എന്താണ് ന്യൂമാറ്റിക് ബോൺ? ന്യൂമാറ്റിക് ബോൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബോഡിയിലെ ലാർജ് ബോണുകൾ നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് നിറയെ എയർ ക്യാവിറ്റീസ് കാണാൻ പറ്റും. സോ ഇത്തരത്തിൽ എയർ ക്യാവിറ്റികളുള്ള ലാർജ് ബോണുകളുടെ പ്രസൻസ്, അതാണ് ന്യൂമാറ്റിക് ബോൺ. ഇത്രയും ഘടകങ്ങളാണ് ഇവരെ പറക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇനി ഇവരുടെ ഹാർട്ട് എന്താ? 4 ചേമ്പേർഡ് ആണ്. ഇവരുടെ ഹാർട്ട് നമ്മളെ പോലെ തന്നെ 4 ചേമ്പേർഡ് ആണ്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഇവരുടെ ലങ്ങിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എയർ സാക്സ് ഉണ്ട്. എയർ സാക്സ് കണക്റ്റഡ് ടു ലങ്സ്. ലങ്സിലേക്ക് എയർ സാക്കുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഹെൽപ്സ് ദം ഇൻ റെസ്പിറേഷൻ. അതുവരെ എന്തിനു സഹായിക്കുന്നുണ്ട് കുട്ടികളെ? റെസ്പിറേഷന് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? റെഡിയാണോ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ വാട്ട് ഈസ് ന്യൂമാറ്റിക് ബോൺ എന്ന് പറയും ചോദിക്കൂട്ടോ. സോ ദെയർ ലാർജ് ബോൺ ഹാസ് എയർ ക്യാവിറ്റീസ്. അപ്പോൾ അത് വെയിറ്റ് കുറക്കാൻ സഹായിക്കും, അതുവരെ പറക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. ഫൈനലി ലെറ്റ്സ് ടോക്ക് അബൌട്ട് മാമ്മൽസ്. മാമ്മൽസിനെ കുറിച്ച്, മാമ്മൽസിന്റെ മാത്രം ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. സോ ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് മാമ്മറി ഗ്ലാൻഡ്സ്. അതിന് മുമ്പ് ഇവരുടെ എക്സാമ്പിൾസ്, എയ്വ്സിന്റെ എക്സാമ്പിൾസ്. യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി എവറി എക്സാമ്പിൾ. എല്ലാ എക്സാമ്പിളും പഠിക്കണം എന്ന് ഞാൻ പറയില്ല. NCERT പിക്ചർ തന്നിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. ഇപ്പൊ സിറ്റാക്കുല, തത്ത, പിന്നെ അതുപോലെ സ്ട്രുതിയോ, അതെപ്പോഴും ചോദിക്കാറുണ്ട്. പറക്കാൻ പറ്റാത്ത ബേർഡ് ഏതാന്ന് ചോദിക്കൂട്ടാ. ഫ്ലൈറ്റ് ലെസ് ബേർഡ്, പറക്കാൻ പറ്റാത്ത ബേർഡ് ഏതാന്ന് ചോദിക്കും. ദാറ്റ് ഈസ് സ്ട്രുതിയോ അല്ലെങ്കിൽ ഓസ്ട്രിച്ച് അല്ലേ. സ്ട്രുതിയോ അല്ലെങ്കിൽ ഓസ്ട്രിച്ച്, ഒട്ടക പക്ഷിയാണ് പറക്കാൻ പറ്റാത്ത ബേർഡ് എന്ന് പറയുന്നത്. പിന്നെ NCERT പാവോ, പീകോക്ക്, അതുപോലെ കോർവസ്, സിറ്റാക്കുല, അതേപോലെ തന്നെ ഈ സ്ട്രുതിയോയുടെ പിക്ചർ തന്നിട്ടുണ്ട്. പിന്നെ നിയോഫ്രോൺ അല്ലെങ്കിൽ വൾച്ചർ അല്ലെ. കഴുകന്റെ പേരാണ് നിയോഫ്രോൺ. പക്ഷെ NCERT പിക്ചർ തന്നുള്ളത് പരുന്തിന്റെ പിക്ചറാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചോളൂ. ഈഗിളിന്റെ പിക്ചർ തന്നിട്ട് അവർ പറയും ഇറ്റ് ഈസ് വൾച്ചർ ആണെന്ന്. NCERT പിക്ചർ തെറ്റാ, പക്ഷെ പേര് കറക്റ്റ് ആണ്, നിയോഫ്രോൺ അല്ലെങ്കിൽ വൾച്ചർ. ക്ലിയർ ആണല്ലോ? സിറ്റാക്കുല എന്ന് പറഞ്ഞ തത്ത. സിറ്റാക്കുലനെയാണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. ദിസ് ഈസ് സിറ്റാക്കുല. റെഡി അല്ലേ? കം ഹിയർ. അപ്പോൾ മാമൽസിന്റെ സ്പെഷ്യൽ ഫീച്ചറുകൾ എന്തൊക്കെയാണ്? മാമൽസിന് മാത്രമുള്ള ബേസിക് ഫീച്ചർ ഒന്ന് പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്സ്, മിൽക്ക് പ്രൊഡ്യൂസിങ് ബ്രസ്റ്റ്. രണ്ടാമത്തെ എന്താ കുട്ടികളെ? എക്സ്റ്റേണൽ ഇയർ. നോക്കൂ, മാമൽ വരെയുള്ള ഒരാൾക്കും, ഇപ്പോൾ നിങ്ങൾ ബേർഡിനെ കുറിച്ച് പറയാം, എക്സ്റ്റേണൽ ഇയർ ഈസ് ആബ്സെന്റ്.
ഇനി നിങ്ങൾക്ക് റെപ്റ്റൈൽസിനെ കുറിച്ച് പറയാം. എക്സ്റ്റേണൽ ഇയർ അതാണിത്, പിന്ന എന്ന് പറയും, ഇറ്റ് ഈസ് ആബ്സെന്റ്. ആംഫീബിയക്കും എക്സ്റ്റേണൽ ഇയർ ഇല്ല. പകരം ഇവർക്കൊക്കെ ആംഫീബിയയിൽ, റെപ്റ്റൈൽസിൽ, ബേർഡ്സിൽ, ഇവരുടെ കേസിലൊക്കെ ടിംബാനം എന്ന് പറയുന്ന, നമുക്കും ഉണ്ട് അങ്ങനെ ഒരു സ്ട്രക്ചർ, പക്ഷെ നമ്മുടെ എക്സ്റ്റേണൽ ഇയറിന്റെ ഉള്ളിലായിട്ടാണ് കാണാൻ പറ്റുക. ബാക്കിയുള്ളവരുടെയൊക്കെ കേസിൽ ടിംബാനം റെപ്രസെന്റ് ഇയർ. നോക്ക്, ആംഫീബിയകളിൽ, റെപ്റ്റൈൽസിൽ, ബേർഡ്സിൽ, അവരുടെയൊക്കെ കേസിൽ ഇയറിന്റെ സ്ഥാനത്ത് ടിംബാൻ ആണുള്ളത്. പക്ഷെ നമുക്ക് എക്സ്റ്റേണൽ ഇയർ ഓർ പിന്ന ഈസ് പ്രസന്റ്, പിന്നെ കാണാൻ പറ്റും. പിന്നെ അടുത്തത് നമ്മുടെ ബോഡിയിൽ നിറയെ ബോഡി ഹെയർ കാണാൻ പറ്റും. നിങ്ങൾ ഈ 3 പോയിന്റ്സ് പഠിച്ചാൽ മതി, നമ്മുടെ ബോഡിയിൽ നിറയെ ബോഡി ഹെയർ കാണാൻ പറ്റും. ക്ലിയർ ആണോ ഗൈസ്? ഓക്കെ. ദെൻ ആക്ച്വലി ഡയഫ്രം എന്ന് പറയുന്ന സ്ട്രക്ചറും നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. യു അറ്റ്ലീസ്റ്റ് സ്റ്റഡി ദിസ് മച്ച്. നിങ്ങൾ ഇത്രയെങ്കിലും പഠിച്ചാൽ മതി. റെഡി അല്ലേ കുട്ടികളെ? റെഡി ആണോ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എക്സാമ്പിൾസ്. എക്സാമ്പിൾ പഠിക്കുമ്പോൾ നമ്മളോട് സാധാരണ മാമൽസ് ഒക്കെ വിവിപാരസ് ആണ്. പക്ഷെ നമ്മളോട് ചോദിക്കും ഹൂ ഈസ് ഓവിപാരസ് മാമൽ എന്ന് ചോദിക്കും. ഓവിപാരസ് ആയിട്ടുള്ള മാമൽ ആരാന്ന് ചോദിക്കും. അതാരാ? ഓർണിത്തോറിഞ്ചസ്. ഓർണിത്തോറിഞ്ചസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ്. ഓർണിത്തോറിഞ്ചസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന ആളാണ് ഓവിപാരസ് മാമൽ. ബാക്കി എല്ലാവരും വിവിപാരസ് ആണ്. അപ്പോൾ മാമൽസിന്റെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എല്ലാം നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ പേരുകൾ കണ്ടാൽ ഇപ്പോൾ മെക്കാക്ക, മങ്കി, മാക്രോപ്പസ്, കങ്കാരു, ടീറോപ്പസ്, ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ ബാറ്റ് എന്ന് പറയുന്ന ആള്, ദെൻ ഇക്വസീറ്റം എന്ന് പഠിച്ചിട്ടില്ലേ? ഹോൾസ് ടെയിൽ. നമ്മൾ ഫേൺസ് പഠിക്കുന്ന ഭാഗത്ത്, ഫേൺസ് അല്ല അല്ലെ, ഫേൺസിന്റെ ഭാഗത്തല്ലേ ഹോൾസ് ടെയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, അതാണ് ഇക്വസീറ്റം അല്ലെ. ഇക്വസ് എന്ന് പറഞ്ഞാൽ ഹോഴ്സ് ആണ്. എലഫന്റ്, ബലായനോപ്റ്റീറ, അതിന്റെ പിക്ചർ NCERT തന്നിട്ടുണ്ട്. ബ്ലൂ വെയിൽ. പ്ലാറ്റിപ്പസിന്റെ പിക്ചർ NCERT തന്നിട്ടുണ്ട്. പ്ലാറ്റിപ്പസ് അല്ലെങ്കിൽ ഓർണിത്തോറിഞ്ചസ്. ആ പേരുകൾ അതേപോലെ പഠിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തൊരു കാര്യം, ലുക്ക്, നമ്മുടെ കേസിൽ ആരൊക്കെയാ 4 ചേംബേർഡ് ഹാർട്ട് ഉള്ളത്? 4 ചേംബേർഡ് ഹാർട്ട് ആർക്കൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ബേർഡ്, മാമല് അല്ലെ. പിന്നെ അതുപോലെ തന്നെ പ്ലസ് നമുക്ക് ആരൊക്കെ പറയാം? അലിഗേറ്റർ പറയാം, ക്രോക്കോഡൈൽ പറയാം അല്ലെ. ദെൻ 3 ചേംബറോ? ആംഫീബിയ, റെപ്റ്റൈൽസ് എക്സെപ്റ്റ് അലിഗേറ്റർ ആൻഡ് ക്രോക്കോഡൈൽ. അലിഗേറ്ററും ക്രോക്കോഡൈലും അല്ലാത്ത. അപ്പോൾ റെപ്റ്റൈൽസിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയാം, ഹാർട്ട് ഈസ് 3 or 4 ചേംബേർഡ് എന്നാ പറയാം. ഫിഷുകളുടെ ഹാർട്ടിന് 2 ചേംബറേ ഉള്ളൂ. ഫിഷസിന്റെ ഹാർട്ടിന് 2 ചേംബറേ ഉള്ളൂ. ഇനി അടുത്തതാണ് കോൺസെപ്റ്റ് ഓഫ് എന്താണ് പോയിക്കിലോതെർമസ് ആനിമൽസ് ആൻഡ് ഹോമയോതെർമസ് ആനിമൽസ്. നമുക്ക് ഹോമയോതെർമസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വാം ബ്ലഡഡ് ആനിമൽസ് എന്ന് പറയും. ചില ആനിമൽസിന് ബോഡിയിൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് അസ്, നമ്മൾ ഹ്യൂമൻസിനെ പോലെ വി ക്യാൻ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആനിമൽസിനെയാണ് നമ്മൾ വാം ബ്ലഡഡ് ആനിമൽസ് എന്ന് പറയാം കേട്ടോ. സോ വാം ബ്ലഡഡ് ആനിമൽസ് ക്യാൻ, ഇപ്പോൾ നമ്മളെ അന്റാർട്ടിക്കയിൽ കൊണ്ടുപോയിട്ടാലും ആഫ്രിക്കയിൽ കൊണ്ടുപോയിട്ടാലും എവിടെ ആയാലും നോ പ്രോബ്ലം, അവർ ബോഡി ടെമ്പറേച്ചർ വിൽ ബി അറൌണ്ട് 37 degrees Celsius. So we can maintain a constant body temperature. So those animals who can maintain a constant body temperature, they are called homoeothermous animals അല്ലെങ്കിൽ warm blooded animals. So അതിന്റെ എക്സാമ്പിൾ, birds are examples of homeothermic animals as well as humans. Sorry, mammals. I'm sorry, birds and mammals. And then poikilothermous, all others. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ലൈക്ക് നമുക്കിപ്പോൾ ഇന്ന് ഈ ഒരു ചാപ്റ്റർ മതി. ബിക്കോസ് ഓഫ് ലൈക്ക് നമുക്ക് ഉണ്ടായ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ കാരണം ഇറ്റ് ഗോട്ട് ലോട്ട് ഓഫ് ഒരുപാട് സമയം ഡിലേ ആയിപ്പോയി അല്ലേ. ദർ വാസ് ലോട്ട് ഓഫ് ഡിലേസ് ഇൻ ടൈം ആൻഡ് നമുക്ക് ഈ നൈറ്റ് വീണ്ടും അടുത്ത ലൈവ് വരാനുണ്ട്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. സോ ലവ് യു ഓൾ ദ ബെസ്റ്റ്. സി യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞു. +2 ബയോളജി എക്സാം സിമ്പിൾ ആയിരുന്നു. താങ്ക് യു സർ. ഓക്കേടാ, ഹായ്. നിങ്ങൾക്ക് ഇന്നലെ ഹോൾ നൈറ്റ് ആൻഡ് മോർണിംഗ് ഒക്കെ ലൈവ് എടുത്ത് ഞാൻ വീണ്ടും ഇവർക്ക് ലൈവ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫോർ ലാസ്റ്റ് 1.5 hour. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. 1.5 അല്ലല്ലേ, അറൌണ്ട് 1/4 ആയി ഉണ്ട്, 3/4 ആയി ഉണ്ട് അല്ലേ. സോ ശരി, ബൈ, ഓൾ ദി ബെസ്റ്റ്. ശരി.
സാർ എനിക്ക് എങ്ങനെയും ബയോ പാസ്സാവണ മോഡൽ പൊട്ടി. ശരത്ത് പറഞ്ഞ ശരത്തെ ഇരുന്ന് പഠിച്ചോ, നന്നായിരുന്നു പഠിച്ചാൽ ശരത്തെ പാസ്സാവും കേട്ടോ. ഓക്കെ സാറ്, ഈ മബൂയ റെപ്റ്റൈലിന്റെ എക്സാമ്പിൾ ആണ്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു പേര്, മബൂയ. കുറേ ജീവികൾ ഉണ്ടാവും ലോകത്ത്, എനിക്കറിയില്ല. എല്ലാ എക്സാമ്പിളുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഞാനൊരു ആനിമലിസ്റ്റ് അല്ലല്ലോ. നമ്മളിപ്പോൾ മനുഷ്യന്മാരെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഞാൻ പറയും, നിങ്ങളെ ഏത് ലെവലിൽ ചോദിച്ചാലും, ബിക്കോസ് ഐ ആം എ ഡോക്ടർ. ഈ ലോകത്ത് ഇഷ്ടംപോലെ ജീവികളുണ്ടാവും, ഞാൻ കേട്ടിട്ടില്ല മബൂയ എന്നൊന്നും. എനിക്കറിയില്ല മബൂയ ആരാന്ന്. അറിയാത്തതുകൊണ്ടാണ്, ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. എനിക്ക് ഈ കോഴികളെ കാണുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലടാ ഈ കോഴികൾ. എന്താണെന്നാവും, എനിക്കൊരു തരം വെറുപ്പാണ് കോഴികളോട്. പഠിക്കണോടത്തെല്ലാം വന്നിട്ട് ഇങ്ങനെ കോഴിത്തരം കാട്ടുക എന്നുള്ളത്. ഞാൻ കാർഡിയോ ഒന്നുമല്ല. ഇറ്റ്സ് ഫൈൻ അല്ലേ, വായി നോക്കുന്നതൊക്കെ നമ്മൾ മനുഷ്യരെ മക്കളാണ്. നമ്മൾ നോക്കും ഇപ്പോൾ നല്ല, നമ്മളിങ്ങനെ റോട്ടിൽ കൂടി അപ്പോൾ നല്ല രസമുള്ള ഒരു കുട്ടിയായി കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വായി നോക്കും, ബിക്കോസ് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓൾ ഫൈൻ, ബിക്കോസ് വി ആർ ഹ്യൂമൻസ് അല്ലേ. നമ്മുടെ ഉള്ളിൽ ഡോപ്പാമിൻ സെക്രീഷൻ ഉണ്ടാകും. ഡോക്ടർ സാർ എന്താ ഡോക്ടർ ജോബ് ക്വിറ്റ് ചെയ്ത്? ഞാൻ ക്വിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആരാ പറഞ്ഞു ഞാൻ ക്വിറ്റ് ചെയ്തു എന്ന്? പിന്നെ അത് ക്വിറ്റ് ചെയ്യാൻ നിൽക്കുക. ഞാനിപ്പോൾ കുറച്ച് നല്ല തിരക്കിലായതുകൊണ്ട് കഴിഞ്ഞൊരു മാസമായിട്ട് ഒന്ന് ഇത് മാത്രമായിരുന്നു എന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ, ഇറ്റ്സ് ഓൾ ഫൈൻ. പക്ഷേ ഇത് ഫുൾ ടൈം എവറി ടൈം ഇതന്നെ ഒരു ചിന്ത. എവിടെ എന്ത് നടന്നാലും പോവുക, ഇതന്നെ ഒരു ചിന്ത. നമ്മൾ ജസ്റ്റ് കാണാൻ രസമുള്ള ഒരാൾ കാണുമ്പോൾ നോക്കി പോകുന്നതൊക്കെ, ദാറ്റ്സ് ഓൾ ഫൈൻ, ബിക്കോസ് വി ആർ ഹ്യൂമൻസ്. അങ്ങനെ അങ്ങനെ വേണം. അങ്ങനെ ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഇവരെന്തോ പ്രശ്നമുണ്ട് എന്നാണ് അല്ലേ. അപ്പുറത്തു കൂടി നമുക്കൊന്നും തോന്നുന്നില്ല, ആരോടും ഒന്നും തോന്നുന്നില്ല, അപ്പം എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നുന്നതൊക്കെ ദാറ്റ്സ് ഓൾ മറ്റെന്താ പറയുക, ഹ്യൂമെയിൻ ബിഹേവിയർ ആണ്. ഓക്കെ. സോ പക്ഷേ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുക. സ്പെഷ്യലൈസേഷൻ ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഞാൻ അസ് ഓഫ് നൗ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടില്ല. സ്പെഷ്യലൈസേഷൻ ചെയ്യണം ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ ജനറൽ ഡോക്ടറാടാ, MBBS. എന്നാൽ ശരി, ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്. ശരി.